ഓക്കെ ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. ഹലോ എടാ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചാറ്റിലേക്ക് ഒന്ന് നമ്മുടെ ഫയർ ഇട്ട് വേഗം പെട്ടെന്നായിക്കോട്ടെ. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, ഓഡിയോ കാര്യങ്ങൾ ഓക്കെയാണ്, വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം ചാറ്റിലേക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തോ കേട്ടോ. നോക്കട്ടെ, പോരട്ടെ. ഫയർ മതി ഫയർ ആകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. അഖിൽ സാർ വന്നു. നിഹ സാർ, നിഹ എന്താണ്? യെസ്, ആരായിരുന്നത്? നോബൽ ഉണ്ട്. നോബലിന് തൊട്ട് മുന്നേ രാധിക ആണോ? റാഷിക പ്രമോദ് ഉണ്ട്, അതുപോലെ മാളവിക. യെസ്, എല്ലാവരും ഉണ്ടല്ലേ? ആളുകളെല്ലാവരും കൃത്യമായിട്ട് യെസ്. അപ്പൊ എല്ലാവരും ഫയർ കാര്യങ്ങളൊക്കെ ചാറ്റിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നാളെ അല്ലേ നമ്മുടെ ബയോളജി എക്സാം വരുന്നത്? ആണോ? നാളെ അല്ലേ? തകർക്കേണ്ട എക്സാം. ഇതുവരെയുള്ള എല്ലാ എക്സാമുകളും ഏകദേശം തകർത്ത് വെച്ചേക്കാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ ഒരാളെ വെച്ചിട്ടല്ല, എല്ലാവരെയും വെച്ചിട്ട് പറയുന്നതാണ്ടോ. ഇതുവരെ എല്ലാ എക്സാമും അടിപൊളിയായിട്ട് നിങ്ങൾ തകർത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈവൻ മാത്സും അതുപോലെ സോഷ്യലും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയെന്ന് പറഞ്ഞു. ആൻഡ് ഇനി നമുക്ക് ബയോളജി കൂടെ എന്ത് ചെയ്യണം? നല്ല കിടിലനായിട്ട് എഴുതിയിട്ട് ഫുൾ മാർക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ 9th ബയോളജിയിലെ കംപ്ലീറ്റ് പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാതുണ്ടെങ്കിൽ ചാറ്റിലേക്ക് എന്ത് ചെയ്യാം? നല്ല റെഡ് കളറിലെ കുറച്ച് ആപ്പിൾസ് ഒക്കെ വേഗം ചാറ്റിലേക്ക് പോരട്ടെ. നല്ല റെഡ് കളറിലെ ആപ്പിൾ ചാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അങ്ങോട്ട് തുടങ്ങാം. യെസ് സാർ. ഓക്കെ, ദേവൂസ് കുറെ പേര് ഹായ് സാർ, ഹായ്. യെസ്, നോബൽ മെസ്സേജ് അയക്കുന്നുണ്ട്, മിസ്ന മെസ്സേജ് അയക്കുന്നുണ്ട്. ദെൻ സാർ കുറച്ചൊന്ന് സൂം ഇൻ ചെയ്യണത്. ഓക്കെ, ശ്രീലക്ഷ്മി, ശ്രേയ ശ്രീനിയ അല്ലേ? യെസ്. അപ്പൊ ലിസൺ ടു ദ ക്ലാസ്. ഓക്കെ, കുറച്ച് സജഷൻസ് ഒക്കെ പറയുന്നുണ്ട്. സ്റ്റുഡൻസ് ഓൾ ഓഫ് യു ലിസൺ ടു ദ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇനി കൂടി ശ്രദ്ധിക്കാം. നമുക്ക് ടോട്ടൽ ഒരു 7 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ആ 7 ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 2, 3, 4, 5, 6 അങ്ങനെ 7ാമത്തെ ചാപ്റ്റർ വരെ നമുക്ക് എത്തണം അല്ലെ? യെസ്. അപ്പൊ തുടങ്ങുന്നു ഫ്രം ദി ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജൈവമണ്ഡലത്തിന്റെ സംരക്ഷകർ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ അല്ലെ? ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മക്കളെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ കുറച്ചുകൂടി ഇതിനകത്തേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോ. സാർ ആരോൺ ലിയോ അല്ല, ആരോൺ ലിയോ. അഖിൽ സാർ ഹായ് ഹായ്. യെസ്. അതിത്ത് കല്ലറയാണോ കൊല്ലറയാണോ? കൊല്ലറ. ഓക്കെ, ആപ്പിൾ ഇട്ടിട്ടുണ്ടാവാൻ. യെസ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് വരും. മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് മാക്സിമം നല്ല ശ്രദ്ധയോട് കൂടി തന്നെ ഇത് നോക്കുക കേട്ടോ. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ഇതിനകത്ത് കുറച്ച് ആളുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തിയിട്ട് മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കരോട്ടീൻ ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്. കരോട്ടീൻ ഹരിതകം എ, ഹരിതകം ബി ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. ഇതിൽ ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ദെൻ മറ്റുള്ളവ ഇതിനകത്ത് പെടാതെ മാറി നിൽക്കാൻ, ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ എഴുതുക. ഓക്കെ, ക്ലോറോഫിൽ എ എന്നാണ് നമ്മുടെ മാളവിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോബൽ അയച്ചിട്ടുണ്ട്. ലാൻ JK ലവ്. ടാനാണോ ലാനാണോ? NXA എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോ ക്ലോറോഫിൽ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇനി ബാക്കിയുള്ളവ അതേഴ്സ് ആർ ആക്സസറി പിഗ്മെന്റ്സ്. യെസ്, നോബൽ ഷൈജു കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് തന്നേക്കുവാണ് കേട്ടോ. അപ്പൊ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടെ തന്നേക്കുവാണ്. ക്ലോറോഫിൽ എ, അതേഴ്സ് ആർ ദി ആക്സസറി പിഗ്മെന്റ്. ഓക്കെ, ഹരിതകം എ ആണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. മറ്റുള്ള എല്ലാം തന്നെ എന്താണ്? സഹായക വർണ്ണകങ്ങളാണ്, ആക്സസറി പിഗ്മെന്റുകളാണ്. സെറ്റ് അല്ലേ? ബാക്കി പറയുന്ന ക്ലോറോഫിൽ എ പ്രൈമറി പിഗ്മെന്റ് ആണ് കേട്ടോ, പ്രാഥമിക വർണ്ണകം എന്ന് പറയും. ഓക്കെ, അപ്പൊ പ്രാഥമിക വർണ്ണകമാണ് നമ്മുടെ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ആക്സസറി പിഗ്മെന്റ്, സഹായക വർണ്ണങ്ങളാണ്. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കുക. അനലൈസ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൻ ബിലോ. അതായത് പ്രസ്താവനകൾ വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ഉത്തരത്തിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ. എ നോക്കിക്കേ. ആക്സസറി പിഗ്മെന്റ് അബ്സോർബ് സൺലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ദ ക്ലോറോഫിൽ എ. സഹായക വർണ്ണകങ്ങൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ബി നോക്കുക, സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്ലോറോഫിൽ എ ഹാസ് എ ബ്ലൂയിഷ് ഗ്രീൻ കളർ. ഹരിതകം എക്ക് ഒരു നീല കലർന്ന പച്ച നിറമാണ്. എയും ബിയും സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇനി നിങ്ങളുടെ ചോദ്യം മീൻസ് ആൻസർ സെലക്ട് ചെയ്യേണ്ടത് ഈ 4 ഓപ്ഷനിൽ നിന്നാണ്. എ, ബി ട്രൂ. എയും ബിയും ശരിയാണ്. എ ട്രൂ, ബി ഫോൾസ്. എ ശരിയാണ്, ബി തെറ്റാണ്. ദെൻ എ, ബി ഫോൾസ്, രണ്ടും തെറ്റാണ്. എ ഫോൾസ് ആണ്, ബി ട്രൂ ആണ്. ഇതിൽ ഏതാ ഓപ്ഷൻ? എ എന്ന് പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ബി എന്ന് പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ബി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം നോക്കിക്കോ, നിങ്ങൾ രണ്ടും കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് എയും കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ബിയും കറക്റ്റാ. 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പൊ ഹരിതക ക്ലോറോഫിൽ എക്ക് എന്താ കളർ പറഞ്ഞ? ബ്ലൂയിഷ് ഗ്രീൻ കളർ തന്നെയാണ്. അതിന് മുന്നേ പറഞ്ഞ പോയിന്റും തെറ്റൊന്നുമില്ല. അപ്പൊ 2 പോയിന്റും ശരിയായതുകൊണ്ട് 2 സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകളും
ശരിയായതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. എയും ബിയും ശരിയാണെന്നുള്ളത് തന്നെയാണ് ആൻസർ ആയിട്ട് എന്റെ മക്കൾ ചൂസ് ചെയ്യേണ്ടത്. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. ദേ നോക്കിക്കോ. കമ്പയർ ദ ഫസ്റ്റ് പെയർ ഓഫ് ദി വേർഡ് ആൻഡ് കംപ്ലീറ്റ് ദി സെക്കൻഡ് പെയർ. ഒന്നാമത്തെ ജോഡിയിലെ പദബന്ധം ശരിക്കും താരതമ്യം ചെയ്തതിനു ശേഷം മാത്രം രണ്ടാമത്തെ ജോഡി പൂർത്തിയാക്കുക. കരോട്ടിന്റെ കളർ യെല്ലോയിഷ് ഓറഞ്ച് ആണ്. മഞ്ഞ കളർന്ന ഓറഞ്ച് നിറമാണ് കരോട്ടിനെങ്കിൽ സാന്തോഫിലിന്റെ കളർ എന്താണ്? ചാറ്റിലേക്ക് പോന്നോട്ടെ. സാർ എന്നെ മൈൻഡ് ആക്കുമോ പ്ലീസ്? മധ്യൻ ബോയ്, മടിയനാണോ? മടിയൻ ബോയ്, എടാ മടിയൻ ബോയ് എന്നൊക്കെ പേരിട്ട് ഇപ്പൊ മടി പിടിച്ചിരിക്കുന്നത് ഞാൻ മൈൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ റെഡ് സാർ നത്തിങ് ബി എച്ച്. ഓക്കെ, ഗ്രീൻ ആണോ റെഡ് ആണോ? റെഡുമല്ല ഗ്രീനുമല്ല, യെല്ലോ. നമ്മുടെ സരിത അല്ലേ സർ? സരിത ബി എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് ചാറ്റിൽ യെല്ലോ എന്ന് പറഞ്ഞ ആദ്യത്തെ മെസ്സേജ് തന്നിട്ടുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ സനാഹ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ യെല്ലോ ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. സാന്തോഫിൽ യെല്ലോ കളറും കരോട്ടിൻ എന്ന് പറയുന്ന സാധനം യെല്ലോയിഷ് ഓറഞ്ച് കളറുമാണ് കേട്ടോ. മഞ്ഞ കളർന്ന ഓറഞ്ച് നിറം. അപ്പൊ ആൻസർ വരുന്നു സാന്തോഫിലിന്റെ നിറം നല്ല ശുദ്ധമായ മഞ്ഞ നിറം. ഓക്കെ, മഞ്ഞ നിറമാണ് സാന്തോഫിൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി സാർ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കൊടുത്തേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. ചുവടെ നൽകിയിരിക്കുന്ന സമവാക്യം പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ഇക്വേഷൻ ഗിവൺ ബിലോ. ആ ഇക്വേഷൻ എന്താണെന്ന് ശരിക്കും നോക്കിക്കേ. ഡാഷ് പ്ലസ് 12H2O ഗീവ്സ്, അത് ലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ, പ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും പ്രസൻസിൽ ഡാഷ് പ്ലസ് 6H2O പ്ലസ് 6O2, 6 H2Oയും 6 ഓക്സിജനും കിട്ടും. ഇതിനകത്ത് 2 ഡാഷും വേഗം അയച്ചോ, പൂരിപ്പിച്ച് അയച്ചോ. യെസ്, CO2 എന്ന് മാത്രം അയച്ചിട്ട് കാര്യമില്ല, എത്ര CO2 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എത്ര? 6 CO2. ഓക്കെ, ഇവ മെസ്സേജ് അയച്ചു 6 CO2 എന്ന് പറഞ്ഞ് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഈ സൈഡിൽ ആദ്യത്തെ ആളാ ഗ്ലൂക്കോസ് അല്ലെ? ഗ്ലൂക്കോസ്. അതിന്റെ ആ ഇക്വേഷൻ അങ്ങോട്ട് വരണുണ്ടാവില്ല. പെർഫെക്റ്റ് ബയോമാൻ. എടാ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കട്ടെ. പേര് SMZ ജർവീസോ? ഈശ്വര, ജർവീസ് നല്ല പേര് അല്ലേ സാറേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡു യു ഹാവ് എനി പ്രോബ്ലം? എടാ നിള എന്തുവാ ഇത്? അതിന്റെ ഇടയിൽ കൂടെ. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് നോക്കിയാൽ ഇതാണ് കറക്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട മക്കള്. 6 CO2 plus 12H2O in the presence of light and chlorophyll pigment. C6H12O6 plus 6H2O plus 6O2. ഈ C6H12O6 എന്താ സാധനം? ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഓക്കെ, ഇത് ഫോട്ടോസിന്തസിസിന്റെ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സെറ്റ് ആണല്ലോ? ഓക്കെ ഓക്കെ, യെസ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി മകളെ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ശരിക്കും ഈ ഫിഗർ നിങ്ങൾ നോക്കുക, ശരിക്കും ശ്രദ്ധയോടുകൂടി നോക്കണം കേട്ടോ. നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലെ. വാട്ട് ഡസ് എക്സ് ഇൻഡിക്കേറ്റ്? എക്സ് എന്താണ് മക്കളെ? ശ്രദ്ധിച്ച് നോക്കിക്കോ. എക്സിലേക്ക് നോക്കുക. എന്താണ് എക്സ് എന്ന് തിരിച്ചറിയാം. വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് റിലേറ്റഡ് ടു ഫോട്ടോസിന്തസിസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എക്സ്? പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് എക്സിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതെല്ലാം? എക്സിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഏതെല്ലാം? എക്സിൽ, യെസ്, എക്സ് ഗ്രാന. എല്ലാവരും എക്സ് ഗ്രാന എന്ന് പറയുന്നു. അപ്പൊ ഞാൻ സമ്മതിച്ചു, ഗ്രാനയാണ്. ഈ ഗ്രാനയിൽ ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് യെസ് ലൈറ്റ് ഫേസ് എന്ന് കുറച്ച് പേര് പറയണ്ട. ലൈറ്റ് ഫേസ് എന്ന് പറയേണ്ട, അതിനകത്ത് എന്താ നടക്കണേന്നാണ് ഉദ്ദേശിച്ചത്. പ്രോസസിന്റെ പേരല്ല, അതിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ആ ഒരു പ്രവർത്തനം എന്താണ്. ഓക്കെ, പ്രധാന പ്രവർത്തനത്തിന്റെ പേര് എഴുതേണ്ടത്. ലൈറ്റ് ഫേസ് ഒക്കെ ശരിയാണ്. ലൈറ്റ് ഫേസ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഗ്രാറ അല്ല കേട്ടോ, ഗ്രാന. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എഴുതേണ്ടത്, ആൻസർ ആയിട്ട് എഴുതേണ്ടത് മക്കളെ. ATP ഫോർമേഷൻ ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ജലത്തിന്റെ വിഘടനം. ATPയുടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എഴുതണം. ATP ഫോർമേഷൻ, ATPയുടെ വിഘടനം അല്ല, ATPയുടെ ഉൽപാദനം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ലൈറ്റ് ഫേസിന്റെ അകത്ത് വരുന്നതും ഡാർക്ക് ഫേസിന്റെ അകത്ത് വരുന്നതുമായിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. റീഅറേഞ്ച് ദ ഫോളോയിങ് statement in the given column and give suitable headings. Okay, തന്നിരിക്കുന്ന സാധനങ്ങൾ 2 വ്യത്യസ്ത പെട്ടികളിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ സ്വയം പെട്ടിക്ക് എന്ത് കൊടുക്കണം? ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ഹലോ സാർ ഇടിവെട്ട് സുഗുണൻ ഹലോ. ഓക്കെ, ഫുട്ബോൾ ലോഗ് A പറഞ്ഞിട്ടുണ്ട്. സൺലൈറ്റ് ഒബ്സൂമൻ അഭിനേശ്വർ മനോജ് രാജേഷ് സാർ എൻ്റെ നെയിം
ദേവനന്ദ ഒന്ന് മൈൻഡ് ആക്കാമോ? രാജേഷ് പൂപ്പാറ. ഓക്കെ, യെസ്, ദേവനന്ദയാണ് രാജേഷ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് കേട്ടോ അല്ലേ. ഓക്കെ, പാരന്റ്സിന്റെ ആരെങ്കിലും ഫോൺ ആയിരിക്കാം മേ ബി. ഓക്കെ, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ട് ഇൻടു കെമിക്കൽ എനർജി, സൺലൈറ്റ് അബ്സോർബ്ഡ്, ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. ഓക്കെ, സെറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കുന്നത് occurs in the ഗ്രാനയിൽ നടക്കുന്നു. Then hydrogen is added to carbon dioxide. Then occurs in stroma. Water split in hydrogen and oxygen, split into hydrogen and oxygen. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കേടാ, ഗ്രാനയിൽ നടക്കുന്നു, ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർക്കുന്നു, ദെൻ സ്ട്രോമയിൽ നടക്കുന്നു, അതുപോലെ തന്നെ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഈ 4 പോയിന്റുകളിൽ 2 എണ്ണം ഒരാൾക്ക്, ദേവദർശു CS, അഖിൽ സാർ, പവർ സാർ, നന്ദൻ വി. യെസ്, നന്ദൻ സാറിനല്ല അത്, ശ്രീനന്ദൻ, നമ്മുടെ പുല്ലംകുളത്തെ ശ്രീനന്ദൻ, അത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ആണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് ഇട്ട് കിട്ടോടാ. ഓക്കെ, ശ്രീനന്ദൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വി കണ്ടപ്പോൾ എനിക്ക് തോന്നി സാർ ഡിയോൺ ആണ്, ഒരു ഹായ് തരാമോ? ലിയ റോയിന്ന്. ഡിയോൺ, ഹായ് ഡിയോൺ. പഠിക്കാതെ എക്സാമിന് പോയാൽ ജയിക്കുമോ? പഠിക്കാതെ എക്സാമിന് പോയാൽ ജയിക്കില്ല, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. എന്റെ നെയിം വിളിക്കുമോ? ഓക്കെ, മുംതാസ് ഹാനിഫ് അല്ലേ, 255. യെസ്, ചാക്കോ സാർ ഇല്ലേ? ചാക്കോ സാർ ലീവാണ്. ചാക്കോ സാർ ഒരു സ്ഥലത്ത് പോയേക്കാണ്, അതുകൊണ്ട് ഇന്നില്ല. നമ്മുടെ ഫാസിൽ സാറും അതുപോലെ തന്നെ തോമസ് സാറും ആണുള്ളത്. ചാക്കോ സാർ, സ്വാമി ശരണ, എൻ്റെ ദൈവമേ. ഓക്കെ, അതിനിടയ്ക്ക് ഗൗരി പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് ഇടയിൽ. കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, മക്കളെ, അപ്പോൾ ബോക്സിന് കൊടുക്കേണ്ട ഹെഡിങ്. ഓക്കെ, അഖിൽ സാർ സീൻ. ഈ അർണോൾഡിന് എന്തോ പൈസ കൊടുത്തിറക്കിക്കണമെന്ന് തോന്നണം കേട്ടോ. അവൻ കുറച്ചു നേരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ ഓൾ പാസ് ആണോ? ഓൾ പാസ് ആവണമല്ലോ നമുക്ക്. നോക്കിക്കേ, ലൈറ്റ് ഫേസ്, പ്രകാശഘട്ടം, ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം, ഇതാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ദെൻ ഒക്കേഴ്സ് ഇൻ ഗ്രാന, ദെൻ ഒക്കേഴ്സ് ഇൻ സ്ട്രോമ, ഗ്രാനയിൽ നടക്കുന്നു, സ്ട്രോമയിൽ നടക്കുന്നു. വാട്ടർ സ്പ്ലിറ്റ് ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ജലം എന്താണ്? ഓക്സിജനും ഹൈഡ്രജനുമായി വിഘടിക്കുന്നു. Then hydrogen is added to carbon dioxide. ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് വരുന്നത് നമുക്ക് ഹെഡിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഡാർക്ക് ഫേസും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഫേസും, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് എന്റെ മക്കൾ നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ സോ, ഓക്കെ. ഹനീന ആണ് സാർ നെയിം. ഓക്കെ, ഹനീന. സാർ ഹായ് ഹനീന. സാർ നിവില് സാർ എത്ര വയസ്സായി? എന്താണ് കല്യാണാലോചന ഉള്ളതാണ്? അഖിൽ സാർ ഒരു സംഭവം തന്നെ. എന്റെ പൊന്ന ആശാ സുമേഷ്, ആരാണ് മെസ്സേജ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഭയങ്കരമായിട്ട് പൊക്കുന്നുണ്ട്. ഞാൻ പൈസ കൊടുത്ത് ഇറക്കിയേക്കണം, അല്ലാണ്ട് വരുമൊന്നും. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാലോ. മക്കളെ, ഈ ഫിഗർ നോക്കിക്കോ. ഈ ഫിഗർ മിക്കവാറും നാളത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഐഡന്റിഫൈ ദി സെൽ ഓർഗനൽ. കൊടുത്തിരിക്കുന്ന ഈ കോശാംഗത്തിന്റെ പേര് തിരിച്ചറിയുക. ദെൻ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദി മെംബ്രെയിൻ ഓഫ് ദിസ് ഓർഗനൽ. ഈ കോശാംഗത്തിന്റെ ആവരണത്തിന്റെ പ്രത്യേകത എന്ത്? കോശാംഗത്തിന് ചുറ്റുമുള്ള ആവരണമല്ല, സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, അതിന്റെ ആവരണത്തിന്റെ പ്രത്യേകത. ഓക്കെ, എന്താണ് പ്രത്യേകത എന്ന് എഴുതുക. വിച്ച് പാർട്ട് കണ്ടെയ്ൻസ് ദ പിഗ്മെന്റ്. ഇതിനകത്ത് ഏത് ഭാഗത്താണ് പിഗ്മെന്റ്, വർണ്ണകമുള്ളത്? എവിടെയാണ് വർണ്ണകമുള്ളത്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ലീഫ് ഡസ് ദിസ് സെൽ ഓർഗനൽ എക്സിസ്റ്റ് ഇൻ മോർ നമ്പർ. ഇലയുടെ ഏത് ഭാഗത്താണ് ഈ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? പോരട്ടെ, ഫസ്റ്റ് ആൻസർ ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ, അത് ഞാൻ സമ്മതിച്ചു. ക്ലോറോപ്ലാസ്റ്റ് ആണ് സാധനം, ഹരിതകണമാണ്. ഓക്കെ, ഹരിതകണമാണ്, സമ്മതിച്ചു. ഇതെന്താ സംഭവം? പെക്യുലാരിറ്റി ഓഫ് ദി മെംബ്രെയിൻ. എങ്ങനെയായിരിക്കും മെംബ്രെയിൻ? പോരട്ടെ. എന്തായിരിക്കും മെംബ്രെയിൻ? എങ്ങനെയായിരിക്കും? എത്ര ലെയർ ആയിരിക്കും? എത്ര സ്ഥലം? എങ്ങനെയായിരിക്കും? സാർ എനിക്ക് പേടിയാവുന്നു 3 പ്രാവശ്യം പേടിയാവുന്ന അനാമിക മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഡബിൾ മെംബ്രെയിൻ മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്രേയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. വിച്ച് പാർട്ട് കണ്ടെയ്ൻസ് പിഗ്മെന്റ്. ഇതിനകത്ത് പിഗ്മെന്റ് ഉള്ളത് എവിടെയാ? ഈ കോയിൻ അടുക്കി വെച്ചേക്കണ പോയിരിക്കുന്ന ഗ്രാന അല്ലേ? ഗ്രാനയുടെ ഉള്ളിലല്ലേ പിഗ്മെന്റ് വർണ്ണകങ്ങൾ ഉള്ളത് അല്ലേ? ക്ലോറോഫിൽ ഒക്കെ ഉള്ളത്. ഇനി ഇതെന്താണ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ലീഫ് ഡസ് ദിസ് സെൽ ഓർഗനൽ എക്സിസ്റ്റ് ഇൻ മോർ നമ്പർ. ഇലയുടെ മുകൾ ഭാഗത്താണോ അടിഭാഗത്താണോ ക്ലോറോപ്ലാസ്റ്റ് കൂടുതൽ കാണുന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മുകളിലാണോ അടിയിലാണോ? സാർ അത് കാണിച്ചു ആൻസർ. ഓക്കെ, മക്കളെ നോക്കിക്കേടാ, അപ്പർ പാർട്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഇലയുടെ മുകൾ ഭാഗത്തല്ലേ നല്ല കടുത്ത പച്ച നിറം കാണുന്നത്, അവിടെയാണ് ഇത് കൂടുതലുള്ളത്, ക്ലോറോപ്ലാസ്റ്റ് കൂടുതലുള്ളത് കേട്ടോ, മുകൾ ഭാഗത്ത്. ഓക്കെ, മുകളിലെ ഭാഗത്താണ് കാണുന്നത്, അപ്പർ എപ്പിഡെർമിസിന്റെ റീജിയനിലാണ് കാണുന്നത്. ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് സാധനത്തിന്റെ പേര്. ഡബിൾ ലെയർ കവറിംഗ് ആണുള്ളത്, ഇരട്ട ഭിത്തിയോട് കൂടിയ ആ ബാഹ്യ ആവരണം സ്ഥലമാണ് അതിന്റെ ചുറ്റുമുള്ളത്. ഗ്രാനയിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ്, വർണ്ണകം, ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകം ഇരിക്കുന്നത്, ഹരിതകം എന്ന് പറയുന്ന വർണ്ണകം ഇരിക്കുന്നത് എവിടെയാണ്? ഈ ഗ്രാന എന്ന് പറയുന്ന അടുക്കി വെച്ചിരിക്കുന്ന സാധനത്തിനുള്ളിലാണ്. സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പർ എപ്പിഡെർമിസ്, അപ്പർ റീജിയൻ എന്ന് പറഞ്ഞ് കുറച്ച് പേര് അയക്കുന്നുണ്ട്. അപ്പർ
ആർച്ചയുടെ പേര് വിളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വീറ്റി ക്യൂ എന്നാണ് ഇട്ടേക്കണേ, പക്ഷേ ആർച്ചയാണ്. ആഹായാലോ ആർച്ച. ഓക്കെ സാർ ഒന്ന് മൈൻഡ് ചെയ്യൂ. ജാസ് ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ടാ. ശ്രീനന്ദൻ വി പറവൂർ സെന്റർ. അതന്നെ എനിക്ക് മനസ്സിലായി. ശ്രീനന്ദ ആടാ, നിന്നെ മനസ്സിലായി എനിക്ക്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫിഗർ ആണ്. ആ ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിക്കാം മക്കള്. യെസ് നോക്കിക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോട്ടോ. which gas is collected at the test tube from this experiment? ഈ പരീക്ഷണ സംവിധാനത്തിൽ ടെസ്റ്റ് ട്യൂബിനകത്ത് ശേഖരിക്കപ്പെടുന്ന വാതകം ഏത് ഗ്യാസ് ആണ് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ആ സ്പേസിൽ ഫില്ല് ആയിട്ടുണ്ടാവുക? ചാറ്റിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ. സാർ എന്നെ മൈൻഡ് ചെയ്യൂ പ്ലീസ്. സത്യഭാമ ആണല്ലേ? സത്യഭാമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ യെസ് നോക്കിക്കോളൂ. അപ്പൊ ഇതിനകത്ത് ഗ്യാസ് ഓക്സിജൻ നമ്മുടെ ലാൻ JK ലവ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ദെൻ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കടാ. വാട്ട് ഇസ് ചേഞ്ച് occur when this experiment setup was placed under direct sunlight and in a room and what is the cause? അതായത് മക്കളെ ഈ പരീക്ഷണ സംവിധാനം നേരെ സൂര്യപ്രകാശത്തിൽ നേരിട്ട് കൊണ്ടുവെക്കുമ്പോഴും അതുപോലെ തന്നെ അല്ലാതെ ഒരു മുറിയിലകത്ത് വെക്കുന്ന സമയത്തും എന്ത് വ്യത്യാസമാണ് നമുക്ക് ഇതിൽ രണ്ടിലും കാണാനായിട്ട് സാധിക്കുന്നത്? Then which is the biomolecule synthesized here? അങ്ങനെ എന്ത് പ്രോസസ് നടന്നാലും ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ജൈവ തന്മാത്ര ഏതാണ്? എന്താണ് ഉണ്ടാകുന്നത്? പോരട്ടെ. CO2 H2O ഋഷി ബ്രോ. ഓക്കെ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. പരസ്പര ബന്ധമില്ലാത്ത കുറെ മെസ്സേജ് വരുന്നുണ്ട് മക്കളെ. ഇതിനകത്ത് വരുന്ന ഗ്യാസ് ഓക്സിജൻ ആണെന്ന് നമുക്കറിയാം. ഓക്സിജൻ നേരെ കൊണ്ട് സൺലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് നടക്കും അല്ലേ? അല്ലെങ്കിൽ നടക്കും ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിന് കൂളിംഗ് ഗ്ലാസ്. ഓക്കെ ഗ്ലാസ് എടാ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബുകൾ ഈ അപ്പാരറ്റസ് കൊണ്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിന്റെ റേറ്റ് കൂടും. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബബിൾസ് കുമിളകളുടെ എണ്ണം കൂടും. വെയിൽ അധികം ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിന്റെ റേറ്റ് കുറയും. അതാണ് നമുക്ക് ആ പുറത്ത് വെച്ച് വെയിലത്ത് വെക്കുമ്പോഴും മുറിയിൽ വെക്കുമ്പോഴും കാണുന്ന ഒരു വ്യത്യാസം. എന്ത് വ്യത്യാസം കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ദിസ് ഇസ് ദ ചേഞ്ച്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ഇതാണ്. ദെൻ നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞുണ്ടാകുന്ന ബയോമോളിക്യൂൾ ജൈവ തന്മാത്രയുടെ പേരെന്താ? അത് വേഗം ചാറ്റിലേക്ക് അയച്ചേ. ഒരാൾ പോലും ഒന്ന് മെസ്സേജ് അയച്ചിട്ടില്ല കേട്ടോ. ഈ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജൈവ തന്മാത്ര എടാ ബയോമോളിക്യൂൾ ഓക്സിജൻ അല്ല ATP അല്ല CSKയോ ഇപ്പോഴാണോ അതൊക്കെ? നമുക്ക് എക്സാം നാളത്തെ കൂടി കഴിഞ്ഞിട്ട് CSK പറ്റിയിട്ടൊക്കെ പറയാം. ഓക്കെ CO2 സാറേ കൂളിംഗ് ഗ്ലാസ് വെന്നാറിയോ ATP. ഓക്കെ നിവിലെ എൻ്റെ അടുത്ത് കൂളിംഗ് ഗ്ലാസ് ഇല്ലടാ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെക്കാതെ. പിന്നെ ഈ ഇരുട്ടത്ത് മീൻസ് പച്ച പാതിരാത്രി കൊണ്ടുവന്ന് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ യെസ് ആരും അയച്ചിട്ടില്ല കേട്ടോ. യെസ് സാർ ഒരു ആൻസർ മാളവികയാണോ സാർ ആൻസർ അയച്ചിരിക്കുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ് കുറച്ചധികം ആളുകൾ നമുക്ക് തനാറ്റോസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈശ്വര അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താണ് സാർ പേര് വായിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഋഷിരാജിന്റെ പേര് കോൾ മൈ നെയിം ഋഷിരാജ് നീ മെസ്സേജ് അയച്ചിട്ടില്ല, നിന്റെ പേര് മാത്രം ചാറ്റിൽ അയച്ചേക്കണം കേട്ടോ. സാർ അപ്പോൾ ആൻസർ കാണിച്ചു നമുക്ക് മക്കളെ. ഓക്സിജൻ ആണ് ആ ട്യൂബിനകത്ത് നിൽക്കുന്നത്. അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഒബ്റ്റെയിൻഡ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് വിൽ ഓൾസോ ചേഞ്ച്. അതായത് നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്ന അനുസരിച്ചിട്ട് ചെടി ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. നല്ല രീതിയിൽ ഫോട്ടോസിന്തസിസ് നടന്നാൽ പുറത്തേക്ക് വരുന്ന ഓക്സിജന്റെ അളവ് കൂടുന്നുണ്ടാവും കേട്ടോ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുപാതികമായിട്ടാണ് ചെടികളിൽ ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് നടന്നു കഴിയുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ആവുന്നത്. ഓക്സിജൻ ഗ്യാസ് ആണെന്ന് അറിയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ ഉണ്ടാകുന്ന ജൈവ തന്മാത്രയുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ബയോമോളിക്യൂളിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ദെൻ അടുത്തൊരു സാധനം നോക്കിക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഓക്കെ നോക്കാം. കംപ്ലീറ്റ് ABC and D in the picturization given below. തന്നിരിക്കുന്ന ഈ സാധനത്തിനകത്ത് ABCD എന്ന് പറയുന്ന സാധനം ഫില്ല് ചെയ്യുക. ഓക്കെ സിമ്പിൾ അല്ലേ? ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണത്തിന് ലൈറ്റ് ഫേസ് ഡാർക്ക് ഫേസ്, പ്രകാശഘട്ടം ഇരുണ്ട ഘട്ടം. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ 2-3 പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം തന്നിട്ടില്ല, AB തന്നിട്ടില്ല. അതേപോലെ നോക്കിക്കേ നമ്മുടെ ഡാർക്ക് ഫേസിൽ ഇരുണ്ട ഘട്ടത്തിലും 2 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കി 2 എണ്ണം Cയും Dയും തന്നിട്ടില്ല. അത് എന്ത് ചെയ്യണം? നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ ഒരെണ്ണം നടക്കുന്നത് സ്ട്രോമയിലാണെന്ന് നമുക്കറിയാം, മറ്റൊന്ന് നടക്കുന്നത് ഗ്രാനയിലാണ് നമുക്കറിയാം അല്ലെ. ഓക്കെ നോക്കാം. അപ്പൊ നമുക്ക് ABCD എന്താണ്? ദേടാ ലൈറ്റ് ആവശ്യമാണ്, പ്രകാശം ഉപയോഗിക്കുന്നു. ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാനയിൽ നടക്കുന്നു. ഹൈഡ്രജൻ ഈസ് ആഡഡ് ടു ദ കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം ഗ്ലൂക്കോസ് യൂസിംഗ് ദ എനർജി ഓഫ് ATP മോളിക്യൂൾ. ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റാൻ മീൻസ് കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചേർന്ന് കഴിയുമ്പോഴാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. ദെൻ ഓൾസോ നോൺ ആസ് കാൽവിൻ സൈക്കിൾ, കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നു. അപ്പോൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് എന്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സൺലൈറ്റ്
യൂസ് ചെയ്യുന്നത് ഇല്ലാത്തതുമായിട്ടുള്ള ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. നോട്ട് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ആയിരിക്കണം കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാൻ നമുക്ക് മക്കളെ നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ചിത്രം നോക്കുക. എ ബി ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഐഡന്റിഫൈ ദ പാർട്സ് എ ബി ആൻഡ് റൈറ്റ് ദ നെയിം. എയും ബിയും ഏതാണെന്ന് തിരിച്ചറിയുക, അതിന്റെ പേര് എഴുതുക. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഫോട്ടോസിന്തസിസ് ഒക്കർ ഇൻ ബി, അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് ഘട്ടമാണ് ബിയിൽ വെച്ച് നടക്കുന്നത്. ഇവിടെ ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന സാധനം എയും എന്താണെന്ന് വേഗം ചാറ്റിലേക്ക് അയച്ചേ. എ ഗ്രാന ബിയോ സ്ട്രോമ. എ ഗ്രാന ബി സ്ട്രോമ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയിൽ വെച്ചിട്ട്, ബി എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോമ എന്ന് പറഞ്ഞു. ഈ സ്ട്രോമയിൽ വെച്ചിട്ട് ഏതാ നടക്കുന്നത്? ലൈറ്റ് ഫേസ് ആണോ ഡാർക്ക് ഫേസ് ആണോ? സ്ട്രോമയിൽ വെച്ചിട്ട് യെസ് ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസ്, എല്ലാവരും ഡാർക്ക് ഫേസ് നയിക്കുന്നത്. സോ ആൻസർ നോക്കിക്കേ, ഡാർക്ക് ഫേസ് തന്നെ നടക്കുന്നത്. അപ്പോ ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും മേ ബി അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ നോക്കിക്കോളൂ. യെസ്, വിച്ച് ഇസ് നോൺ ആസ് ദ കിച്ചൺ ഓഫ് ദി ബയോസ്ഫിയർ. ജീവലോകത്തിലെ പാചകപ്പുര എന്നറിയപ്പെടുന്നത് എന്ത്, അല്ലെങ്കിൽ ഏത് സാധനം, എന്ത് സാധനമാണ്? വൈ ഇസ് ദ ലോവർ പാർട്ട് ഓഫ് ദി ലീഫ് ലെസ് ഗ്രീൻ ഇൻ കളർ. ഇലയുടെ അടിവശത്ത് അല്ലെങ്കിൽ അടിഭാഗത്ത് പച്ച നിറം കുറവായിട്ടാണ് കാണുന്നത്, എന്തുകൊണ്ട്? ദെൻ ഡിഫൈൻ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം എന്തെന്ന് വിശദമാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഞാൻ കാണിച്ചു തരാം. കിച്ചൺ എന്ന് പറയുന്നത് ലീഫാണ് കേട്ടോ മക്കളെ. ലീഫാണ് കിച്ചൺ എന്നറിയപ്പെടുന്നത്. ഇലകളാണ് കിച്ചൺ, അടുക്കള, പാചകപ്പുര എന്നറിയപ്പെടുന്നത്. മോർ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ഇൻ ക്ലോറോഫിൽ ആർ സീൻ ഓൺ ദി അപ്പർ പാർട്ട് ആൻഡ് ദ ലീഫ് ദാൻ ഓൺ ദി ലോവർ. അതായത് മക്കളെ ഈ ഇലയുടെ മുകൾ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗനിൽ കോശാംഗം കാണപ്പെടുന്നത്. ആ ഒരു കാരണം കൊണ്ടിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഗ്രീൻ കളർ, ഭയങ്കര ഡാർക്ക് കളറിൽ മുകൾ ഭാഗം, അപ്പർ പാർട്ട്, മുകൾ ഭാഗം അതിന് നല്ല ഗ്രീൻ കളർ, പച്ച നിറത്തിൽ കാണുന്നതും ഇലയുടെ അടിഭാഗത്ത് നല്ല ഇളം നിറത്തിൽ, ഇളം പച്ച നിറത്തിൽ, പച്ചപ്പ് കുറഞ്ഞു കാണുന്നത്, അടിഭാഗത്ത് പച്ചപ്പ് കുറഞ്ഞു കാണുന്നതിനുള്ള റീസൺ ഇതാണ്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നോക്കിക്കേ, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ഫ്രം വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ ഒക്കെ പ്രസൻസിൽ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. ഓക്കെ, സോ അത് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ. ഇത് എക്സാമിന് ലേബൽ ചെയ്യാൻ ചോദിക്കും, വരയ്ക്കാനോ അല്ലെങ്കിൽ ഭാഗം അടയാളപ്പെടുത്താനോ ചോദിക്കാറുണ്ട് കേട്ടോ. റീഡ്രോ ദ ഡയഗ്രം ആൻഡ് ലേബൽ ദ പാർട്സ് മെൻഷൻഡ് അബവ്. ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ രേഖപ്പെടുത്തുക. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. ഇത് നോക്കിയേ, ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. ഇരട്ട പാളികളുള്ള സ്ഥലം ലേബൽ ചെയ്യുക, അത് അടയാളപ്പെടുത്തി വെക്കുക. അടുത്തത് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. ഹരിതകണത്തിലെ ദ്രാവക ഭാഗം, ഹരിതകണത്തിനുള്ളിൽ ദ്രാവക ഭാഗം ഏതാണ്, ആ ദ്രാവക ഭാഗത്തിന്റെ പേര് അത് അടയാളപ്പെടുത്തുക. ഇറ്റ്സ് എ പാക്ക് ഓഫ് മെംബ്രെയിൻ സാക്ക്. സ്തരസഞ്ചികൾ അടുക്കി വെച്ചിരിക്കുന്ന സാധനം, അതെന്താണ് സാധനം? ഗ്രാനയല്ലേ? ഗ്രാനയലസ്. യെസ്, സ്ട്രോമ ഉണ്ട്, ഗ്രാന ഉണ്ട്, നമുക്ക് ഡബിൾ മെംബ്രെയിനും ഉണ്ട് അല്ലെ. ഫിഗർ കാണിച്ചോ മക്കൾ, നോക്കുക. ഇതുപോലെ അടയാളപ്പെടുത്തണം കേട്ടോ. ഇരട്ട പാളിയുള്ള സ്ഥലം, ആ ചുറ്റുമുള്ള രണ്ട് ലൈൻ കൊണ്ടുള്ള ആ ഒരു കവറിങ്, അതാണ് ചുറ്റുമുള്ള കവറിങ്ങിന്റെ പേര്. നമ്മുടെ ഈ പറഞ്ഞ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്, അത് ലേബൽ ചെയ്യണം. ദെൻ ഗ്രാന, ആ ഗ്രൂപ്പ് ഓഫ് തൈലക്കോഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ സ്ട്രോമ എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് പാർട്ട്, അതിനകത്തുള്ള ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ ഫിഗർ ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എഴുതിക്കോളണം കേട്ടോ. സെറ്റ് ആയിട്ട് വരച്ചു വെച്ചോളണം. വരയ്ക്കാൻ സിമ്പിൾ സാധനമല്ല, വരയ്ക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ വരച്ചു വെക്കാൻ പറ്റുന്ന ഫിഗറാ. അടുത്തത് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് ടേമിലെ ചാപ്റ്റർ തന്നെയാണ് ഫുഡ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, ഭക്ഷണം അന്നപഥത്തിൽ. ഇതാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. അതിൽ ആദ്യത്തെ ചോദ്യം തന്നെ വളരെ സിമ്പിൾ ചോദ്യമാണ്. നോക്കിക്കേ എന്താ സിമ്പിൾ ചോദ്യം എന്നുള്ളത്. യെസ് സർ, മൂവ് ചെയ്തോളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. നെയിം ദ ജ്യൂസ് സെക്രീറ്റഡ് ബൈ ദ ലിവർ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസിന്റെ പേരെന്ത്? അത് വേഗം ചാറ്റിലേക്ക് അയച്ചേ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസിന്റെ പേര്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ബൈൽ. ബൈൽ, എല്ലാവരും ബൈൽ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ബൈല് സമ്മതിച്ചു കൊടുക്കാതെ പറ്റില്ല. കാരണം എന്താണ്? ബൈലാണ് കറക്റ്റ് ആൻസർ. കരളിൽ നിന്ന് ഉണ്ടാകുന്ന ജ്യൂസിന്റെ പേര്, ലിവറിൽ നിന്ന് ഉണ്ടാകുന്ന ജ്യൂസിന്റെ പേരാണ് ബൈല്. പിത്തരസം എന്ന് പറയും. ഓക്കെ, പിത്തരസം അഥവാ ബൈൽ എന്ന് പറയും. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അടുത്തൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നോക്കുക നിങ്ങൾ. Read the statement given below and make corrections if any there in the underlined part. Okay, അടിവരയിട്ട ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. എയും ബിയും സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അബ്സോർപ്ഷൻ ഓഫ് സോൾട്ട് ടേക്സ് പ്ലേസ് ത്രൂ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താണ് സാധനം? ലവണങ്ങളുടെ ആഗിരണം നടക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ആണോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണോ? ആണെന്ന് തോന്നണേ അല്ലേ. അടുത്ത നോക്കി, ബി നോക്കിക്കേ. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ടേക്സ് പ്ലേസ് ബൈ ഡിഫ്യൂഷൻ. ചെറുകുടലിലെ ജലത്തിന്റെ ആഗിരണം ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. അത് എനിക്ക് അത്ര സമ്മതിക്കാൻ പറ്റില്ല മക്കളെ. ആദ്യത്തത് തെറ്റില്ല, എ തെറ്റില്ല, എ കറക്റ്റാ. ബി തെറ്റുണ്ട്, ബി തെറ്റുണ്ട്. ഡിഫ്യൂഷൻ വഴിയല്ല നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനകത്ത് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്.
ഡിഫ്യൂഷൻ അല്ല, ഓസ്മോസിസ്. ജാസിന്റെ മെസ്സേജ് കണ്ടു ഞാൻ. ഓസ്മോസിസ് കുറച്ച് പേര് ഓസ് എന്ന് അയച്ചിട്ടുണ്ട്. ഓസ് മാത്രമല്ല മോസിസും കൂടെ പറഞ്ഞോട്ടെ എന്റെ കൂടെ. ഓസ്മോസിസ് ആണ് സാറേ കറക്റ്റ് ചെയ്ത ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തു മക്കളെ. ഇതാണ് കറക്ഷൻ ചെയ്യേണ്ടത് കേട്ടോ. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ടേക്സ് പ്ലേസ് ബൈ ഓസ്മോസിസ്. ചെറുകുടലിലെ ജലത്തിന്റെ ആഗിരണം ഓസ്മോസിസ് വഴിയാണ് നടക്കുന്നത്. ഓസ്മോസിസ് വഴിയാണ് ചെറുകുടലിലെ ജലം ആഗിരണം, വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ദേ വരുന്നു സ്ക്രീനിലേക്ക്. വാട്ട് ഇസ് ദ റോൾ ഓഫ് ബൈൽ ജ്യൂസ് ഇൻ ഡൈജഷൻ? ദഹന പ്രക്രിയയിൽ പിത്തരസത്തിന്റെ പങ്ക് എന്ത്? ബൈൽ ജ്യൂസ് നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ആവുന്നതിൽ എന്താണ് ചെയ്യുന്നത്? എന്താണ് ബൈൽ ജ്യൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ സോ ദെൻ ആൻസറിലേക്ക് പോകും സാർ. ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തു മക്കളെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നമ്മുടെ ബൈൽ ചെയ്യുന്ന കാര്യമാണ് ഡൈജഷനിൽ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ ബൈ ബ്രേക്കിംഗ് ഡൗൺ ഫാറ്റ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് ആൻഡ് മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ. കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നു. ബൈൽ ജ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡൈജഷന് വേണ്ടി സഹായിക്കുന്നു, ഫാറ്റിനെ കൊഴുപ്പിനെ നേരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ ഫുഡിനെ ആൽക്കലൈൻ നേച്ചർ ഒരു ക്ഷാര ഗുണമുള്ളതാക്കിയിട്ട് ആൽക്കലൈൻ ഫുഡ് ആക്കിയിട്ട് മാറ്റുന്നതും ബൈൽ തന്നെയാണ്. സെറ്റ് ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ സാറേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. നോക്കുക, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി ആൻഡ് കരോട്ടിൻ ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ എ ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ഇത് ഇതിന് ഒരെണ്ണേ ശരിയുള്ളൂ, ഇതിനകത്ത് ഒറ്റ ഒരെണ്ണേ ശരിയുള്ളൂ. ഏതാ അത്? പോരട്ടെ, ഡി. യെസ് ആൻസർ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആൻസർ മക്കളെ. ഫോട്ടോ അത് ഞാൻ മറ്റേ ചാപ്റ്ററിൽ നിന്നാണ് ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് കയറി വന്നതേ ഉള്ളൂ. അത് വേറെ ഒന്നുമില്ല. നേരിട്ട് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഒരേ ഒരു വർണ്ണകം, ഒരേ ഒരു പിഗ്മെന്റ് ഉള്ളത് ക്ലോറോഫിൽ എ ആണ്. അതെന്നും ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ക്ലോറോഫിൽ എ മാത്രമാണ് നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്ന ആള്. ഓക്കെ അല്ലേ? ശരിയല്ലേ? ഓക്കെ ദെൻ സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ബൈൽ. മക്കളെ, പിത്തരസവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. The gastric juice secreted by pancreas. Then amylase is the enzyme present in the bile making the food alkaline. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നിയാണ് അമിലേസ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ഇതിൽ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. ഡി എന്ന് പറയാൻ ആകെ 3 ഓപ്ഷനേ ഉള്ളൂ. ABC ഉള്ളൂ. ABCയിൽ ഏതാണ് ശരി? യെസ്, സി എന്നാണ് എല്ലാവരും മെസ്സേജ് വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആൻസർ സി തന്നെയല്ലേ? ബൈൽ മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ. ഭക്ഷണത്തെ പിത്തരസം ഭക്ഷണത്തെ എന്താണ് ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു. പിത്തരസമാണ് അല്ലെങ്കിൽ ബൈലാണ് നമ്മുടെ ഫുഡിനെ ആൽക്കലൈൻ നേച്ചറിലേക്ക് മാറ്റുന്നത്. സെറ്റ് അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എൻസൈം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഫാറ്റ്, കൊഴുപ്പ്, എക്സ് എന്ന് പറയുന്ന എൻസൈം ഗ്ലിസറോൾ പ്ലസ് ഫാറ്റി ആസിഡ് ആക്കി മാറ്റുന്നു. കൊഴുപ്പിനെ എക്സ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആക്കി മാറ്റുന്നു. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് എൻസൈം മെൻഷൻഡ് ആസ് എക്സ്. ഈ എക്സ് എന്ന് ഇവിടെ പ്രതിനിധാനം ചെയ്തിരിക്കുന്ന എൻസൈമിന്റെ പേര് ബൈൽ അല്ല. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന എൻസൈം ഏതാണ്? ഓക്കെ 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 നിള ഇവിടെ ശ്രദ്ധിക്കുക. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നാണ് എല്ലാവരും പറയുന്നത്. പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാധിക പറയുന്നു. ദി ആൻസർ നമുക്ക് നോക്കാം. യെസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്. മക്കളെ ശ്രദ്ധിക്കുക. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഫാറ്റിനെ, കൊഴുപ്പിനെ നേരെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് വിഘടിക്കുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്ത് രണ്ടെണ്ണം ആക്കി വെക്കുന്നത് കേട്ടോ. സെറ്റ് ആണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ദ ആക്ഷൻ ഓഫ് ട്രിപ്സിൻ? ഈ താഴെ പറയുന്നതിൽ ഏതാണ് ട്രിപ്സിന്റെ പ്രവർത്തനം ചോദിച്ചിരിക്കുന്നത്? കൺവേർട്സ് പ്രോട്ടീൻ ഇൻടു പെപ്റ്റോൺസ് പാർഷ്യലി, കൺവേർട്സ് പ്രോട്ടീൻ ഇൻടു ഫാറ്റി ആസിഡ്സ്, കൺവേർട്സ് പ്രോട്ടീൻ ഇൻടു പെപ്റ്റൈഡ്, കൺവേർട്ട് പ്രോട്ടീൻ ഇൻടു അമിനോ ആസിഡ്. പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്നു, പ്രോട്ടീനെ ഫാറ്റി ആസിഡ് ആക്കി മാറ്റുന്നു, പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു, പ്രോട്ടീനിനെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ഇതിൽ ഒരെണ്ണേ ശരിയുള്ളൂ കേട്ടോ. ഒരെണ്ണേ ശരിയുള്ളൂ. പ്രോട്ടീനെ എന്താക്കിയാണ് മാറ്റുന്നത്? ഓക്കെ, ട്രിപ്സിൻ പ്രോട്ടീൻ. യെസ് സാർ, എല്ലാവരും സി ആണ് പറയുന്നത് അല്ലെ? എല്ലാവരും സി പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻസർ നമുക്ക് സി ആണോ നോക്കാം. സി ആണ് ആൻസർ. കൺവേർട്ട് പ്രോട്ടീൻ ഇൻടു പെപ്റ്റൈഡ്സ് കേട്ടോ. പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കിയിട്ടാണ് മാറ്റുന്നത്. ആ ട്രിപ്സിൻ വരുന്നു, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, പെപ്റ്റൈഡിന്റെ ഫോമിലേക്കാണ് പ്രോട്ടീൻ പിന്നീട് കൺവേർട്ട് ആകുന്നത്. പ്രോട്ടീനെ കൺവേർട്ട് ചെയ്യുന്ന പെപ്റ്റൈഡുകളാക്കിയിട്ടാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഒരു മോഡൽ അവിടെ തന്നിട്ടുണ്ട്. ആ മോഡൽ നോക്കിയിട്ട് രണ്ടാമത്തെ മോഡൽ ഫില്ല് ചെയ്യുക അല്ലെ? സ്റ്റാർച്ചിനെ പാൻക്രിയാറ്റിക് അമിലേസ് എന്താക്കി മാറ്റുകയാണ്? മാൽട്ട്
മാൾട്ടേസ് ആക്കി മാറ്റുവാണ്. അന്നജത്തെ പാൻക്രിയാറ്റിക് അമിലേസ് മാൾട്ടേസ് ആക്കി മാറ്റുന്ന ടൈമിൽ പ്രോട്ടീൻ ഡാഷ് പെപ്റ്റൈഡ്, പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ഡാഷ് ആണ്. ദിപ്പ പറഞ്ഞ് അവസാനിപ്പിച്ചുള്ളൂ. വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നതാണ്. പ്രോട്ടീനിനെ ഡാഷ് എന്ന് പറയുന്ന എൻസൈം പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. യെസ് ഇറ്റ് ഈസ് ട്രിപ്സിൻ. ട്രിപ്സിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. TRY ആണ്, TRI അല്ല കേട്ടോ. ട്രിപ്സിൻ എൻസൈം ആണ് കേട്ടോ. ട്രിപ്സിൻ ആണ് പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോടാ, ഓക്കെ ആണെന്ന് കരുതുന്നു. അത് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്കായിട്ടുള്ളത്. ഫുഡ് മൂവ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദി കോൺട്രാക്ഷൻ ആൻഡ് ഓഫ് ദി ഇൻവോളണ്ടറി മസിൽസ് ഇൻ ദി ഈസോഫാഗസ്. ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തുന്നത് അന്നനാളത്തിലൂടെയുള്ള ഒരു തരംഗ രൂപത്തിലുള്ള ഒരു മൂവ്മെന്റ്, ഒരു ചലനം കൊണ്ടാണ് നമ്മുടെ താഴത്തേക്ക് ഫുഡ് ഇറങ്ങി പോകുന്നത്. ഇൻ വിച്ച് നെയിം ദിസ് മൂവ്മെന്റ് ഇസ് നോൺ. ഈ ചലനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ്. ഇതിന്റെ ധർമ്മം, ഈ ചലനത്തിന്റെ പേരിന്റെ ധർമ്മം എഴുതുക. പെരിസ്റ്റാൾസിസ്. എല്ലാവരും എന്താണ് ആൻസർ? പെരിസ്റ്റാൾസിസ് തന്നെ പറയുള്ളൂ. കാരണം എന്താ, നമുക്ക് നല്ല പരിചയമുണ്ട് അല്ലേ. പെരിസ്റ്റാൾസിന്റെ ഫംഗ്ഷൻ നോക്കിക്കേ. ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക് കൺവേർട്സ് ഫുഡ് ഇൻടു എ പേസ്റ്റ് ഫോം. നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ആമാശയത്തില് ശക്തമായ പെരിസ്റ്റാൾസിസ് നടക്കുമ്പോൾ ആഹാരം ഒരു പേസ്റ്റ് രൂപത്തില്, ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ ഈ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് പെരിസ്റ്റാൾസിസ്. അത് സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈസോഫാഗസ് മുതൽ ഇങ്ങനെ ഫുഡ് ഒരു വേവി movement, or rhythmic contraction and relaxation of the muscles present in the inner wall of the esophagus. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ ആണ് മക്കളെ. ഇതിനകത്ത് ABCD എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ABCD. A ഈസോഫാഗസ്, B ലിവർ, C സ്റ്റൊമക്ക്, D റെക്ടം. ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ കണ്ടുപിടിച്ചായിരുന്നോ? ട്രക്കിയോ? ഒറ്റ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ട്രക്കിയേ, അത് റെസ്പിറേറ്ററി സിസ്റ്റത്തില്. ഓക്കെ, ട്രക്കിയ റെസ്പിറേറ്ററി സിസ്റ്റത്തിലല്ലേ മക്കളെ. ഈസോഫാഗസ്, ഇവിടുന്ന് ഫുഡ് ഇറങ്ങി പോകുന്ന ഈസോഫാഗസ് അന്നനാളം, ലിവർ കരള്, അത് കഴിഞ്ഞ് സ്റ്റൊമക്ക് ആമാശയം, ദെൻ റെക്ടം, ഓക്കെ മലാശയം. ഈ 4 ഭാഗങ്ങളാണ് അവിടെ മാർക്ക് ചെയ്തിരുന്നത്. അടുത്തതും ഒരു ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കുക ഫിഗർ എന്താണെന്നുള്ളത്. വേഗം നോക്കിക്കോ ക്വസ്റ്റ്യൻ നോക്കിക്കോ. A, B എന്ന് പറഞ്ഞിട്ട് 2 സാധനം മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. Yes. Redraw the diagram and label the parts that functions given below. ആ പിക്ചർ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? എടുത്തങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, എടുത്ത് വരയ്ക്കുക. എന്നിട്ട് അവിടെ പറയുന്ന എയും ബിയും 2 ഫംഗ്ഷൻസ് ആണ്. ആ ഫംഗ്ഷൻ ചെയ്യുന്ന ഭാഗങ്ങൾ അതിൽ ലേബൽ ചെയ്യണം. എ എന്താ നോക്കിക്കേ. പാർട്സ് വിച്ച് അബ്സോർബ് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ്. ഗ്ലൂക്കോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഇതിൽ ഏതാണ്? വില്ലസ്. എടാ, വില്ലസിനകത്ത് വില്ലസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വില്ലസിനകത്ത് എയും ബിയും അടയാളപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ? അതാണ് ചോദിക്കുന്നത്. എ എന്ന് പറയുന്ന ഭാഗം ഗ്ലൂക്കോസിനെ അമിനോ ആസിഡിനെ ബ്ലഡിലേക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നു, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ആളാണ്. പാർട്ട് വിച്ച് അബ്സോർബ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്ന ഒരാളും ഇതിനകത്തുണ്ട്, അയാളെ ലേബൽ ചെയ്യുക. ലാക്ടിയല്, ബ്ലഡ് കാപ്പിലറീസ്. കറക്റ്റാ. ഇത് നോക്കി ഫിഗർ നോക്കി ആൻസർ കാണിച്ചു സർ. ഓക്കെ, ആൻസറിൽ ഫിഗർ നോക്കുക മക്കള്. കണ്ടോ, രക്തലോമികൾ, ബ്ലഡ് കാപ്പിലറീസ് ആണ് നമുക്ക് ഇവിടെ എ പറഞ്ഞത്. കണ്ടോ, രക്തലോമികളാണ് എ മാർക്ക് ചെയ്യേണ്ടത്. ബി ലാക്ടിയൽ കേട്ടോ. ലാക്ടിയൽ ആണ് നമ്മുടെ ഈ പറയുന്ന ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫാറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ലാക്ടിയൽ ആയിരിക്കും. അപ്പോൾ ലാക്ടിയലും ബ്ലഡ് കാപ്പിലറീസും ഒന്ന് ലേബൽ ചെയ്യാൻ പഠിച്ചേക്കാം നമ്മുടെ വില്ലസിന്റെ സ്ട്രക്ചറിനകത്ത്. അടുത്തത് പല്ലി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ടീത്തിന്റെ ക്വസ്റ്റ്യൻ. ഡയഗ്രാം ഓഫ് എ ഹ്യൂമൻ ടീത്ത് ഇസ് ഗിവൺ. മനുഷ്യനിലെ പല്ലിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് ഗിവൺ ബിലോ. ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, എടുത്ത് വരയ്ക്കണം. നല്ല എളുപ്പമാണല്ലോ വരയ്ക്കാൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഹാർഡസ്റ്റ് പാർട്ട്. പല്ലിന്റെ മൃദുവായ യോജക കല അടയാളപ്പെടുത്തുക. ഏതാണെന്ന്, ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണെന്ന് അടയാളപ്പെടുത്തുക. യെസ്, പൾപ്പ്. ഒരാൾ പൾപ്പ് എന്ന് അയച്ചു കഴിഞ്ഞു. പൾപ്പ് നമുക്ക് വേണമെങ്കിൽ എ ആയിട്ട് പറയാം അല്ലെ. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ പൾപ്പ്. ഇനി ബിയോ, ഹാർഡസ്റ്റ് പാർട്ട്, കടുപ്പമേറിയ ഭാഗം, ഇനാമൽ. ഓക്കെ, സെറ്റ്, ഒരു പ്രശ്നമില്ല. അതേ ആൻസർ നോക്കിക്കോ. ഇനാമൽ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ നോ വറീസ്, അത് ഇങ്ങനെ തന്നെ വരച്ചു വെക്കുക, പാർട്സ് ലേബൽ ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. യെസ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻസ്. വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകൾ, നമുക്ക് 4 പല്ലുകളിലുള്ളത്. ആ പല്ലുകൾ ഏതൊക്കെയാണെന്ന് പറയുക, അതിന്റെ ധർമ്മങ്ങൾ വിശദീകരിക്കുക. ഓക്കെ, ധർമ്മങ്ങളിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. പല്ലിന്റെ പേര്, 4 പല്ലുണ്ട്, 4 പല്ലിന്റെ പേര് പറയാ, പല്ലിന്റെ ഫംഗ്ഷൻസ്, ധർമ്മങ്ങൾ, ഓരോന്നും ചെയ്യുന്ന ഡ്യൂട്ടീസ്, ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് വെക്കാം. നമുക്ക് നോക്കാം 4
നാല് പല്ലുകൾ ഏതൊക്കെയാണ്? യെസ്, ഇൻസിസർ, കാനൈൻ, പ്രീമോളാർ, മോളാർ. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം, നാല് പല്ലുകളാണ് നമുക്കുള്ളത്. അതിൽ ഇൻസിസർ ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ്, ഹെൽപ്സ് ടു ടിയറിംഗ് ദ ഫുഡ്, ഫുഡ് കടിച്ചു പറിക്കാനായിട്ട്, ചവച്ചരയ്ക്കാനായിട്ട്, കട്ട് ചെയ്ത് മുറിക്കാനായിട്ട്, ദെൻ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പല്ലിന്റെ പോർഷൻ പഠിക്കുമ്പോൾ നാല് പല്ലുകളുടെ പേര്, നാല് ടീത്തിന്റെ പേരും ആ നാല് പല്ലിന്റെ റോൾ, ഫംഗ്ഷൻ എന്താന്നുള്ള കാര്യം കൂടെ നോക്കിയിട്ട് എക്സാമിന് പോവാ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്റെ മക്കൾ നോക്കിക്കോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിനകത്ത് ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പ്രോസസ് മെൻഷൻഡ് ഇൻ എ ആൻഡ് ബി. എ, ബി എന്ന് പറഞ്ഞ രണ്ട് ചിത്രങ്ങളെ കൊടുത്തിരിക്കുന്നത്. എയിലും ബിയിലും കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഹൗ വിൽ ഡിഫറൻസ് അതായത് ഈ പ്രക്രിയകൾ രണ്ടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും എന്താന്ന് പേര് പറയാ, ഈ എയും ബിയും പരസ്പരം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഹൗ വിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഡിഫർ ഫ്രം ദി പ്രോസസ് മെൻഷൻഡ് അബോ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആണോ? ശരിക്കും നോക്കിക്കേ, എ എന്താണെന്ന് ഒന്ന് ശരിക്കും നോക്കിക്കേ. എ അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടോ എന്ന് നോക്കിക്കേ, ശരിക്കും നോക്കിയേ, സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, അർദ്ധധാര സ്തരം അവിടെ കാണുന്നുണ്ട്. യെസ്, ഒരാൾ പോലും അതിന്റെ ഉത്തരം അയച്ചിട്ടില്ല. ഓസ്മോസിസ് ഒരാൾ അയച്ചിട്ടുണ്ട് മക്കളെ. എ എന്ന് കാണിച്ചിരിക്കുന്ന ഓസ്മോസിസും ബി എന്ന് കാണിച്ചിരിക്കുന്ന ഡിഫ്യൂഷൻ അല്ലേ. കോൺസെൻട്രേഷൻ കൂടിയ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ, ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് പാർട്ടിക്കിൾസ്, ആ ഒരു സാധനങ്ങളൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ, കണികകളൊക്കെ മൂവ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഓസ്മോസിസും ഡിഫ്യൂഷനും ആണെന്ന് എന്ത് ചെയ്യാൻ തിരിച്ചറിയാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി അതിന്റെ ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത്. സാർ ആൻസർ ഒന്ന് കാണിച്ചോ മക്കളെ. അതിന്റെ ഡിഫറൻസ് ഒന്ന് ശരിക്കും നോക്കിക്കടാ. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് നെസസറി ഫോർ ഓസ്മോസിസ്. കണ്ടോ മക്കളെ, ഓസ്മോസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ അത്യാവശ്യമാണ്. കണ്ടോ, ഓസ്മോസിസ് നടക്കുന്നതിന് അർദ്ധധാര സ്തരം അവിടെ ആവശ്യമാണ്. ദെൻ ഡിഫ്യൂഷൻ ക്യാൻ ഓൾസോ ടേക്സ് പ്ലേസ് വിതൗട്ട് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. കണ്ടോ, ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അർദ്ധധാര സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ചില സന്ദർഭങ്ങളിൽ ഗാഢതാ ക്രമത്തിന് വിപരീതമായിട്ടും ആഗിരണം നടക്കാറുണ്ട്. ഓക്കെ, ആഗിരണം നടക്കാറുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്തൊരു സിമ്പിൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോട്ടോ ആണ്. ഈ ഫോട്ടോ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ സാധനം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കുറെ ഫിംഗേഴ്സ് പോലെ, ഇങ്ങനെ നമ്മുടെ വിരലുകൾ പോലെ ഇരിക്കുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അതിന്റെ പേരെന്താണ്? വില്ലസ് എന്ന് പറയാം, വില്ല എന്ന് പറയാം അല്ലെ. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എ. എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണെന്ന് തിരിച്ചറിയാം. അതാണ് ആദ്യത്തെ ചോദ്യം. ബി നോക്കിക്കേ, ഹൗ ഡസ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് പാർട്ട് ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ. ഈ ഭാഗത്തിന്റെ ഘടന ആഗിരണ പ്രക്രിയയെ എങ്ങനെയാണ് സഹായിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ ആഗിരണ പ്രക്രിയ, അബ്സോർപ്ഷൻ പ്രോസസിനെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. വിച്ച് ആർ ദ ന്യൂട്രിയൻസ് അബ്സോർബ് ടു ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, ഇതിനകത്തുള്ള രക്തലോമികകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? യെസ്, വില്ലസ് എല്ലാവരും തിരിച്ചറിഞ്ഞു. ബാക്കി രണ്ട് ആൻസർ ചെറിയൊരു തപ്പിത്തടയിൽ ഉണ്ടാകും. സാർ അതിന്റെ ആൻസർ കാണിച്ചു തരാം. നോക്കിക്കേ, ഇതിനകത്ത് ആദ്യത്തെ കിട്ടി വില്ലയാണ്. ഇനി വില്ലയെ എങ്ങനെയാണ് അബ്സോർപ്ഷൻ റേറ്റ്, ആഗിരണം കൂട്ടാൻ അല്ലെങ്കിൽ ആഗിരണത്തിന്റെ റേറ്റിനെ എങ്ങനെയാണ്, അബ്സോർപ്ഷൻ റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നത് നോക്കുക. വില്ലൈ ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് വിത്തിൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെ. വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. അത് ഒറ്റനിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ് ലോമികളും ലാക്ടേലുകളും കാണപ്പെടുന്നുണ്ട്. പോഷക ഘടകങ്ങളുടെ ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് ഈ വില്ലസിനകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, വില്ലസ് ആണ് ഈ സാധനങ്ങളൊക്കെ അകത്തേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് എന്തൊക്കെയാണ് അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഈ സാധനങ്ങളാണ് വില്ലസ് അകത്തേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണ് സാറേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് മക്കളെ. മൗത്ത്, വായയിലുള്ള ഏതോ ഒരു ഗ്രന്ഥിയാണ് കാണിച്ചേക്കണേ. എക്സ്. ഐഡന്റിഫൈ ദ പാർട്ട് മെൻഷൻഡ് ആസ് എ. ഓക്കെ, എ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം തിരിച്ചറിയുക. Then write the functions of the mucus and enzyme like salivary amylase and lysozyme present in saliva. അതായത് ശ്ലേഷ്മം, ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള എന്താ പറയാ രാസാഗ്നികളായിട്ടുള്ള സലൈവറി അമിലേസ്, ലൈസോസൈം എന്നിവയുടെ ധർമ്മങ്ങൾ എഴുതുക. സലൈവറി ഗ്ലാൻഡ് എ കിട്ടി നമുക്ക്. സലൈവറി ഗ്ലാൻഡ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. ഇനി നമ്മുടെ സലൈവറി അമിലേസ് അതുപോലെ തന്നെ നമ്മുടെ ലൈസോസൈമിന്റെ ഒക്കെ ധർമ്മം, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ലൈസോസൈമും അതുപോലെ സലൈവറി അമിലേസിന്റെയും ഫങ്ഷൻ, ധർമ്മം നോക്കാം. റിസ്വാൻ, ആലുവ, ന്യൂട്ടൺസ്. ഓക്കെ, ആലുവന്ന് റിസ്വാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. റിസ്വാനെ മനസ്സിലായടാ നിന്നെ എനിക്ക്.
എനിക്ക് പാവം, അവൻ എന്നും ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് കൈ കിട്ടാറുണ്ട്. പാവമാണ് അവൻ, അല്ലൊരു മിടുക്കനാണ്. ഓക്കെ, യെസ്, ആൻസർ നോക്കാടാ. ഓക്കെ, യെസ് മക്കളെ, ബി പാർട്ട് നോക്കിക്കടാ. മ്യൂക്കസ് മേക്സ് ദ ഫുഡ് സ്ലൈമി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി swallowed. നമുക്ക് then lysosome helps to destroy the germs that enter the body through food. Then salivary amylase partially converts starch into maltose. ശ്ലേഷ്മം അല്ലെ, അതാണ് മ്യൂക്കസ്. ശ്ലേഷ്മം ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തില് വഴുവഴുപ്പുള്ളതാക്കി തരുന്നു. ലൈസോസൈം എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ദെൻ സലൈവറി അമിലേസ് എന്താ ചെയ്യുന്നത്? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. ഇതാണ് ഇവർ മൂന്നുപേരും ചെയ്യുന്ന റോള്. ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ്. സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ സെൽ, ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കൾക്ക് ഈ സ്ക്രീനിലേക്ക് വരാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ? പ്ലാസ്മ പ്രോട്ടീനുകളുടെ ധർമ്മം അല്ലാത്തവ തിരിച്ചറിയുക. ഇതിൽ ഏതോ ഒരു ഫംഗ്ഷൻ പ്ലാസ്മ പ്രോട്ടീൻ ചെയ്യുന്നില്ല. അത് ഏതാണ്? റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ ആണോ? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണോ? സിന്തസിസ് ഓഫ് ആന്റിബോഡീസ് ആണോ? അതുപോലെ ബ്ലഡ് ക്ലോട്ടിംഗ് ആണോ? രക്തസമ്മർദ്ദം ക്രമീകരിക്കൽ, ഓക്സിജൻ സംവഹനം, ആന്റിബോഡി നിർമ്മിക്കൽ, രക്തം കട്ടപിടിക്കൽ. ഇതിൽ ഏതോ ഒരെണ്ണം പ്ലാസ്മ പ്രോട്ടീൻ ചെയ്യുന്നില്ല. അത് ഏതാണ്? പ്ലാസ്മ പ്രോട്ടീൻ ചെയ്യാത്ത ഫംഗ്ഷൻ ഏതാണ്? പോരട്ടെ പോരട്ടെ പോരട്ടെ, ആൻസർ പോന്നോട്ടെ. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലെ, ഓക്സിജന്റെ സംവഹനം എന്നാണ് പറയുന്നത്. സർ ആൻസർ നോ ഡൗട്ട് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജന്റെ സംവഹനമാണ് അവർ ചെയ്യാത്തത്. അടുത്തത് നോക്കിക്കേ, കണ്ട് നല്ല പരിചയം കാണുമായിരിക്കും. ഓക്കെ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ബ്ലഡ് വെസൽസ്. ചിത്രം തിരിച്ചറിഞ്ഞ് രക്തക്കുഴലിന്റെ പേര് എഴുതുക. വാൽവ് ഉള്ള ഒരേ ഒരു ബ്ലഡ് വെസലെ നമുക്ക് പഠിക്കാനുള്ളൂ. വാൽവ് ഉള്ള ഒരേ ഒരു ബ്ലഡ് വെസൽ. സാറേ സാറേ ആരാണ്? രാജു ശ്രീലക്ഷ്മി സാറേ സാറേ അനുഗ്രഹിച്ചതാണോ അത്? വെയിൻ. വെയിൻ ആണെന്ന് പറയുന്നത് എല്ലാവരും വെയിൻ ആണ് മക്കളെ, കറക്റ്റ് ആണ്. വെയിൻസ് അല്ലെങ്കിൽ സിര എന്ന് മലയാളത്തിൽ പറയും. വെയിൻ അല്ലെങ്കിൽ സിര, ഇതിനാണ് വാൽവ് ഉള്ള ഏക ബ്ലഡ് വെസൽ കേട്ടോ. ഏക രക്തം ഒഴുകി പോകുന്ന കുഴല്, രക്തക്കുഴൽ എന്ന് പറയുന്നത് ഈ പറയുന്ന സിരകളാണ്. ഓക്കെ, വെയിൻസ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, അത് ശ്രദ്ധിച്ചോ. ആ എന്റെ ദൈവമേ, സാറേന്നല്ല, അത് സിര കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു അനുഗ്രഹം. സിരയുണ്ട്, രണ്ട് കൈ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഡൗട്ട് വന്നത് എനിക്ക് കേട്ടോ. ഞാൻ വിചാരിച്ച സാറേന്ന് വിളിച്ചിട്ട് എനിക്ക് അനുഗ്രഹം തന്നാണെന്ന്. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. ഡിഫൈൻ ട്രാൻസ്പിറേഷൻ. സസ്യശ്വേതനം എന്താണെന്ന് വിശദമാക്കുക. സസ്യശ്വേതനം എന്താണ്, അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഇസ് ട്രാൻസ്പിറേഷൻ? ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ. സോറി, അത് സോറിയുടെ ആവശ്യമൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച സാറേന്ന് വിളിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. സ്ഥിരാതിരി കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ സസ്യശ്വേതനം അഥവാ അതെ എക്സ്പ്ലനേഷൻ സാർ കാണിച്ചു തരാം. ട്രാൻസ്പിറേഷന്റെ ഇതാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് മൂവ് ഓൺ. Okay, the expel of water from the leaves through the stomata by evaporation. മക്കളെ, ഇലകളിൽ നിന്ന് ബാഷ്പീകരണം മൂലം ജലം മീൻസ് നീരാവിയുടെ രൂപത്തിൽ വാട്ടർ വേപ്പറിന്റെ ഫോമിൽ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയാ? യെസ്, ട്രാൻസ്പിറേഷൻ അഥവാ എന്ത്? സസ്യശ്വേതനം എന്ന് പറയാ. ഓക്കെ, സാറിന് ദൈവം അനുഗ്രഹിക്കും. നോബൽ പറയുന്നുണ്ട് സാറിന് ദൈവം അനുഗ്രഹിക്കുന്നേടാ, എന്നെ മാത്രമേ, നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫിസിക്സോ? ആരത്? മുംതാസ്. ഫിസിക്സ് ഒക്കെ പരീക്ഷ കഴിഞ്ഞാലേ സാറേ? അല്ല സാർ, നാളെ എക്സാം ഹാർഡ് ആവുമോ? നാളെ എക്സാം ഹാർഡ് ആവാതിരിക്കാനല്ലേ നമ്മൾ ഇന്ന് കുറച്ച് സിമ്പിൾ ആയിട്ട് നോക്കുന്നത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ എക്സാം ഹാർഡൊന്നും ആയിരിക്കത്തില്ല, സിമ്പിൾ ആയിരിക്കും, നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നോക്കിക്കേ. ഇതെന്തായാലും നാളത്തെ എക്സാമിന് വരും കേട്ടോ, പേടിക്കണ്ട. നെയിം ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യ ഹൃദയത്തിന്റെ പുറമെയുള്ള ആവരണത്തിന്റെ പേര് എന്താണ്? പുറമെ മനുഷ്യന്റെ ഹൃദയം, ഹാർട്ടിനെ പ്രൊട്ടക്ട് ഒരു കവർ ഉണ്ട്. കവറിന്റെ പേര് പോരട്ടെ. എക്സാം സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഡെബിൻ. ഡെബിൻ ആണോ ഡെറിൻ ആണോ? ഡെറിൻ. ഇന്ന് രാവിലെ കണ്ട ഡെറിൻ തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കാം. ഇന്ന് രാവിലെ ഞാൻ ഡെറിനോടൊക്കെ പോകുന്നത് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, പെരിക്കാർഡിയം. ഓക്കെ, കുറച്ച് പേര് പാരമീസിയോ എന്നൊക്കെ അയച്ചിട്ടുണ്ട്. പാരമീസിയോ അല്ല, പെരിക്കാർഡിയം ആണ് കേട്ടോ. വാക്ക് എന്തെങ്കിലും ആണെന്ന് ചേർത്തിട്ട് അതൊക്കെ എഴുതി വെച്ചേക്കല്ലേ കേട്ടോ. ആ ഹാർട്ടിന്, ഹൃദയത്തെ കവർ ചെയ്തിട്ടുള്ള സാധനത്തിന്റെ പേരാണ് പെരിക്കാർഡിയം. അതുപോലെ നമ്മുടെ ലങ്സിന്, ശ്വാസകോശത്തിന് പൊതിഞ്ഞിട്ടൊരു സാധനമില്ലേ, പ്ലൂറ ഇല്ലേ? അപ്പൊ ഇത് പെരിക്കാർഡിയം, ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പെരിക്കാർഡിയം ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. നെയിം ദ ബ്ലഡ് വെസൽ. തന്നിരിക്കും താഴെ പറഞ്ഞ രക്തക്കുഴലുകളുടെ പേര് എഴുതുക. ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ടേക്സ് പ്ലേസ്. പദാർത്ഥ സംവഹനം ഇതിലൂടെ നടക്കുന്നു. ഏതിലൂടെ നടക്കുന്നു? വിച്ച് ഹാസ് വാൽവ്. അതിൽ വാൽവ് ഉണ്ട്. അതിൽ വാൽവ് ഉണ്ട്. എയും ബിയും ഏതാണ്? എയും ബിയും ഏതിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? എ ഒരെണ്ണം വേറെയാണ്, ബി വരുന്നത് വേറെയാണ്. അപ്പൊ എയും ബിയും ഏതാണ്? ഒന്ന് ക്യാപ്പില്ലറീസോ, രണ്ട്
വെയിനിൽ നിന്ന് അയക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രണ്ടും ബ്രാക്കറ്റിൽ രണ്ടെണ്ണം തന്നിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അത് ഞാൻ ബ്രാക്കറ്റ് എടുത്ത് കളഞ്ഞതാണ്. സാർ ഞാൻ ആൻസർ കാണിച്ചു കൊടുത്തേ. മക്കൾ ഇതിനകത്ത് ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്ന രണ്ടെണ്ണം ഇതാണ്. പൾമണറി ആർട്ടറിയും സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ ആയിരുന്നു കേട്ടോ. ഊർദ്ധ മഹാസിര അഥവാ മഹാസിര തന്നെ ശ്വാസകോശ ധമനിയാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറഞ്ഞ് ബ്രാക്കറ്റിൽ തന്നാൽ അതിൽ നിന്ന് മാത്രം എടുത്ത് എഴുതുക കേട്ടോ. അല്ലാതെ ജനറലൈസ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ വാൽവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് സിരകൾ എഴുതാം അല്ലെ, വെയിൻസ് എഴുതാം. വാൽവുകൾ ഇല്ലാന്ന് പറയുമ്പോൾ ആ രീതിയിൽ കാപ്പിലറീസ് ആണോ അല്ലെങ്കിൽ ലോമികകളാണോ എന്നുള്ള കാര്യമൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് എഴുതാം. പ്രശ്നമൊന്നുമില്ല. യെസ് സർ. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ കാണിക്കണ്ട സാർ, ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു കൊടുത്തോ. മക്കളെ എടാ നിങ്ങളുടെ ബുക്കിനകത്ത് വാൽവുകൾ ഉള്ളതും അതുപോലെ തന്നെ ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ടേക്സ് പ്ലേസ്, ഈ പറയുന്ന പദാർത്ഥ സംവഹനം നടക്കുന്നതുമായിട്ടുള്ള രക്തക്കുഴലുകളുണ്ട്. അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് അത് ആ ക്വസ്റ്റ്യൻ ചോദിച്ച വർഷത്തിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരുന്ന രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് പൾമോണറി ആർട്ടറി ശ്വാസകോശ ധമനി അതുപോലെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ ആയിരുന്നു. ഊർദ്ധ മഹാസിരയും അഥോ മഹാസിരയും കൊടുത്തിരുന്ന ഓപ്ഷൻ ആയിട്ട്. പക്ഷെ അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ അതത്ര പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ജനറലൈസ് ചെയ്താണ് ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? കാപ്പിലറീസും വെയിനും എഴുതാം. ഓക്കെ, ലോമികകളും അതുപോലെ തന്നെ സിരകളും അതിന്റെ ആൻസർ ആയിട്ട് എഴുതി വെക്കാം. പ്രശ്നമൊന്നുമില്ല. ജനറലൈസ് ചെയ്താണ് ചോദിക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏറെയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചൂസ് ചെയ്ത് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് മക്കളെ. വാട്ട് ഈസ് മീൻ ബൈ സിസ്റ്റോളിക് ആൻഡ് ഡയാസ്റ്റോളിക് പ്രഷർ? സിസ്റ്റോളിക് പ്രഷർ, ഡയാസ്റ്റോളിക് പ്രഷർ എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? സിസ്റ്റോളിക്കും ഡയാസ്റ്റോളിക്കും പ്രഷർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓക്കെ സാർ, ആൻസർ കാണിച്ചു. ഇത് എക്സ്പ്ലനേഷൻ ഉള്ള ആൻസർ ആണ് മക്കളെ. ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദ എക്സസ് ബ്ലഡ് ടു ദ വാൾസ് ഓഫ് ദി ആർട്ടറീസ് ഇൻ സിസ്റ്റോളിക് പ്രഷർ, എ ലോ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് ഇസ് കോൾഡ് ഡയാസ്റ്റോളിക് പ്രഷർ. മക്കളെ, സിസ്റ്റോളിക് പ്രഷർ ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലൂടെ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം നമ്മുടെ ധമനി ഭിത്തികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയാസ്റ്റോളിക് പ്രഷർ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയാസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷറും ഡയാസ്റ്റോളിക് പ്രഷറും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. സിസ്റ്റോളിക് പ്രഷറും ഡയാസ്റ്റോളിക് പ്രഷറും വേഗം പഠിച്ചു വെച്ചു, നോട്ട് ചെയ്തിട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി പര്യനവും സിസ്റ്റമിക് പര്യനവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. പൾമോണറി ആൻഡ് സിസ്റ്റമിക്. ദേ നോക്കിക്കോ, ഒരു വ്യത്യാസം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ നോക്കുക നിങ്ങൾ. യെസ്, പൾമോണറി സർക്കുലേഷൻ നോക്കിക്കോ. പൾമോണറി പര്യനത്തിനകത്ത് വരുന്നത് ബ്ലഡ് സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ദി ലങ്സ്. ഹൃദയത്തിനും അതുപോലെ ശ്വാസകോശത്തിനും ഇടയിലുള്ള രക്തപര്യനമാണ് പൾമോണറി സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ, സിസ്റ്റമിക് പര്യനം എന്ന് പറയുന്നത് സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ഹൃദയത്തിനും വിവിധ ശരീരഭാഗങ്ങൾക്കിടയിലുമാണ് രക്തപര്യനത്തിനെയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ വേഗം നോട്ട് ചെയ്ത് വെച്ചോ. സാർ ഒരു പാട്ട് പാടുമോ? എന്റെ എന്തേ ഈ നേരത്താണോടെ പാട്ട് പറയാൻ? നമുക്ക് 4-5 ചാപ്റ്റർ തീർക്കാനില്ലേ? അത് തീർക്കണ്ടേ നമുക്ക്? യെസ്, ഒരു 9 മണിക്കുള്ള എന്തായാലും എല്ലാവരും പറഞ്ഞു വിടണ്ടല്ലേ? ഓക്കെ സാർ, ആന്റണി സാർ വരില്ല. ആന്റണി സാർ ഇല്ല. ആന്റണി സാർ ഔട്ട് ഓഫ് റേഞ്ച് ആണ്, ഔട്ട് ഓഫ് കവറേജ് ഏരിയയിൽ പോയേക്കാണ്. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുമായിരിക്കാം. ഓക്കെ സാർ ഇപ്പൊ ഇവിടെ ഇല്ലടാ, സാറിന് എന്തായാലും വരില്ല. ദെൻ സാർ നെക്സ്റ്റ് ഒബ്സർവ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഷോൺ ബിലോ. തന്നിരിക്കുന്ന എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നോക്കുക. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന പരീക്ഷണ സംവിധാനം നിരീക്ഷിക്കുക. വിച്ച് ഇസ് ദ പ്രോസസ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ബാഗ് ദാറ്റ് കവേർഡ് ദ പ്ലാന്റ്സ് ഇൻ ദ എക്സ്പെരിമെന്റ്. പരീക്ഷണത്തിൽ ചെടിയെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കവറിൽ ജലത്തുള്ളികൾ കാണാൻ കാരണമായ പ്രക്രിയ ഏത്? ആ പ്രോസസിന്റെ പേരെന്താണ്? ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്സ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ത്രൂ ദ സ്റ്റെം. ഈ പ്രക്രിയ കാണ്ഡത്തിലൂടെയുള്ള ജലസംവഹനത്തെ സഹായിക്കുന്നത് എങ്ങനെ? പോരട്ടെ, ട്രാൻസ്പോർട്ടേഷൻ അല്ല, ട്രാൻസ്പിറേഷൻ ആണ്. ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസ്വേദനം. ട്രാൻസ്പോർട്ടേഷൻ എഴുതരുത്, ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസ്വേദനമാണ് അതിന്റെ ആൻസർ. വാട്ടർ is lost from the intercellular spaces of the leaves through the stomata by transpiration. It reduces the pressure in the cell of the leaves. Then in order to compensate this pressure difference, water enters these cells from adjacent cells through osmosis. The transpiration pull develops due to the transpiration helps to carry water to height. അതായത് ഈ ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ താഴെ കിടക്കുന്ന വെള്ളം മുകളിലേക്ക് എത്താനായിട്ട് ഇത് എങ്ങനെ സഹായിക്കുന്നത് നോക്കിക്കേ. സസ്യസ്വേദനം വഴി ഇലകളിലെ കോശാന്തര സ്ഥലങ്ങളിൽ നിന്നിട്ട് എന്താണ് ആസ്യരന്ധ്രങ്ങളിലൂടെ ജലം നഷ്ടമാകുന്നു. ഇത് ഇലകളിലെ കോശങ്ങളിലെ മർദ്ദം കുറയ്ക്കുകയും ഈ മർദ്ദ വ്യത്യാസം പരിഹരിക്കുന്നതിനായിട്ട് പ്രസ്തുത കോശങ്ങളിലേക്ക് സമീപ കോശങ്ങളിൽ നിന്ന് ഓസ്മോസിസിലൂടെ ജലം പ്രവേശിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന വലിവ് വളരെ ഉയരങ്ങളിലേക്ക് ജലം എത്താനായിട്ട് സഹായിക്കുന്നു. മുകളിൽ നിന്ന് ഒരു വലിവ് അങ്ങോട്ട് വരും. ഓക്കെ, ഹായ്, ഞാൻ ഉദ്ദേശിച്ചത് സാർ എന്താണ് സാർ? തെറ്റിപ്പോയി. ട്രാൻസ്പിറേഷൻ ഓക്കെ സാർ. ഓക്കെ അല്ലേ?
പ്രശ്നമൊന്നും ഇല്ലാന്ന് കരുതുന്നുണ്ട്. ദെൻ അടുത്തത് നിങ്ങൾ നോക്കുക. സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോ മക്കളെ നോക്കുക. സൈലം ആൻഡ് ഫ്ലോയം ആർ വെൽ സ്യൂട്ടഡ് ഫോർ ദ ഫംഗ്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് റെസ്പെക്റ്റീവ്ലി. അതായത് മക്കളെ സൈലം ഫ്ലോയം എന്നിവ യഥാക്രമം ജലത്തിന്റെയും ഭക്ഷണത്തിന്റെയും സംവഹനത്തിന് അനുയോജ്യമാണ്. അത് വിശദമാക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിശദമാക്കുക. എങ്ങനെ വിശദമാക്കും? സൈലം ഫ്ലോയം എന്താ സഹായിക്കുന്നത്? അല്ലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അതിന്റെ ആൻസർ ആണത് ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. സൈലം ഇൻക്ലൂഡ്സ് മെയിൻലി ദ ട്രക്കീറ്റ്സ് ആൻഡ് ലോങ് പൈപ്സ് ലൈക്ക് വെസൽസ്. ഫ്ലോയം ഇൻക്ലൂഡ് മെയിൻലി ദ സീവ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽസ്. അല്ലെ സൈലത്തിലെ മാതൃകോശങ്ങളായ ട്രക്കീഡുകളിലൂടെയും അതുപോലെ വെസലുകളിലൂടെയുമാണ് ജലത്തിന്റെ സംവഹനം നടക്കുന്നതെങ്കിൽ ഫ്ലോയത്തിൽ എന്ന് പറയുമ്പോൾ മുഖ്യ ഭാഗമായ സീവ് നാളികളിലൂടെ അതുപോലെ തന്നെ സുക്രോസിന്റെ രൂപത്തിലാണ് ആഹാര സംവഹനം നടക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ രീതിയിൽ ആഹാരത്തിനെയും അതുപോലെ ജലത്തിനെയും ലവണങ്ങളെയും നമ്മുടെ ഈ പറയുന്ന വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് വേഗം കുറച്ച് ഫയർ ഇട്ടേ നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് വേഗം കുറച്ച് ഫയർ അങ്ങോട്ട് വാരിയിടാം. തീയിട്ടോളൂ. പോരട്ടെ. ഓക്കെ ദേ അപ്പം നമ്മൾ പതിയെ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദേ സ്ക്രീനിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കാം മക്കള്. Following are the characteristics of blood vessels. Classify them as given in the table. അതായത് ഇവിടെ ആർട്ടറീസ്, വെയിൻസ്, ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞ് 3 കോളം കൊടുത്തിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന കുറച്ച് ഒരു ABCDEF ഉണ്ട്. ഇതിലെല്ലാവരെയും എന്താണ് ഈ ബോക്സിൽ ആർട്ടറീസിൽ വരുന്ന പോയിന്റ്, വെയിനിൽ വരുന്ന പോയിന്റ്, ക്യാപ്പിലറീസിൽ വരുന്ന പോയിന്റ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായിട്ട് ആ ബോക്സിനകത്തേക്ക് എടുത്ത് നിരത്തി വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ മലയാളം ക്വസ്റ്റ്യൻ ഒന്ന് കൊടുത്തോ. കാരണം മക്കളെ ധമനി, സിര, ലോമികകൾ ഇതിനെ നേരെ ഇതിനകത്തോട്ട് ക്ലാസിഫൈ ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. എൻ്റെ മക്കൾ പഠിക്കേണ്ടത് ലൈക്ക് നമ്മുടെ സിരകളിലെ, ധമനികളിലെയും ലോമികകളിലെയും ക്യാപ്പിലറീസ്, വെയിൻസ് അതുപോലെ തന്നെ ആർട്ടറീസിന്റെ അകത്ത് വരുന്ന പോയിന്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഓരോന്നും ഇതിനകത്ത് ഈ പെട്ടിയിൽ ഏതിനകത്ത് താഴെയാണ് വരുന്നത് എന്നുള്ളതാണ് ചെയ്തു വെക്കേണ്ടത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് വേഗം നോട്ട് ചെയ്തിട്ടോ. നമ്മുടെ ആർട്ടറീസ്, വെയിൻസ് അതുപോലെ തന്നെ ക്യാപ്പിലറീസിന്റെ ഓരോ പോയിന്റുകൾ, റോൾസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. അത് പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ. ദെൻ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കുക. അടുത്തൊരു ഫിഗർ, ഈ ഒരു ചിത്രം വെച്ചിട്ട് നിങ്ങൾക്ക് മിക്കവാറും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആസ് സ്റ്റുഡൻസ് picturization about and transportation of blood and cells of the other tissues are given below. രക്തവും മറ്റു കലകളിലെ കോശങ്ങളും തമ്മിലുള്ള പദാർത്ഥ വിനിമയം ഒരു കുട്ടി സയൻസ് ഡയറിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കൊച്ചു വരച്ചിരിക്കുന്നതാണ് കാണുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതല്ല, ചിത്രം ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ച് ആ ചിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് നെസസറി കറക്ഷൻസ് ഇഫ് എനി in the above picturization. അതായത് ആ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തി വരയ്ക്കുക. Then while write how the tissue fluid is formed while the helping the transportation of the material. അതായത് പദാർത്ഥ വിനിമയത്തെ സഹായിക്കുന്ന തരത്തിൽ ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് എങ്ങനെ എന്ന് എഴുതുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടാമത്തെ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ആദ്യത്തെ എളുപ്പമാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തി വരുത്താൻ പറഞ്ഞു, തിരുത്തിയിട്ട് വരയ്ക്കാൻ പറഞ്ഞ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹായ് എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ഉണ്ട്. ഹായ് മാത്രം ഉള്ളോടെ. അവൻ വരച്ചതല്ല, പ്രിൻ്റ് ഔട്ടാണ് നമ്മളെ പറ്റിച്ചത്. എടാ ഇമാജിൻ ചെയ്യുക, അതൊന്ന് ഊഹിച്ചാൽ മതി നീ. ഓക്കെ, സാർ ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തേ മക്കളെ. ചിത്രം ഇതാണ്. ഇതിലേക്ക് കൂടി ഒഴുകുന്നത് ബ്ലഡ് ആണ് കാണിക്കുന്നത്. ഗ്ലൂക്കോസ്, ഓക്സിജന്റെ വേസ്റ്റ് കണ്ടോ, CO2 പുറത്തേക്ക് വരുന്ന സെല്ലിനകത്തേക്ക് പോകുന്നതും ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫ്ലോയും കൂടെ കാണിച്ചിരിക്കുന്നത്. ഡയറക്ഷനൊക്കെ തെറ്റായിരുന്നു കൊച്ചു വരച്ചിരുന്നത്, അത് തിരുത്തി വരയ്ക്കുക. കാരണം ഈ ഫോട്ടോ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് അതുപോലെ തന്നെ എന്ത് ചെയ്തോളാം മക്കൾ, കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് വരയ്ക്കാൻ പഠിച്ചില്ലെങ്കിലും ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് പഠിക്കുക കേട്ടോ. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെ ഫോം ചെയ്യുന്നതാണ്. ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ capillaries, the plasma oozes to the intercellular space through minute pores of the capillary wall. This fluid formed in the intercellular space is the tissue fluid. ലോമികകളിലൂടെ രക്തം പ്രവേശിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ പ്ലാസ്മ കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങുന്നു. കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. ഓക്കെ, സെറ്റ് അല്ലേ? ടിഷ്യൂ ഫ്ലൂയിഡ് എന്താണെന്ന് പഠിച്ചു വെക്കുക, ടിഷ്യൂ ദ്രവം എന്താണെന്ന് പഠിച്ചു വെക്കുക. അടുത്തൊരു ഫ്ലോ ചാർട്ട് ആണ്. സാർ ആ ഫ്ലോ ചാർട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് നോക്കിക്കറ. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബിളി. ചിത്രീകരണം ഉചിതമായി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ ഡാഷ് ഫൈബ്രിനോജൻ. ആൽബുമിന്റെ കൂടെ വരണത് ഏതാണെന്ന് നോക്കുക. അതിനകത്ത് ആൽബുമിന്റെ ഫംഗ്ഷൻ എഴുതണം, ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എഴുതണം. ദെൻ നമുക്ക് ഇവിടെ വരുന്ന ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ അത് ഗ്ലോബുലിൻ ആണ്.
ഗ്ലോബുലിൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹെൽപ്സ് ഇൻ ഡിഫൻസ്, രോഗപ്രതിരോധം തടയുന്നു, രോഗപ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു നമുക്ക് എഴുതാം. ബാക്കി നമ്മുടെ ആൽബുമിന്റെയും അതുപോലെ ഫൈബ്രിനോജന്റെയും എഴുതണം. കാണിച്ചു തരട്ടെ സാർ എന്റെ ആൻസർ കാണിച്ചു കൊടുത്തു. ആൽബുമിൻ ആൻഡ് ഫൈബ്രിനോജൻ നോക്കുക മക്കളെ. റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ, ആൽബുമിൻ റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ദെൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് ദി ബ്ലഡ്, രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലെന്ന് വിശ്വസിക്കുകയാണ്. ദെൻ സാർ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ ബ്ലഡ് സർക്കുലേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മക്കളെ ഈ ചിത്രീകരണം നോക്കുക കേട്ടോ. ഇത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. ലങ്സ് ശ്വാസകോശം, ഹാർട്ട് ഹൃദയം, ദെൻ ഇവിടെ ബോഡി ടിഷ്യൂസ് ശരീരകലകൾ കൊടുത്തിട്ട് ABCD എന്ന് പറഞ്ഞ 4 വാൽവ് കാണിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ 4 വെസൽസ് കാണിച്ചിട്ടുണ്ട്. ട്യൂബുകളാണ്, രക്തം ഒഴുകി പോകുന്ന കുഴലുകളാണ് കാണിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ബ്ലഡ് വെസൽസ് മെൻഷൻഡ് ABCD. ഇതിൽ ABCD എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ ഏതൊക്കെയാണ് ആ രക്തക്കുഴലുകൾ? Then what is the name of the valve present in the beginning part of the blood vessel C എന്ന് പറയുന്ന ബ്ലഡ് വെസലിന്റെ തുടക്കത്തിൽ കാണുന്ന വാൽവിന്റെ പേരെന്താണ്? ആ വാൽവിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, നോക്കാം നമുക്ക് ABCD എന്താണെന്ന് നോക്കിക്കാം. ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത്, ഹാർട്ടിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, ബോഡി പാർട്ടിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത്, ഹാർട്ടിൽ നിന്ന് പിന്നെ ലങ്സിലെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അത് കാണിച്ചു തരാം. ആൻസർ കാണിച്ചു തരാം. ദേടാ നോക്കിക്കോ. A പൾമണറി ആർട്ടറി, B പൾമണറി വെയിൻ, C അയോട്ട, D വെയിൻ. ഓക്കെ, സോറി വീനക്കാവാണ് കേട്ടോ ഉദ്ദേശിച്ചത്. എന്താണ് സാർ? ബൈക്കസ്പിഡ് വാൽവ്, വാൽവിന്റെ പേരാണ് ചോദിച്ചല്ലേ. വാൽവിന്റെ പേര് എടുത്തത് ബി പാർട്ടിന്റെ ആൻസർ ആണ്. ബൈക്കസ്പിഡ് വാൽവ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ ലെഫ്റ്റ് ഓറിക്കിൾ. അതായത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ഏട്രി ഇടത് ഏട്രിയത്തിലേക്കുള്ള ബ്ലഡിന്റെ രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയാനായിട്ടാണ് സഹായിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നേരത്തെ കണ്ട അതേ ഫിഗർ തന്നെ വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഫ്ലൂയിഡ് മെൻഷൻഡ് ആസ് X ആൻഡ് നെയിം ഇറ്റ്. അതിനകത്ത് X എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ പേര് എന്താന്ന് എഴുതുക. ആ ഫ്ലൂയിഡിന്റെ ആ ദ്രവത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, ധർമ്മം എന്താണെന്ന് എഴുതുക. വാട്ട് ഈസ് ലിംഫ്, ലിംഫ് എന്നാൽ എന്ത്, ലിംഫ് എന്താണെന്ന് എഴുതുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ 2-3 ക്വസ്റ്റ്യൻസിലായിട്ട് നമുക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അത് എടുത്ത് പറയുവാണ്, പഠിക്കുക. ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. നോക്കാം നമുക്ക് ആൻസർ എന്താണ്. എക്സ് എന്ന് പറയുന്ന സാധനം ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്. ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ദ സെൽ. അല്ലെ, ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. Then lymph എന്താണ്? lymph is a tissue fluid inside the lymph capillaries. ലിംഫ് ലോമികകൾക്കുള്ളിലുള്ള ടിഷ്യൂ ദ്രവമാണ് ലിംഫ് എന്ന് പറയുന്നത് കേട്ടോ. ലിംഫ് ലോമികകൾക്കുള്ളിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിന്റെ പേര്, ടിഷ്യൂ ദ്രവത്തിന്റെ പേരാണ് ലിംഫ്. സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, then സാർ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. ഹാർട്ട്. റൈറ്റ് ദ നെയിം ഓഫ് വാൽവ് മെൻഷൻഡ് ആസ് X and Y. ഇവിടെ X എന്നും Y എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്ന 2 വാൽവുകളാണ് ഹാർട്ടിലെ, ഹൃദയത്തിലെ. ആ വാൽവുകളുടെ പേര് എഴുതുക. റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് പൾമണറി വാൽവ് ആൻഡ് അയോട്ടിക് വാൽവ്. ശ്വാസകോശ ധമനി വാൽവ്, മഹാധമനി വാൽവ് എന്നിവയുടെ ഏതെങ്കിലും ഓരോ ധർമ്മം എഴുതുക. ഓരോ ഫംഗ്ഷൻ, ഓരോ ധർമ്മം എഴുതുക. എക്സും വൈയും ആദ്യം പേര് വേഗം ചാറ്റിലേക്ക് അയച്ച് നോക്കട്ടെ. പൾമണറി വാൽവ് ആണ് X എന്നും, വൈ പോരട്ടെ. വൈ വന്നില്ലല്ലോ സാറേ. ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോന്നോ? ഈ ചാപ്റ്റർ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റില്ല. അത് തന്നെ. ഓക്കെ, ബൈക്കസ്പിഡ് വാൽവ് സാർ മെസ്സേജ് വന്നിട്ട് കാണിച്ചോളൂ. ഓക്കെ, പൾമണറി കണ്ട മക്കളെ, പൾമണറി വാൽവും ബൈക്കസ്പിഡ് വാൽവും ആണ്. പൾമണറി വാൽവ് ഹെൽപ്സ് ടു ക്യാരി ബ്ലഡ് ടു ലങ്സ്. അതായത് നമ്മുടെ ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ പൾമണറി വാൽവ്. പ്രിവെന്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ദി പൾമണറി ആർട്ടറി ടു റൈറ്റ് വെൻട്രിക്കിൾ. പൾമണറി ആർട്ടറിയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കുള്ള ബ്ലഡിന്റെ തിരിച്ചൊഴുക്ക് തടയും. ദെൻ അയോട്ടിക് വാൽവ് ആണ് അടുത്ത വാൽവ്. ഹെൽപ്സ് ടു പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ് ഫ്രം ദി അയോട്ട ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അയോട്ടയിൽ നിന്നിട്ട് തിരിച്ചുള്ള നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഉള്ള ബ്ലഡിന്റെ ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നു. ഹെൽപ്സ് ടു എൻട്രിങ് ഓഫ് ദ ബ്ലഡ് ഇൻ ടു ദ അയോട്ട. അയോട്ടയിലേക്ക് രക്തം കടന്നു ചെല്ലാനായിട്ടും സഹായിക്കുന്നത് ഈ അയോട്ടിക് വാൽവ് ആണ്. സർ ആൻസർ മലയാളം ഒന്ന് കാണിക്കാം നമുക്ക്. ഓക്കെ മക്കളെ, നമ്മുടെ X എന്ന് മാർക്ക് ചെയ്യുന്ന ട്രൈക്കസ്പിഡ് വാൽവും അതുപോലെ തന്നെ നമ്മുടെ Y എന്ന് പറഞ്ഞതും ബൈക്കസ്പിഡ് വാൽവ് ആയിരുന്നു. ശ്വാസകോശ ധമനി വാൽവ് പറയുമ്പോൾ രക്തത്തെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു. ശ്വാസകോശ ധമനികളിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്കുള്ള രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയുന്നു. ഇനി മഹാധമനി വാൽവ് ആണെങ്കിലോ, മഹാധമനിയിൽ നിന്ന് ഇത് വെൻട്രിക്കിളിലേക്കുള്ള ഇടത് വെൻട്രിക്കിളിലേക്കുള്ള ആ രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയുന്നു. രക്തത്തെ മഹാധമനിയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. യെസ്,
അയോട്ട ആൻഡ് പൾമണറി വെയിൻ എന്താണ്? ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ ഡാഷും ഡാഷും ക്യാരി ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജൻ കൂടിയ രക്തത്തെ മഹാധമനിയും ശ്വാസകോശ സിരകളും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ ആര് വഹിച്ചുകൊണ്ട് പോകും? വേഗം ചാറ്റിലേക്ക് അയച്ചേടാ, വേഗം ചാറ്റിലേക്ക് അയച്ച. ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ ആര് വഹിച്ചുകൊണ്ട് പോകും? ആര് കൊണ്ടുപോകും ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ? ആര് കൊണ്ടുപോകും? നോ ആൻസേഴ്സ്. മക്കളെ യെസ്. ഓക്കെ മക്കളെ, ദാറ്റ് ഈസ് വീന കാവ. സർ ആൻസർ കാണിച്ചു കൊടുത്തു കേട്ടോ മക്കളെ. മഹാസിരകൾ, അതായത് വീന കാവാസും പൾമണറി ആർട്ടറി ശ്വാസകോശ ധമനിയാണ് കേട്ടോ അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യെസ്, ഇതാണ്. ഗ്ലോബുലിൻ സിന്തസൈസ് ആന്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റി. ആൽബുമിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ആൽബുമിൻ രക്തകട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. തെറ്റുണ്ടെങ്കിൽ ശരിക്കും നോക്കിക്കേ. ആൽബുമിൻ, ഗ്ലോബുലിൻ, തെറ്റുണ്ടോ? തെറ്റുണ്ട്. ബ്ലഡ് കൊയാഗുലേഷൻ ആരല്ല? ആൽബുമിൻ അല്ല അല്ലെ? യെസ് സർ, ആൻസർ കാണിച്ചു. ഫൈബ്രിനോജൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് കേട്ടോ. രക്തം കട്ട പിടിക്കുന്നതിൽ സഹായിക്കുന്നത് നമ്മുടെ ഫൈബ്രിനോജൻ ആണ്, വേറെ ആരുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഡിഫൈൻ പൾസ്. 1 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. പൾസ് എന്താണെന്ന് വിശദമാക്കുക. 1 മാർക്ക് ഉണ്ടാവുള്ളൂ, 1 മാർക്കിന്റെ ചോദ്യമാണ്. സർ ആൻസർ കാണിച്ചോളൂ. പൾസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക കേട്ടോ. ദ വേവ് ലൈക്ക് മൂവ്മെന്റ് ഫെൽ ത്രൂ ഔട്ട് ദ വാൾസ് ഓഫ് ദി ആർട്ടറീസ് ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ഹാർട്ട് ചേംബേഴ്സ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗചലനം ധമനി ഭിത്തികളിൽ ഉടനീളം അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ പൾസ് എന്ന് വിളിക്കുന്നത്. മക്കളെ പൾസ് പഠിക്കണം കേട്ടോ. വേവ് ലൈക്ക് മൂവ്മെന്റ് എന്ന് മാത്രം എഴുതി വെക്കരുത്. വേവ് ലൈക്ക് മൂവ്മെന്റ് മാത്രം എഴുതരുത്. അത് എഴുതിയിട്ട് പറയണം ഫെൽ ത്രൂ ഔട്ട് ദ വാൾ ഓഫ് ദി ആർട്ടറീസ്. ധമനി ഭിത്തികളിൽ മുഴുവനായിട്ട് അനുഭവപ്പെടുന്നതെന്ന് പറയണം കേട്ടോ. ദെൻ അത് ഹാർട്ടിന്റെ ചേംബറുകളുടെ റിലാക്സേഷനും കോൺട്രാക്ഷനും നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് കൂടി മെൻഷൻ ചെയ്യണം. സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മക്കളെ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും എന്താണ്? ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ എന്നിവ വിശദമാക്കുക. ആൻസർ നോക്കിക്കോളൂ. ഹൈപ്പർ ആൻഡ് ഹൈപ്പോ ടെൻഷൻ നോക്കുക. യെസ്, hypertension, the condition in which the blood pressure increases above the normal rate. Reason excess use of salt and fat, smoking, lack of exercise, etc. Hypotension, the condition in which the blood pressure increases above the normal rate, but the hypertension and hypotension may leads to a stroke due to the അല്ലെങ്കിൽ വേണ്ട, ഫൈനലി നമ്മൾ എത്തുന്നതിലേക്ക് പറഞ്ഞാൽ മതി. ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തും. അത്രയും പറഞ്ഞാൽ സ്ട്രോക്ക് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം. ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും ഓരോ സെന്റൻസ് വീതം മിനിമം പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും എന്താണെന്ന് ഓരോ സെന്റൻസ് വീതം പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ സോ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലവും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. സാർ ഒരു 2-3 പോയിന്റ് കാണിച്ചു തരാം, അതൊന്ന് എഴുതി വെച്ചാൽ മതി, അത് പഠിച്ചാൽ മതി. സാർ ആൻസർ ഒന്ന് കാണിച്ച് മക്കൾ നോക്കുക. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും വെസൽസ് വിച്ച് ക്യാരി വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ജലവും ധാതുക്കളും എല്ലാം സംവഹനം ചെയ്യുന്നു. കുഴലുകളിലൂടെ സംവഹനം ചെയ്തിട്ട് നേരെ മുകളിൽ പ്ലാന്റ്സിന്റെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ദെൻ ഫ്ലോയോ ആണെങ്കിലോ വെസൽസ് വിച്ച് ക്യാരി ദ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സുക്രോസ് ഫ്രം ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സുക്രോസിന്റെ രൂപത്തിൽ സംവഹനം ചെയ്ത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇതിന് ഇവിടെ സൈലത്തിന് താഴെ വരേണ്ടത് ഇൻക്ലൂഡ് മെയിൻലി ദ ട്രക്കീഡ്സ് ആൻഡ് ലോങ് പൈപ്സ് ലൈക്ക് വെസൽസ്. പ്രധാനമായും ട്രക്കീഡുകൾ, വ്യാസം കൂടിയതും അതുപോലെ കുഴല് പോലെയുള്ളതുമായ വെസലുകൾ എന്നിവയാണ് മൊത്തത്തിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന കലകളുടെ കുഴലുകൾ. അത് ഈ നമ്മുടെ സൈലത്തിന്റെ വെസൽസ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഇനി ഇൻക്ലൂഡ് മെയിൻലി ദ സീവ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽസ് കേട്ടോ. പ്രധാനമായിട്ടും സീവ് നാളികളും അതുപോലെ തന്നെ സഹകോശങ്ങളുമാണ് ഇതിനകത്ത് നമ്മുടെ ഫ്ലോയത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതാണ് 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഫോട്ടോ ബുക്കിനകത്തുണ്ട്. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, തിരിച്ചറിയാനായിട്ടൊന്ന് പഠിച്ചു വെക്കുക. സാർ അടുത്ത ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പോയാലോ മക്കളെ. ഒരാളെ പറ്റിയിട്ടുള്ള 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 3-4 പോയിന്റ് ആരെ പറ്റിയിട്ടാണെന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആൻസർ പറയാം കേട്ടോ. ഡിസ്ക് ഷേപ്പ് ആണ്, ഡിസ്ക് ആകൃതിയുണ്ട്. ബിറ്റ്വീൻ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് നമുക്ക് 1 മില്ലി ലിറ്റർ രക്തത്തിനകത്ത് ബ്ലഡിനകത്ത് ഇത് കാണാൻ പറ്റുക. ഡു നോട്ട് ഹാവ് ന്യൂക്ലിയസ് ഓർ അതർ സെൽ ഓർഗനൽസ്. ന്യൂക്ലിയസോ മറ്റ് കോശാംഗങ്ങളോ സെൽ ഓർഗനലുകളോ ഇവർക്കില്ല. ഫുൾ ഓഫ് ഹീമോഗ്ലോബിൻ വിച്ച് ഹാസ് അഫിനിറ്റി ടു ഓക്സിജൻ. ഓക്സിജനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹീമോഗ്ലോബിൻ ആണ്. യെസ്, RBC. എല്ലാവരും മെസ്സേജ് അയച്ചു. RBC ആണ് അടുത്ത കറക്റ്റ് ആൻസർ. യെസ്, അരുണ രക്താണുക്കൾ. ഓക്കെ, അരുണ രക്താണുക്കൾ അഥവാ RBC. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ബ്രീതിങ് ഫോർ എനർജി, ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ അതെ, ഈ ചാപ്റ്റർ തുടങ്ങുവാണ് നമ്മൾ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ലാക്റ്റിക് ആസിഡ് കേർഡിംഗ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് ലാക്റ്റിക് ആസിഡ് പാലിൽ തൈരാക്കുന്നു എന്നുണ്ടെങ്കിൽ ഈസ്റ്റ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഈസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് എന്ത് ചെയ്യുന്നു? യെസ് സർ, ആൻസർ.
ഫെർമെന്റിംഗ് ബാറ്റർ ടു സോഫൻ ഇറ്റ്, മാവിനെ പുളിപ്പിച്ച് മാർദ്ദവം ഉള്ളതാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്ന ആള്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ വിച്ച് ഫോം ഓക്സിജൻ ഈസ് ക്യാരി ടു ദ ടിഷ്യൂസ്? ഓക്സിജൻ കലകളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഏത് രൂപത്തിലാ? ഓക്സിജൻ ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നത് ഏതിന്റെ രൂപത്തിലാ? ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ കൂടി ചേരുന്നു. ഓക്സിജൻ ഏത് രൂപത്തിൽ എങ്ങോട്ട് പോകുന്നു? ഓക്കെ സർ, ആൻസർ കാണിച്ചത് എല്ലാവരും മെസ്സേജ് അയക്കുന്നത് ഓക്സി ഹീമോഗ്ലോബിന്റെ രൂപത്തിലാണ് കേട്ടോ. ഓക്സി ഹീമോഗ്ലോബിന്റെ രൂപത്തിലാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ സോർ ടേസ്റ്റ് വെൻ മിൽക്ക് ടേൺസ് ഇൻടു കർഡ്? പാല് തൈരാകുമ്പോൾ പുളിപ്പുണ്ടാവാൻ കാരണം എന്ത്? വിച്ച് ബാക്ടീരിയ ഹെൽപ്സ് ദിസ് പ്രോസസ്? ഇതിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? ഹൗ മച്ച് എനർജി ഈസ് ലിബറേറ്റഡ് ഫ്രം ദി ഗ്ലൂക്കോസ് മോളിക്യൂൾ ഡ്യൂ ടു ദിസ് പ്രോസസ്? ഈ പ്രവർത്തനത്തിൽ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് എത്ര ഊർജ്ജമാണ് ഉണ്ടാകുന്നത്? ഓക്കെ, എത്ര ഊർജ്ജമാണ് ഉണ്ടാകുന്നത്? സെറ്റാണോ? യെസ്, അമീബേ. ഉഫ്, എന്റെ പൊന്നു നോവലേ, അമീബയുടെ ഒക്കെ പേരാ വന്നേക്കണത്. എന്തുകൊണ്ടാണ് പുളിപ്പ് വരാൻ കാരണം? ആസിഡിന്റെ പേര് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ പേര് ഞാൻ ചോദിച്ചോട്ടെ, ലാക്ടോബാസിലസ് എന്നാണ്. സാർ ആൻസർ കാണിച്ചു കൊടുത്തേ മക്കളെ. ഗ്ലൂക്കോസ് ഈസ് എനൈറോബിക്കലി കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്. കർഡ് മേക്സ് സോർ ടേസ്റ്റ്. അതായത് അവായു ശ്വസനത്തിലൂടെ ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് തൈരിന് പുളിപ്പ് രസം അല്ലെങ്കിൽ പുളി രസം അനുഭവപ്പെടാനുള്ളത്. ഇനി ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. 2 ATP തന്മാത്ര, 2 ATP മോളിക്യൂൾസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഓക്കെ, ഡോട്ട് ചെയ്ത് വെച്ചോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ സോ മക്കളെ. യെസ്, ഗ്ലൈക്കോളിസിസ് ക്രെബ് സൈക്കിൾ രണ്ടെണ്ണത്തെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക മക്കളെ. ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുന്നു? ക്രെബ് സൈക്കിൾ എവിടെ നടക്കുന്നു? ദെൻ എത്ര ATP ഉണ്ടാകുന്നു? എവിടെ? രണ്ടിലും, ഗ്ലൈക്കോളിസിസിലും ക്രെബ് സൈക്കിളിലും എത്ര ATP വീതം ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, മീൻസ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ ബുക്കിനകത്ത് ഗ്ലൈക്കോളിസിസ് ക്രെബ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് 2 പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഒരു പോയിന്റ് പോലും നമുക്ക് അതിനകത്ത് വിട്ട് കളയാനായിട്ട് പറ്റില്ല. ഓക്കെ സോ, ആൻസർ ഒന്ന് ഡിസ്പ്ലേ ചെയ്തു. ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടതാണ്. റൈറ്റ് സൈഡിൽ ക്രെബ് സൈക്കിൾ ആണ്, ഒരെണ്ണം ഗ്ലൈക്കോളിസിസ് ആണ്. ക്രെബ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു, ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു. കോശദ്രവ്യത്തിലാണോ നടന്നെങ്കിൽ മറ്റത് മൈറ്റോകോൺട്രിയയിൽ നടന്നു. ദെൻ നമുക്ക് 28 ATP ഉണ്ടായി ഒരെണ്ണത്തിൽ, മറ്റേ സ്ഥലത്താണെങ്കിൽ പൈറോവിക് ആസിഡ് ആൻഡ് ATP ഉണ്ടായി. ദെൻ നമുക്ക് പൈറോവിക് ആസിഡും ATP എന്നിവയാണ് ഉൽപ്പന്നങ്ങൾ എന്ന് എഴുതാം. അപ്പോൾ ക്രെബ് സൈക്കിളും അതുപോലെ തന്നെ ഗ്ലൈക്കോളിസിസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അവർ തമ്മിൽ തരംതിരിച്ച് വ്യത്യസ്തം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അവർ തമ്മിൽ, അവരിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ സോ മക്കളെ, വാട്ട് ഈസ് എംഫീസിമ? എന്താണ് എംഫീസിമ? എംഫീസിമ എന്നാൽ എന്ത്? എംഫീസിമ എന്നാൽ എന്ത്? ഓക്കെ സാർ, ആൻസർ അതൊരു ഡിസോർഡർ ആണ് നമുക്കറിയാം. ആൽവിയോളൈ റപ്ചർ ഡ്യൂ ടു ദ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻഡ് ഇൻ ടുബാക്കോ. ദിസ് റെഡ്യൂസസ് റെസ്പിറേറ്ററി സർഫസ് ആൻഡ് റെഡ്യൂസസ് വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിലൂടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിന് കാരണമാകുന്നു. ഈ കണ്ടീഷനെയാണ് നമ്മൾ എംഫീസിമ എന്ന് പറയുന്നത് കേട്ടോ. ലങ് ക്യാൻസർ, എംഫീസിമ ഒക്കെ കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഡിസോർഡർ ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഓക്കെ ഓക്കെ സർ. നെയിം ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ജീവികളിലെ ശ്വസന അവയവത്തിന്റെ പേര് എന്താണെന്ന് പറയുക. താഴെ തന്നിരിക്കുന്ന ജീവികളിലെ ശ്വസന അവയവത്തിന്റെ പേര്. ഓക്കെ, യെസ്, ഫിഷ്, കോക്രോച്ച്, സ്പൈഡർ, അമീബ അല്ലെ. മത്സ്യം, പാറ്റ, എട്ടുകാലി, അമീബ. നേരിട്ട് സാർ പറഞ്ഞുതരാം. സാർ ആൻസർ കാണിച്ചേ മക്കളെ. ഫിഷിൽ ഗിൽസ് ആണ്, മത്സ്യങ്ങളിൽ ശൽക്കങ്ങളാണെങ്കിൽ. കോക്രോച്ചിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, മാൽപീജിയൻ നലികകളാണ്. ദെൻ നമുക്ക് സ്പൈഡറിൽ ബുക്ക് ലങ്സ് ആണ്, ബുക്ക് ലങ്സുകളാണ്. അമീബയിൽ സെൽ മെംബ്രെയിൻ, കോശസ്തരമാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ അതർ ഓർഗാനിസം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ദെൻ സാർ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, വാട്ട് ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ? റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഡിഫറെന്റ് സ്റ്റേജസ്, ടാബ്ലേറ്റ്സ് ഇൻ ഡിഫറെന്റ്, അതായത് ടാബ്ലേറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. നമുക്ക് കോശ ശ്വസനം എന്താണെന്ന് പറയണം. ഇതിന്റെ 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. എന്നിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം പട്ടികപ്പെടുത്തുക. ഒരു ടേബിളിൽ ഒരു ടാബ്ലേറ്റ് ചെയ്തിട്ട് ഒരു ടേബിളാർ ഫോമിനകത്തേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? ദെൻ അതിന്റെ ടേബിളും കാണിച്ചു തരാം. ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷൻ നോക്കിക്കോളൂ. സെല്ലുലാർ റെസ്പിറേഷൻ, ദ പ്രോസസ് ബൈ വിച്ച് ദ എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ദ ഗ്ലൂക്കോസ് ഇൻ സെൽ. കോശത്തിൽ വെച്ചിട്ട് ഓക്സിജന്റെ സഹായത്താൽ പോഷക ഘടകങ്ങളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം എന്ന് പറയുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന 2 സ്റ്റേജുകളിലായിട്ടാണ്. ഒന്ന് ഗ്ലൈക്കോളിസിസും 2 ക്രെബ് സൈക്കിളും. ഗ്ലൈക്കോളിസിസും ക്രെബ് സൈക്കിളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്നെന്താണ്?
യെസ്, അവിടെ ഒരു സ്ഥലത്ത് ഓക്സിജൻ ആവശ്യമില്ല, ഒരു സ്ഥലത്ത് ഓക്സിജൻ ആവശ്യമുണ്ട്. ദെൻ കോശദ്രവ്യത്തിൽ നടക്കുന്നു, സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു ഗ്ലൈക്കോളിസിസ്. ക്രെബ്സ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. ദെൻ നമുക്ക് 2 ATP ആണ് ഗ്ലൈക്കോളിസിൽ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ 28 ATP ആണ് നമുക്ക് ക്രെബ്സ് സൈക്കിളിൽ ഉണ്ടാകുന്നത്. മൊത്തം 30 ATP ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ഡിഫറൻസ് ഒന്ന് നോക്കി വെക്കുക, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, ശ്വസന ഘട്ടത്തിലെ വാതക വിനിമയത്തെ സംബന്ധിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചിത്രം നോക്കിക്കോ, പിക്ചർ നോക്കിക്കോ. ഇതാണ് പിക്ചർ, അറിയാലോ, ആൽവിയോളൈ gaseous exchange നടക്കുന്നത്. ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇനി വൈ ഡസ് ഓക്സിജൻ ഫ്രം എ, എന്തുകൊണ്ടാണ് എയിൽ നിന്നും ബിയിലേക്ക് ഓക്സിജൻ വ്യാപിക്കുന്നത്? അതായത് നമ്മുടെ ആൽവിയോളയിൽ നിന്നിട്ട് നേരെ പുറത്തേക്ക് ഈ പറയുന്ന ബ്ലഡ് കാപ്പിലറീസിലേക്കും ബ്ലഡ് കാപ്പിലറീസിന് പുറത്തേക്കും ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കാരണം എന്ത്? ദെൻ എ ഈസ് ലൈക്ലി സ്യൂട്ടബിൾ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ജസ്റ്റിഫൈ. വാതക വിനിമയത്തിന് എയുടെ ഘടന ഏറ്റവും അനുയോജ്യമായാണ് ന്യായീകരിക്കുക. അതായത് എ എന്ന് പറയുന്ന സാധാരണ ആൽവിയോളയുടെ തൊട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന വാളിന്റെ കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഫിഗർ ഒന്ന് നോട്ട് ചെയ്യുക. സാർ ആൻസർ കാണിച്ച് മക്കൾ നോക്കുക, ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓക്സിജൻ ഇൻസൈഡ് ദ ആൽവിയോളൈ, കണ്ടോ എ എന്ന് മാർക്ക് ചെയ്ത ആൽവിയോളയാണ്. ആൽവിയോളയുടെ അകത്തുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്താണ്? ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ബ്ലഡ് കാപ്പിലറീസ്. ബ്ലഡ് കാപ്പിലറീസിനകത്തുള്ളതിനേക്കാളും കൂടുതലാണ്. വായു അറകളിൽ രക്തധമനികളിലേക്കാൾ ഓക്സിജൻ ഗാഢത കൂടുതലാണ്. ദ വാൾസ് ഓഫ് ദി ആൽവിയോളൈ ഈസ് മേഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ആൽവിയോളൈ ഇൻക്രീസസ് ദ റെസ്പിറേറ്ററി സർഫസ് ഏരിയ. വായു അറകളുടെ ഭിത്തി ഓരോ നിര കോശങ്ങളാൽ നിർമ്മിതമാണ്. വായു അറകൾ ശ്വാസകോശത്തിലെ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ആ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഗിവൻ ബിലോ ആർ 2 കോമൺ ആക്ടിവിറ്റീസ് ഇൻ ദ കിച്ചൺ. നമ്മുടെ അടുക്കളയിൽ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം നിങ്ങൾ. എ സ്പൂൺ ഫുൾ ഓഫ് കേർഡ് ഈസ് ആഡഡ് ടു മിൽക്ക്, എ ലിറ്റിൽ ഈസ്റ്റ് ഈസ് ആഡഡ് ടു ദ ബാറ്റർ. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ടു after 5 to 6 hours, and which process leads to this change, and what are the products formed in both the activities? മലയാളം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോളൂ. യെസ്, അടുക്കളയിൽ സാധാരണ ചെയ്യുന്ന 2 പ്രവർത്തനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പാത്രത്തിലെ പാലിൽ ഒരു സ്പൂൺ തൈര് ഒഴിച്ചു വെക്കുന്നു. ദെൻ കലക്കിയ അരിമാവിൽ ഒരു നുള്ളി ഈസ്റ്റ് ചേർക്കുന്നു. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, 5-6 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടിലും എന്ത് മാറ്റം സംഭവിക്കും? ഈ മാറ്റങ്ങൾക്ക് കാരണമായ പ്രവർത്തനം ഏതാണ്? പ്രവർത്തന ഫലമായി രണ്ടിലും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. മിൽക്ക് ചേഞ്ചസ് ടു കേർഡ്. പാൽ എന്തായിട്ട് മാറും? തൈരായിട്ട് മാറുന്നുണ്ടാകും. ഫെർമെന്റിംഗ് ബാറ്റർ ടു സോഫൻ ഇറ്റ്. അതായത് നമ്മുടെ മാവിന്റെ കേസിൽ അത് നല്ല ഫെർമെന്റേഷൻ നടന്ന നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. നടന്ന പ്രോസസ്സിന്റെ പേര് ഫെർമെന്റേഷൻ കേട്ടോ. ഫെർമെന്റേഷൻ എന്നാണ് പ്രക്രിയയുടെ പേര്. അവിടെ ലാക്റ്റിക് ആസിഡും ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ഈസ്റ്റിന്റെ കേസിൽ നമുക്ക് ആദ്യം പറഞ്ഞ മിൽക്കിന്റെ കേസിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. ദെൻ രണ്ടാമത്തെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും കേട്ടോ. ദെൻ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് രണ്ടാമത്തെ കേസിൽ ഉണ്ടാവുന്നത്. ആദ്യം ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യെസ്, ഒരു ഫിഗർ ആണ്. എ, ബി, സി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് എഴുതുക. വാട്ട് ഹാപ്പൻസ് ടു ബി വെൻ ഇറ്റ് റീച്ചസ് ദ ടിഷ്യൂസ്? ബി ടിഷ്യൂസിൽ എത്തിക്കഴിയുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? വിച്ച് മിനറൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് സി? സിയുടെ സിന്തസിസിന് സഹായിക്കുന്ന മിനറൽ ഏതാണ്? അയൺ അല്ലേ? സിമ്പിൾ. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. എല്ലാം കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണല്ലോ. സാർ മലയാളം ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചോ. മക്കളെ നോക്കുക. ഇതിൽ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എഴുതണം. കലകളിൽ എത്തുമ്പോൾ ബിക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് എഴുതണം. സിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണെന്ന് എഴുതണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ എഴുതേണ്ടതാണ് കൃത്യമായിട്ട്. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. യെസ്, ആൻസറിലേക്ക് പോവാണ്. ഓക്സിജൻ ആണ് എ. ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. കണ്ടോ, എയും ബിയും തമ്മിലുള്ള ബന്ധം ഓക്സിജനും ഹീമോഗ്ലോബിനും ആണ്. ഓക്സിജൻ ഹീമോഗ്ലോബിന്റെ കൂടെ ചേർന്നിട്ടാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. Then ഓക്സി ഹീമോഗ്ലോബിൻ in the capillaries when it reaches the tissues it loses oxygen to the cells. ടിഷ്യൂസിൽ എത്തിക്കഴിയുമ്പോൾ കോശങ്ങളിൽ കലകളിൽ എത്തിക്കഴിയുമ്പോൾ ഓക്സിജനെ കോശങ്ങൾക്ക് കൊടുക്കും, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ വാങ്ങിക്കും. അയൺ മോളിക്യൂൾ ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നത്. അയൺ. ഓക്കെ, അയൺ ആണ് കേട്ടോ. സർ ആൻസർ മലയാളം ആൻസർ. മക്കളെ, ഇരുമ്പ്. ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് വേണ്ട പ്രധാന ഘടകം ഇരുമ്പ് തന്മാത്രകളാണ്. അയൺ മോളിക്യൂൾസ് ആണ്. അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ചിത്രം നിരീക്ഷിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐഡന്റിഫൈ ദ പ്രോസസ് എ ആൻഡ് ബി. എ, ബി എന്നീ പ്രക്രിയകൾ തിരിച്ചറിയുക. ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദംസെൽസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിശദീകരിക്കുക. എയും ബിയും എന്താ മക്കളെ? ഒന്ന് ഗ്ലൈക്കോളിസിസ് ആണ്, ഒന്ന് ക്രെബ്സ് സൈക്കിൾ ആണ്. അപ്പോൾ ഈ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും പല രീതിയിൽ വരാം. ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയില്ലേ? സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു. ദെൻ
യെസ്, ഹലോ സാർ, മുഹമ്മദ് ആരിഫാണോ ആസിഫാണോ? ആസിഫാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസ്മിൽ നടക്കുന്നു, ക്രെബ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ് സൈക്കിൾ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് പഠിക്കണം എന്തായാലും കേട്ടോ. ഇത് കണ്ടോ, ഗ്ലൈക്കോളിസിസും ക്രെബ് സൈക്കിളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഗ്ലൈക്കോളിസിസ് ക്രെബ് സൈക്കിൾ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ സോ ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പദജോടി ബന്ധം കണ്ടെത്തിയിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 28 ATP 28 ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നത് ക്രെബ് സൈക്കിളിലാണെങ്കിൽ 2 ATP മോളിക്യൂൾ ഉണ്ടാകുന്നത് എവിടെയാ? ഗ്ലൈക്കോളിസിസ്. വെരി സിമ്പിൾ അല്ലേ? ഗ്ലൈക്കോളിസിസിലാണ് ഉണ്ടാവുന്നത്, ഒരു പ്രശ്നമില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമല്ലോ. യെസ്, ആൻസർ ഇതാണ്, ഗ്ലൈക്കോളിസിസ് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഫിഷ് ട്രക്കിയ, മത്സ്യം ശ്വാസനാളമാണോ? അമീബ സെൽ മെംബ്രെയിൻ, അമീബ കോശസ്തരമാണോ? കോക്രോച്ച് സ്കിൻ, പാറ്റ ത്വക്കാണോ? ഇതിൽ ഏതാ കറക്റ്റ്? എ ബി ഓർ സി? എ ബി ഓർ സി? ഒരു മെസ്സേജ് വന്നാൽ നമുക്ക് ആൻസർ പ്രഡിക്റ്റ് ചെയ്യാം. ഒറ്റൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആൻസർ പറയാം. ബി, നോബൽ മെസ്സേജ് അയച്ചു, ബി ആണ് കറക്റ്റ് ആൻസർ എന്ന്. അമീബ സെൽ മെംബ്രെയിൻ. ബാക്കി രണ്ടും തെറ്റാണ് കേട്ടോ. എയും സിയും തെറ്റാണ് സർ. ആൻസർ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മക്കളെ ABCDEF ഒക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഉച്ഛ്വസിക്കുമ്പോൾ ഇൻസ്പിറേഷൻ ടൈമിലും ദെൻ എക്സ്പിറേഷൻ ടൈമിലും നിശ്വസിക്കുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം, ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം, റിബ്സ് വാരിയല്ലുകൾക്കുണ്ടാകുന്ന മാറ്റം, വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഔരസാശയ വ്യാപ്തത്തിനുണ്ടാകുന്ന മാറ്റം, പ്രഷർ ഇൻ ദ തൊറാസിക് ക്യാവിറ്റി ഔരസാശയ മർദ്ദത്തിനുണ്ടാകുന്ന മാറ്റം, എയർ വായു. ഓക്കെ, എന്ത് സംഭവിക്കും? ഓക്കെ, കണ്ടോ, ഡയഫ്രത്തിന് കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങി വരുന്നു. ദെൻ അപ്പുറത്തേക്ക് വരുമ്പോഴെന്തായിരിക്കും? ഇവിടെ നമ്മുടെ എക്സ്പിറേഷൻ ടൈമിൽ റിലാക്സ് ചെയ്യുന്നു. അത് നോർമൽ ആയിട്ട് വളഞ്ഞു വരുന്ന കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ പഠിക്കണം. ഒന്ന് എഴുതി വെച്ചോ. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും തമ്മിലുള്ള, എക്സ്പിറേഷന്റെ സമയത്തും ഇൻസ്പിറേഷന്റെ സമയത്തും, നിശ്വാസിക്കുന്ന സമയത്തും ഉച്ഛ്വാസം വരുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, സെറ്റ്. ഓക്കെ സോ, അപ്പൊ അത് നോക്കി വെക്കണം, എന്തായാലും നോക്കി വെക്കണം കേട്ടോ. സാർ അടുത്ത മൂവ് ചെയ്യാലോ. യെസ്, ടൈഡൽ വോളിയം വൈറ്റൽ കപ്പാസിറ്റി എന്താന്ന് പറയാ. വാട്ട് ഈസ് ടൈഡൽ വോളിയം ആൻഡ് ഡിഫൈൻ ടൈഡൽ വോളിയം ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി. ടൈഡൽ വോളിയം എന്താണ്, വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, യെസ്, നോക്കാം. ടൈഡൽ വോളിയം, വോളിയം ഓഫ് എയർ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. ഓക്കെ, ഒരു സാധാരണ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയും നിശ്വാസത്തിലൂടെ പുറത്തേക്ക് വിടുകയും പറ്റുന്ന വായുവിന്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് വി ക്യാൻ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, ദെൻ ആരോഗ്യമുള്ള പുരുഷന്മാരിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4 ലിറ്ററും, അതേപോലെ സ്ത്രീകളുടെ കേസിലേക്ക് വരുമ്പോൾ അതൊരു 3 ലിറ്ററുമായിട്ടാണ് പറയുന്നത്. കണക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സാധനം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. വൈറ്റൽ കപ്പാസിറ്റിയും ടൈഡൽ വോളിയം എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ചാപ്റ്റർ നമ്മുടെ കിഡ്നിയുടെ ചാപ്റ്റർ ആണ്. എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആ ചാപ്റ്ററിൽ എന്നുള്ളത്. ഇൻസെക്ട് ഡാഷ് കൊടുത്തു, ഫ്രോഗിൽ കിഡ്നിയാണ്. പദജോടി ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കണം. ഷഡ്പദങ്ങളിൽ ഡാഷും തവളകളിൽ വൃക്കകളുമാണ്. എന്താണ്? എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. ഓക്കെ, വിസർജന അവയവമാണ്. പോരട്ടെ, ഇൻസെക്ട് പ്രാണികളിൽ ഏതാ? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് അല്ലെ. മാൽപീജിയൻ നലികകളാണ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Heparin, like anticoagulant uses during dialysis or when blood is collected at blood bank evaluate. അതായത് രക്തബാങ്കിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് രക്തത്തിൽ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റികോയാഗുലന്റ് ചേർക്കുന്നു. വിലയിരുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്? പോരട്ടെ. എന്തിനാ ചേർക്കുന്നത്? സാർ ആൻസർ കാണിച്ചു കൊടുത്തോ. യെസ്, പ്രിവെന്റ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. കറക്റ്റാ സാർ. ആരാ? രാധിക പ്രമോദാണ്. രാഷിക പ്രമോദാണ്. ടു പ്രിവെന്റ് കോയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റികോയാഗുലന്റ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഹെപ്പാരിൻ ആന്റികോയാഗുലന്റ് ആഡ് ചെയ്യുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ, ടു പ്രിവെന്റ് ദ കോയാഗുലേഷൻ ഓർ ദ ബ്ലഡ് ക്ലോട്ടിംഗ് ഓഫ് ദി ബ്ലഡ് ആണ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. മക്കളെ, ചൂസ് ദ കറക്റ്റ് പെയർ. ബോമൻസ് ക്യാപ്സ്യൂൾ ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണോ? ഗ്ലോമർലെസ് ബ്രാഞ്ച് ഓഫ് ദി റീനൽ ആർട്ടറി ആണോ? അഫറന്റ് വെസൽ ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ക്യാപ്സ്യൂൾ ആണോ? ഇഫറന്റ് വെസൽ ബണ്ടിൽ ഓഫ് മൈന്യൂട്ട് കാപ്പിലറീസ് നെറ്റ്വർക്ക് ഫോംഡ് ഡിഫറെന്റ്
ഫ്രം ഡിഫറെന്റ് വെസൽസ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? സാർ അത് മലയാളോട് കാണിച്ചു കൊടുത്തോട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? ബോമൻസ് ക്യാപ്സ്യൂൾ ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗം, ഗ്ലോമർലസ് ബോമൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്കുള്ള വൃക്കാധമനി ശാഖ, അഫറന്റ് വെസൽ ക്യാപ്സ്യൂളിനുള്ളിൽ നിന്നും രക്തം വഹിക്കുന്നു, ഇഫറന്റ് വെസൽ അഫറന്റ് വെസലിൽ നിന്നും രൂപപ്പെടുന്ന അരിക്കൽ നിർവഹിക്കുന്നതുമായ ലോമിക ജാലം. ഏതാണ്? എല്ലാവരും എ എ എ എ എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നു? ആൻസർ എ തന്നെയാണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ബോമൻസ് ക്യാപ്സ്യൂൾ ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ബോമൻസ് ക്യാപ്സ്യൂൾ ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, മേക്ക് നെസസറി കറക്ഷൻസ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്. ലിവർ ഡിറ്റോക്സിഫൈസ് ദ ടോക്സിൻസ് ദാറ്റ് എൻ്റർ അവർ ബോഡി. ശരീരത്തിൽ എത്തുന്ന വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ലിവർ കൺവേർട്സ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ലൈക്ക് യൂറിക് to the harmful substance. അതായത് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഹാംഫുൾ അല്ലാത്ത സബ്സ്റ്റൻസുകളാക്കി മാറ്റുന്നത്, അതായത് ലൈക്ക് നമ്മുടെ യൂറിക് ആസിഡിനെ ഒക്കെ മറ്റേ ഹാംഫുൾ അല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നത് ലിവർ ആണെന്ന് പറയുന്നു. ഇതിൽ ഏതാണ് തെറ്റ്? ബി ആണ് തെറ്റ്. ബി തെറ്റാ. ബി തിരുത്തിയത് കാണിച്ചു തരാമല്ലോ നമുക്ക്. യെസ് സർ. ലിവർ കൺവേർട്ട് ഹാംഫുൾ സബ്സ്റ്റൻസസ് ലൈക്ക് അമോണിയ ടു ലെസ് ഹാംഫുൾ. യൂറിക് ആസിഡ് അല്ല, അമോണിയനെയാണ് ലെസ് ഹാംഫുൾ ആക്കി മാറ്റുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ആ അമോണിയനെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോക്കി ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ സോ നെക്സ്റ്റ് മക്കളെ, വിച്ച് മേ ബി ദ ഡിസീസ്. ഒരു പെട്ടിയുടെ അകത്ത് കുറച്ച് രോഗലക്ഷണങ്ങളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ടർബിഡ് യൂറിൻ, കലങ്ങിയ മൂത്രം, ബാക്ക് പെയിൻ, നല്ല ഭയങ്കരമായിട്ടുള്ള നടുവേദന, ഫീവർ, പനിയുണ്ട്, ഒഡീമ ഇൻ ഫേസ് ആൻഡ് ആംഗിൾ, മുഖത്തും അതുപോലെ കണങ്കാലിലും നീരുണ്ട്. അപ്പൊ ഈ അവസ്ഥയിൽ വിച്ച് മേ ബി ദ ഡിസീസ്, രോഗം ഏതാവാം? ഇതിൽ ഏതായിരിക്കും രോഗം? ഡിസീസ്, അസുഖം ഏതായിരിക്കും? ഇഫ് ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് വെൽ, ഹൗ ഇറ്റ് ബിക്കംസ് സീരിയസ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. ഈ രോഗം വേണ്ട വിധം ചികിത്സിച്ചില്ലെങ്കിൽ രോഗാവസ്ഥ എങ്ങനെ ഗുരുതരമാവാം? അതിനുള്ള ചികിത്സ എന്ത്? ചികിത്സ ഏത് അല്ലെങ്കിൽ എന്ത്? നെഫ്രൈറ്റിസോ? നെഫ്രൈറ്റിസ് ഉറപ്പിച്ചു. യെസ്, നെഫ്രൈറ്റിസ്, നോ പ്രോബ്ലം. നെഫ്രൈറ്റിസ് ആണ്. ലീഡ്സ് ടു കിഡ്നി ഫെയിലിയർ ഓർ യുറീമിയ, ഡയാലിസിസ് ഓർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നെഫ്രൈറ്റിസ് ആണ്. ചികിത്സിച്ചില്ലെങ്കിൽ യുറീമിയ ആയി മാറും, പിന്നെ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരും, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്കൊക്കെ പോകേണ്ടി വരും കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആൻസർ ആയി, കൃത്യമായിട്ടുള്ള ഫുൾ ആൻസർ ആയി കഴിഞ്ഞു അവിടെ. ദെൻ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് യൂറിൻ, ഗിവ് ദ റീസൺ ഫോർ ദ പെയിൽ യെല്ലോ കളർ ഓഫ് യൂറിൻ. യൂറിൻ, മൂത്രത്തിന്റെ അകത്തുള്ള ഘടകങ്ങൾ എന്തെല്ലാം, ദെൻ അതുപോലെ മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകാനുള്ള അല്ലെങ്കിൽ നിറം വരാനുള്ള കാരണം എന്താണ്? ഓക്കെ, യെസ്. നമുക്ക് ആദ്യം കമ്പോണന്റ് നോക്കാം. മൂത്രത്തിൽ യൂറിനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. വാട്ടർ ഉണ്ട്, യൂറിയ ഉണ്ട്, അതർ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോൾട്ട്, ഫോസ്ഫറസ്, കാൽസ്യം, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഒക്കെയാണ് നമുക്ക് അതിനകത്തുള്ളത്. ഇനി യൂറിന്, മൂത്രത്തിന് മഞ്ഞ നിറം കൊടുക്കുന്നത്, ഇളം മഞ്ഞ നിറം, യെല്ലോ, പെയിൽ യെല്ലോ കളർ കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു. എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. യൂറോക്രോം കേട്ടോ. യൂറോക്രോം എന്ന് പറയുന്ന സാധനമാണ്. യൂറോക്രോം ആണ് കേട്ടോ. കരളിൽ വെച്ച് ഹീമോഗ്ലോബിൻ വിഘടിച്ചുണ്ടാകുന്നത്, ലിവറിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് യൂറോക്രോം ഉണ്ടാവുന്നത്. ഈ വർണ്ണകത്തിന്റെ സാന്നിധ്യത്തിലാണ് മൂത്രം മഞ്ഞ നിറമാവുന്നത്. ഇതുള്ളപ്പോൾ യൂറിൻ, മൂത്രം മഞ്ഞ നിറത്തിലേക്കായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാകും. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നും ഇല്ലാന്ന് കരുതുന്നു. ഓക്കെ, then sir അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കടാ. the statement related to the kidney disease are given below. Identify the disease. ഒരു കിഡ്നി ഡിസീസുകളുമായിട്ട് ബന്ധപ്പെട്ട, കിഡ്നി വൃക്കരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഡെപ്പോസിറ്റ് കാൽഷ്യം ക്രിസ്റ്റൽസ് ഇൻ ദ കിഡ്നി ഓർ ഇൻ ദ യൂറിനറി ട്രാക്ട്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടുന്നു, തരികളായി അടിഞ്ഞുകൂടുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നി ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. ദെൻ ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം. ഓക്കെ, ദെൻ ഇത് മൂന്നാമത്തേതും കൊടുത്തിട്ടുണ്ട്. Characterized by the accumulation of urea and other waste products in the blood due to the malfunctioning or non-functioning of both the kidneys. ഇത് രണ്ടും എന്തോ ഡിസീസുകളുടെ, ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ രോഗങ്ങളുടെ എന്താണ്, ലക്ഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. ഈ രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. വേഗം ചാറ്റിലേക്ക് മെസ്സേജ് പോന്നോട്ടെ, ചാറ്റിലേക്ക് വേഗം മെസ്സേജുകൾ പോന്നോട്ടെ. ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ, പോരട്ടെ സാറേ. വന്നിട്ടുണ്ടോ ചാറ്റിലേക്ക്? കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതേപോലെ നെഫ്രൈറ്റിസ് മെസ്സേജ് വരുന്നുണ്ട്. ഒരെണ്ണം കൂടി വന്നാൽ ഞാൻ ആൻസർ കാണിക്കാം. കിഡ്നി സ്റ്റോൺ, നെഫ്രൈറ്റിസ്, ലാസ്റ്റ് വൺ നെഫ്രൈറ്റിസ്. ഓക്കെ, ബി. എ കിഡ്നി സ്റ്റോൺ. ഓക്കെ, 1. ദെൻ 3 ഒരെണ്ണം കൂടി ഉണ്ട്. 3 മൂന്നാമത്തെ ഏതാ? കിഡ്നി ഫെയിലിയർ അല്ല.
കിഡ്നി ഫെയിലിയർ, യുറീമിയ. യെസ്, വിനോദ് കുമാർ മെസ്സേജ് അയച്ചു, യുറീമിയ ആണെന്ന് പറയുന്നു. സോ യുറീമിയ കറക്റ്റ് ആൻസർ ആണ്, തെറ്റൊന്നുമല്ല, യുറീമിയ കറക്റ്റ് ആൻസർ ആണ്, ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. സോ നമുക്ക് ആൻസർ നോക്കാം. 3 ഡിസീസുകളാണ്, കിഡ്നി സ്റ്റോൺ, നെഫ്രൈറ്റിസ്, യുറീമിയ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയല്ലോ നമുക്ക്. യെസ്, അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്, യെസ്, അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ചേരുന്നു, ജലവും കൂടെ കൂടി ചേർന്നിട്ട് യൂറിയ ഉണ്ടാകുന്നു അല്ലെ. അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് നമുക്ക് യൂറിയ കിട്ടുന്നു. വേർ ഡസ് അമോണിയ ഫോം, ഹൗ, എവിടെയാണ് അമോണിയ രൂപപ്പെടുന്നത്? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ബി നോക്കുക. ഇൻ വിച്ച് ഓർഗൻ ഡസ് ദ ഗിവൺ റിയാക്ഷൻ ടേക്സ് പ്ലേസ്? മേൽ കൊടുത്തിരിക്കുന്ന ഒരു രാസപ്രവർത്തനം ഏത് അവയവത്തിൽ വെച്ച് നടക്കുന്നു? അനലൈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഓർഗൻ ഓൺ ദി ബേസിസ് ഓഫ് ദ എബവ് റിയാക്ഷൻ. രാസപ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി പ്രസ്തുത അവയവത്തിന്റെ ധർമ്മം വിശകലനം ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് വൺ ബൈ വൺ നോക്കണം. യെസ്, ദ അമോണിയ ഫോംഡ് ഇൻ ദ ടിഷ്യൂസിൽ വെച്ചിട്ടാണ് അമോണിയ ഉണ്ടാകുന്നത്. അമോണിയ ഫോംഡ് ബൈ ദ മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്സിനകത്ത് മെറ്റബോളിസം നടക്കുമ്പോഴാണ് അമോണിയ ഉണ്ടാകുന്നത്. ഇൻ ദ ലിവറിലാണ് കേട്ടോ. ലിവർ is the main organ which detoxifies the toxins that enter the body. കരളിലാണ് അമോണിയ രൂപപ്പെടുന്നത് കേട്ടോ. കരളിനകത്ത് വെച്ചിട്ടാണ് അമിനോ ആസിഡുകളുടെ ഉപാപചയ പ്രവർത്തനം മൂലമാണ് അമോണിയ ഉണ്ടാകുന്നത്. എവിടെയാണ് കരളിൽ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്? ശരീരത്തിൽ എത്തുന്ന വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഓക്കെ, വിഷവസ്തുക്കൾ കയറി കഴിഞ്ഞാലും കുഴപ്പമില്ല, കരൾ അതിനെ എന്താക്കി മാറ്റും? ഹാനികരമില്ല, ഡീടോക്സിഫൈ ചെയ്തിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാത്താക്കി മാറ്റുണ്ടാവും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കിക്കേ, വരയ്ക്കണം. കിഡ്നി വരയ്ക്കാൻ പഠിക്കണം. കിഡ്നി വരച്ചാൽ മാത്രം പോരാ, അതിനകത്ത് ഈ ABC എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്യും കൂടി വേണം. The vessel that carries blood with a high quantity of urine. യൂറിയയുടെ അളവ് കൂടിയ രക്തം വഹിച്ചുകൊണ്ട് വരുന്ന കുഴൽ ഏതാണ്? ഏതാ കുഴല്? റീനൽ ആർട്ടറി ആണോ? ആയിരിക്കാം അല്ലേ. ഓക്കെ, ദെൻ ട്യൂബ് ദാറ്റ് ക്യാരീസ് യൂറിൻ കൊണ്ടുപോകുന്ന ട്യൂബ് ഏതാത്? യുറീറ്റർ, മൂത്രവാഹി ആയിരിക്കാം അല്ലേ. പാർട്ട് ഫ്രം വിച്ച് യൂറിൻ പാസസ് ടു ദ ഫിൽട്ടേഴ്സിനകത്തേക്ക്, അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം, അത് പെൽവിസ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ആൻസർ കാണിച്ചോളൂ മക്കളെ. ഫിഗർ വരയ്ക്കണം, നിങ്ങൾ മസ്റ്റായിട്ടും വരയ്ക്കാൻ പഠിക്കണം. വൃക്കയുടെ, കിഡ്നിയുടെ ഫിഗർ വരച്ച് പാർട്സ് ലേബിൾ ചെയ്യാൻ, ഭാഗങ്ങളെ അടയാളപ്പെടുത്താനായിട്ട് എന്തായാലും 100% ഉറപ്പോടുകൂടി പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിഗർ കണ്ടല്ലോ. വിച്ച് പ്രോസസ് മെൻഷൻഡ് ഇൻ ദ ഡയഗ്രാം? ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്, പ്രക്രിയയുടെ പേരെന്താ? പോരട്ടെ. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ദിസ്. ഇതിന്റെ ഘട്ടങ്ങളും വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പ്രോസസ്. ചാറ്റിലേക്ക് ആരും യെസ്, ഹീമോഡയാലിസിസ്. ആൻസർ കാണിച്ചു കൊടുത്തോ മക്കളെ. ഹീമോഡയാലിസിസ് പ്രോസസിന്റെ പേര്. അതിന്റെ സ്റ്റെപ്പ് എഴുതി വെക്കുക. ബ്ലഡ് വിച്ച് കണ്ടെയ്ൻസ് വേസ്റ്റ് ഫ്രം ദി ആർട്ടറീസ് പംപ്ഡ് ഇൻടു ദ ഡയാലിസിസ് യൂണിറ്റ്. ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഹെപ്പാരിൻ ഈസ് ആഡഡ് ടു പ്രിവെന്റ് ദ കൊയാഗുലേഷൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഹെപ്പാരിൻ ചേർക്കുന്നു. സർ, അടുത്ത സ്റ്റെപ്പ് ഒന്ന് കാണിക്കും. നെക്സ്റ്റ്, വേസ്റ്റ് ഫ്രം ദ ബ്ലഡ് are diffused into the dialysis fluid when it flows through the cellophane tube. cellophane ട്യൂബിലൂടെ രക്തം കടത്തിവിടുമ്പോൾ ഡിഫ്യൂഷനിലൂടെ രക്തത്തിലെ മാലിന്യങ്ങൾ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. പ്യൂരിഫൈഡ് ബ്ലഡ് is pumped back to the veins through another tube. ശരീരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട രക്തം മറ്റൊരു കുഴലിലൂടെ ശരീരത്തിനകത്തേക്ക് തിരിച്ച് സിരകളിലൂടെ കടത്തിവിടുന്നു. ഇതാണ് സ്റ്റെപ്പ് പഠിക്കണം കേട്ടോ. ഡയാലിസിസ് പഠിക്കണം, സ്റ്റെപ്പ് പഠിക്കണം. ദെൻ സർ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, വീണ്ടും കിഡ്നി വരയ്ക്കാനാണ്. കിഡ്നി വരച്ചിട്ട് കോർട്ടെക്സ്, മെഡുല്ല, റീനൽ ആർട്ടറി, റീനൽ വെയിൻ. കോർട്ടെക്സും മെഡുല്ലയും വൃക്ക ധമനിയും വൃക്ക സിര അതിനകത്ത് എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. ഓക്കെ സാർ, ഫിഗർ ഒന്ന് കാണിച്ച് കണ്ടോ മക്കളെ? ഇതുപോലെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരയ്ക്കാനുള്ള ഫോട്ടോ അവർ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ എടുത്ത് വരയ്ക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അതിനകത്ത് അടയാളപ്പെടുത്തുക. ഓരോ ഭാഗത്തിന്റെ ഫംഗ്ഷൻസ് പഠിച്ചെന്നുള്ളത് ഉറപ്പുവരുത്തണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യെസ്, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഗിവൺ. ഇത് തന്നിരിക്കുന്നതിന് കറക്റ്റ് ഒരെണ്ണം ഉണ്ട്, അത് തിരഞ്ഞെടുക്കുക. ഫ്രോഗ്, കോൺട്രാക്റ്റൈൽ വാക്യൂള്. തവള, സങ്കോചഫേനം. എർത്ത് വോം, കിഡ്നി. ഓക്കെ, മണ്ണിര, വൃക്ക. ഫിഷ്, കിഡ്നി. മത്സ്യം, വൃക്കകൾ. അമീബ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അമീബ, മാൽപീജിയൻ നളികകൾ. ഇതിൽ ഒരെണ്ണം ശരിയാണ്. ഏതാണത്? ABC-യിലെ ഏതാണ്? BBB എന്ന് പറയുന്നുണ്ട്. BBB തെറ്റാണ് കേട്ടോ. C ശരിയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ സമ്മതിച്ചു തരാം. C നോക്കാം. ആൻസർ C ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് ഫിഷ്, കിഡ്നി, മത്സ്യങ്ങൾ വൃക്കകൾ വഴിയാണ് എക്സ്ക്രീഷൻ നടത്തുന്നത് ഒരു ശരിയായിട്ടുള്ള ഉത്തരവാണ്. പ്രശ്നമൊന്നുമില്ല. സാർ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. യെസ്, പാർട്സ് ഓഫ് നെഫ്രോൺ, അതിന്റെ പെക്യുലാരിറ്റീസ്. ഇത് ഞാൻ നിങ്ങളോട് ഓരോന്നായിട്ട് അങ്ങനെ എടുത്തെടുത്ത് ചോദിക്കണില്ല. നെഫ്രോണിന്റെ ഭാഗങ്ങളിൽ നമുക്ക് പറയാനായിട്ട് ബൗമൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, ഇഫറന്റ് വെസൽ ഉണ്ട്, അഫറന്റ് വെസൽ ഉണ്ട്, കളക്ടിംഗ് ഡക്റ്റ് ഉണ്ട്, അതുപോലെ നമുക്ക് ഗ്ലോമറുലസ് ഉണ്ട്. ഈ ഭാഗങ്ങളുടെ ഓരോന്നിന്റെയും പേര് പഠിക്കുക. അതിന്റെ നേരെ ഒരു പെട്ടിയിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ടാവുമല്ലോ എഴുതിയിട്ട്, അതും അതുപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. പെക്യുലാരിറ്റീസ്, പ്രത്യേകതകൾ, അതിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ അതിനകത്ത് നിന്ന് പഠിച്ചുകൂടി വെക്കേണ്ടത്. ഓക്കെ, സെറ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ ആൻസർ
സാർ ആൻസർ കാണിക്കാനായിട്ട് മീൻസ് അതിന്റെ ഫംഗ്ഷൻ നേരെ എഴുതുന്നു. ആ ഒരു വേക്കന്റ് ആയി കിടക്കുന്ന ഭാഗം ഏതാണോ അതൊന്ന് ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അടുത്തത് കിഡ്നി വരയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കിഡ്നി സാർ ഒന്ന് കാണിച്ചോളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ കിഡ്നി വരയ്ക്കുന്ന ക്വസ്റ്റ്യനകത്ത് യെസ് നിങ്ങൾ നോക്കുക, ഐഡന്റിഫൈ ദ പാർട്സ് എ ബി ആൻഡ് സി എന്നീ ഭാഗങ്ങൾ, അതായത് എ ബി സി എന്ന് പറയുന്ന ഭാഗങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, തിരിച്ചറിഞ്ഞ് എഴുതിയാൽ മതി കേട്ടോ. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദം. അതിനകത്ത് എടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം. എ ബി സി ഏതാണെന്ന് തിരിച്ചറിയാം, അതിന്റെ മൂന്നിന്റെ ഫംഗ്ഷൻ എഴുതുക. എ എന്താണ്? എ കോർട്ടെക്സ് അല്ലേ? എ കോർട്ടെക്സ് ആണ്. ബി എന്ന് പറയുന്നത് മെഡുല്ല ആണ്. സി എന്ന് പറയുന്നത് പെൽവിസ് ആണ്. എ ബി സി, സി പെൽവിസ് ആണ്. ഇത് മൂന്നിന്റെ ഫംഗ്ഷൻ സാർ ആൻസർ കാണിക്കാം. ഓക്കെ, ദാ ഫംഗ്ഷൻ നോക്കിക്കോളൂ മക്കള്. ഇതിനകത്ത് കോർട്ടെക്സിൽ നമുക്ക് അൾട്രാ ഫിൽട്ടേഴ്സ് ഓഫ് ദി നെഫ്രോൺ ആർ ഫൗണ്ട് ഹിയർ. ഓക്കെ, നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. മെഡുല്ലയിൽ ലോങ് ട്യൂബ്യൂൾസ് ഓഫ് ദി നെഫ്രോൺ ആർ ഫൗണ്ട്. ഓക്കെ, നെഫ്രോണുകൾ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നു. Then പെൽവിസിന്റെ കേസിൽ വരുമ്പോൾ റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽട്ടർ ഫ്ലോസ് ഇൻടു. ഓക്കെ, അരിപ്പകളിൽ, നമ്മുടെ അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകി എത്തുന്ന ഭാഗമാണ് എന്ത്? പെൽവിസ് എന്ന് പറയുന്ന റീജിയൻ, അല്ലെങ്കിൽ പെൽവിസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ദ ബയോളജി ഓഫ് മൂവ്മെന്റ്, ചലനത്തിന്റെ ജീവശാസ്ത്രം എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. അവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നു സ്ക്രീനിൽ നിങ്ങൾക്കായിട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ യെസ്, ആക്സിയൽ സ്കെലിറ്റണിൽ 80 ബോൺസ്, 80 അസ്ഥികളാണ് ഉള്ളതെങ്കിൽ ഡാഷ് സ്കെലിറ്റണിൽ 126 126 ബോൺസ് ആണ് ഉള്ളത്. എവിടെയാണ് 126 ഉള്ളത്? പോരട്ടെ ചാറ്റിലേക്ക് പോന്നോട്ടെ. ആരും മെസ്സേജ് ചെയ്യുന്നില്ല. യെസ് ആക്സിയൽ സ്കെലിറ്റണിൽ ഓക്കെ അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളുണ്ട്. അപ്പെൻഡിക്കുലാർ, യെസ്. അപ്പോൾ അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൺ എന്നാണ് എല്ലാവരും മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പെൻഡിക്കുലാർ സ്കെലിറ്റണിലാണ്. ഓക്കെ, അനുബന്ധ അസ്ഥികൂടത്തിനകത്താണ് നമുക്ക് ഈ പറഞ്ഞ 126 ബോൺസ്, 126 അസ്ഥികൾ ബോൺസ് ഉള്ളത് കേട്ടോ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ. Find out the odd one and write common feature of the others. Okay, shoulder joint, hip bone, അതുപോലെ എൽബോ. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുക. തോളെല്ല്, ഇടുപ്പെല്ല്, കൈമുട്ടിലെ സന്ധി, ഇതിനകത്ത് ഏതാണ് ഒറ്റപ്പെട്ടത്? ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക, മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുക. ഓക്കെ, പൊതു സവിശേഷത എഴുതുക. ഓക്കെ, നോക്കാം നമുക്ക് ഏതാ ഒറ്റപ്പെട്ടത്. എൽബോ. എല്ലാവരും എൽബോ പറയുന്നുണ്ട്. കാരണം എന്താ? അതൊഴിച്ച് ബാക്കിയെല്ലാം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. കൈമുട്ടിലെ സന്ധി ഒഴിച്ച് മറ്റുള്ളവ ഗോളര സന്ധികളാണ്. ബാക്കിയെല്ലാം ഗോളര സന്ധികളായിരുന്നു. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A condition which is stretching or breaking of ligaments. നമ്മുടെ സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥ എന്താണ് ഇതിനകത്ത്? ഡിസ്ലൊക്കേഷൻ, സ്പ്രെയിൻ, ഓസ്റ്റിയോപോറോസിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്. ഓക്കെ, അസ്ഥിസ്ഥാന ഭ്രംശമുണ്ട്, ഉളുക്കുണ്ട്, ചതവുണ്ട്, സന്ധിവാദമുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? സാർ ആൻസർ വരുന്നുണ്ടോ? ബി ആണല്ലേ മെസ്സേജ് വരുന്നത്? എയും ബിയും വരുന്നുണ്ട്. അതിൽ ബി എ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം സ്പ്രെയിൻ ആണ് കേട്ടോ, ഉളുക്ക്. ഈ ഒരു കണ്ടീഷനിലാണ് ആ സ്ഥാനം പറയുന്നത്. ഓക്കെ, ആ നമുക്ക് പറഞ്ഞ ഡിസോർഡർ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആസിഡ് വിച്ച് അക്യുമുലേറ്റ്സ് ഇൻ ദ മസിൽസ് ത്രൂ അനൈറോബിക് റെസ്പിറേഷൻ. ഏതാണത്? അവായു ശ്വസനം വഴി പേശികളിൽ അടിഞ്ഞുകൂടുന്ന ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബി, ലാക്റ്റിക് ആസിഡ്. റൈറ്റ് ആൻസർ. ഓക്കെ, ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല, ലാക്റ്റിക് ആസിഡ് ആണ്. ഓക്കെ സോ ആൻസർ. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കള്. ജോയിന്റ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് കേട്ടോ. ജോയിന്റ്സ് ആർ ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ടു ബോൺസ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. ശരിയാണോ? അതോ ലിഗമെന്റ്സ് ഗീവ് മോർ ഫ്ലെക്സിബിലിറ്റി ടു ബോൺസ് ടു മൂവ്. ഓക്കെ, സ്നായുക്കൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. ദ പെയർ ഓഫ് മസിൽസ് വിച്ച് ആർ ഓപ്പോസിറ്റ് ഇൻ ആക്ഷൻ ആർ കോൾഡ് ആന്റഗോണിസ്റ്റിക് മസിൽസ്. പേശി ജോഡികൾ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നു. അത്തരത്തിൽ വിപരീത ചലനം ഉളവാക്കാനായിട്ട് സഹായകമായ തരം പേശികളെയാണ് പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതോ തെറ്റാ? ബി തെറ്റ് അല്ലെ? ബി തെറ്റ് എന്ന് പറയുന്നു എല്ലാവരും. ബി തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും അത് കറക്റ്റ് ചെയ്തിട്ട്? ലിഗമെന്റ് മാറ്റണം അല്ലേ? ലിഗമെന്റ്സ് ആർ ഗീവ് മോർ ഫ്ലെക്സിബിലിറ്റി ടു ബോൺസ് ടു മൂവ് അല്ലേ? ലിഗമെന്റ് മാറ്റിക്കോ. സാർ ആൻസർ കാണിച്ചോ. അത് ലിഗമെന്റ് സ്ഥാനത്ത് ജോയിന്റ് ചേർത്തോ കേട്ടോ. സന്ധികളാക്കുക, സ്നായുക്കൾ മാറ്റുക, സന്ധികളാക്കുക. ജോയിന്റ്സ് ഗീവ് മോർ ഫ്ലെക്സിബിലിറ്റി ടു ബോൺ. സന്ധികൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. ജോയിന്റുകളുടെ പേര്, സന്ധികളുടെ പേര്, അതിന്റെ പെക്യുലാരിറ്റി ബുക്കിലുണ്ട്. വേഗം ടിക്കറ്റ് ഇപ്പൊ തന്നെ വെച്ച് ഓരോ സന്ധി. ഇവിടെ നമുക്ക് ഹിഞ്ച് ജോയിന്റ്, വിജാഗിരി സന്ധി തന്നിട്ടുണ്ട്, ഗ്ലൈഡിംഗ് ജോയിന്റ്, തെന്നി നീങ്ങുന്ന സന്ധി തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഫംഗ്ഷൻസ് എഴുതണം. ബാക്കിയുള്ള സന്ധികൾ ഫില്ല് ചെയ്യാൻ വേണം കേട്ടോ.
സാർ പറയുന്ന സന്ധികൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിവോട്ട് ജോയിന്റ് കേട്ടോ, പിവോട്ട് ജോയിന്റ്. ഓക്കെ, കീലസന്ധി, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണം കൂടി വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് എഴുതി വെച്ചോളൂ, കുഴപ്പമില്ല. ഗോളര സന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ദെൻ ഇവിടെ തന്നിരിക്കുന്നത് ഹിഞ്ച് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്, വിജാഗിരി സന്ധിയും അതുപോലെ തെന്നി നീങ്ങുന്ന സന്ധിയും. ഈ 4 കാര്യങ്ങളെയാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. സന്ധികൾ ഏതൊക്കെയാണ്, സന്ധികളുടെ പെക്യൂലാരിറ്റീസ്, ഫംഗ്ഷൻസ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ സാർ അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ ഇതാണ്. ആൻസർ നമ്മളത് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ കേട്ടോ. എന്താണ് നാസ്റ്റിക് മൂവ്മെന്റ്? അതിനൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറയുക. നാസ്തിക ചലനങ്ങൾ എന്താണ്? നാസ്തിക ചലനം, നാസ്തിക ചലനം എന്താണ്? ഉദാഹരണം എഴുതുക. പറയട്ടെ ആൻസർ. പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. 1 മാർക്കിന്റെ ചോദ്യം ആയിരിക്കുള്ളൂ, അതിൽ കൂടുതൽ ചോദിക്കൂല കേട്ടോ. സാർ ആൻസർ കാണിച്ചോ മക്കളെ. നാസ്റ്റിക് മൂവ്മെന്റ്, ദ ഡയറക്ഷൻ ഓഫ് ദി പ്ലാന്റ് മൂവ്മെന്റ് ഇസ് നോട്ട് അക്കോർഡൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദി സ്റ്റിമുലസ്. ഓക്കെ, നാസ്തിക ചലനങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദീപന ദിശയും അതുപോലെ സസ്യത്തിന്റെ ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത തരത്തിലായിരിക്കും സസ്യത്തിനകത്ത് ചലനങ്ങൾ സംഭവിക്കുക. അതാണ് നാസ്തിക ചലനങ്ങൾ. ഉദാഹരണം, എക്സാമ്പിൾ പറയുന്നത് തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടുന്നത്. ഓക്കെ, ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ഇൻ മൈമോസ ഡ്യൂ ടു ടച്ച്. മൈമോസ എന്ന് പറഞ്ഞില്ലെങ്കിൽ ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്ന് പറയാം കേട്ടോ. ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്നും പറയാം, അല്ലെങ്കിൽ മൈമോസ എന്നും പറയാം. തെറ്റൊന്നുമില്ല, രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ, തെറ്റല്ലേ? സ്റ്റിമുലസ്. ഓക്കെ, മൈമോസയുടെ മൂവ്മെന്റ് ആണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ്. ദെൻ സാർ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ നോക്കിക്കടാ. Arrange the following data suitably in the table and give titles to them. തന്നിരിക്കുന്ന ABCDEF നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പെട്ടികളാക്കി കൊടുക്കുക. ആ പെട്ടികൾക്ക് 2 ഹെഡിങ് കൊടുക്കുക. എന്താണ് ശ്രദ്ധിച്ച് നോക്കുക. സിലിണ്ടറിക്കൽ മസിൽ ഫൈബേഴ്സ്, നോ സ്ട്രയേഷൻസ്, മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ, സീൻ ഇൻ സ്റ്റൊമക്ക്, സീൻ അലോങ് വിത്ത് ദ ബോൺസ് ഓഫ് ലെഗ്, ദെൻ എഫക്ട് മസിൽ ഫാറ്റിക്. സിലിണ്ടർ ആകൃതിയിലുള്ള പേശികളാണ്, കുറുകെ വരകളില്ല, അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിൽ കാണപ്പെടുന്നു, കാലിലെ അസ്ഥിക്കൊപ്പം കാണപ്പെടുന്നു, പേശിക്രമം ബാധിക്കുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഈ പോയിന്റുകളെ 2 പെട്ടികൾ 2 ടേബിൾസിലായിട്ട് കൊടുക്കണം. ടേബിൾസിൽ 2 ഹെഡിങ്സ് നിങ്ങൾ കൊടുക്കണം. ആ 2 ഹെഡിങ്സ് കൊടുക്കാനായിട്ട് പറ്റുന്ന ഹെഡിങ് നിങ്ങളൊന്ന് വേഗം ചാറ്റിലേക്ക് അയച്ചേ. സ്മൂത്ത് ആൻഡ് സ്കെലിറ്റൽ മസിൽ അല്ലേ, സ്മൂത്ത് ആൻഡ് സ്കെലിറ്റൽ മസിൽ. സാർ ആൻസർ ഡിസ്പ്ലേ ചെയ്തോ കേട്ടോ മക്കളെ. ആൻസർ സ്കെലിറ്റൽ മസിൽ എന്നുള്ള ഹെഡിങ് കൊടുക്കുക, സ്മൂത്ത് മസിൽ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഇനി ഈ ആൻസർ സാർ കാണിച്ചു തരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സ്മൂത്ത് മസിൽ, ഓക്കെ, നമ്മുടെ അസ്ഥി പേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശി എന്ന് പറയും. സോറി, സ്മൂത്തിന്റെ പറയുന്നത് നോൺ സ്ട്രയേറ്റഡ് മിനുസപേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി എന്നാണ്. ഇനി സ്കെലിറ്റൽ മസിൽ ആണെങ്കിലാണ് പറയുന്നത് അസ്ഥി പേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശി എന്ന് പറയാ. ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? കാർഡിയാക് മസിൽസ്, ഓക്കെ, ഹൃദയപേശി, നമ്മുടെ കാർഡിയാക് മസിൽസ്. ഇത് 3ന്റെയും പോയിന്റുകൾ ബുക്കി കൊടുത്തിട്ടില്ല, ഒരു ബോക്സ്, ഒരു ടേബിൾ ആയിട്ട്. ആ ടേബിള് അതുപോലെ തന്നെ പഠിച്ചു വേണം എൻ്റെ മക്കളെ എങ്ങോട്ട് പോകാനായിട്ട്, എക്സാം എഴുതാൻ പോകാനായിട്ട്. 3 മസിലുകളും 3 പേശികളും കൃത്യമായി പഠിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, മക്കളെ. Analyze the following circumstances, identify and write which tropic movement does each one indicate. മക്കൾ ശ്രദ്ധിക്കുക, നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് ഓരോന്നും ഏത് തരം ട്രോപ്പിക ചലനങ്ങളാണ്, ട്രോപ്പിക്സ് മൂവ്മെന്റ്സ് ആണെന്നുള്ള കാര്യം തിരിച്ചറിയുക. The stem of pea plant grows towards sunlight. സൂര്യപ്രകാശം വരുമ്പോൾ പയറ് ചെടിയുടെ കാണ്ഡം, ആ സ്റ്റെം നേരെ സൂര്യപ്രകാശത്തിന് നേരെ വളരുന്നു. Then roots of touch me not plant grow towards the soil. നമ്മുടെ തൊട്ടാവാടി ചെടിയുടെ വേര് എന്താണ്, മണ്ണിലേക്ക് വളർന്നിറങ്ങുന്നു. Pollen tube grows towards the ovary. പരാഗനാളി അണ്ഡാശയത്തിന് നേരെ വളരുന്നു. ഓക്കെ, പരാഗനാളി അണ്ഡാശയത്തിന് നേരെ വളരുന്നു. സെറ്റ് അല്ലേ? ഇനി വേഗം മെസ്സേജ് അയച്ചോ, ചാറ്റിലേക്ക് അയച്ചോ, കുഴപ്പമില്ല, അയച്ചോ. ഏത് ട്രോപ്പിസം ആണ്? ഫോട്ടോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, കീമോട്രോപ്പിസം എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുമല്ലോ. ഫോട്ടോട്രോപ്പിസം 1 ശരിയാണ്. 2 വേര് താഴേക്ക്. എന്ത് ട്രോപ്പിസം ആണത്? വേര് താഴേക്ക് പോകുന്നു, വേര് താഴേക്ക് പോകുന്നു. യെസ് സാർ, ആൻസർ കാണിച്ചോ. ഹൈഡ്രോ അല്ല, ജിയോ ആണ് കേട്ടോ. ഭൂമിയിലേക്കല്ലേ ഏത് പോവാ? ജിയോട്രോപ്പിസം. ദെൻ ലാസ്റ്റ് വൺ പരാഗണമാണ്, പോളിനേഷന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. സാർ ആൻസർ കാണിച്ചു കൊടുത്തു. അതായത് നമ്മുടെ കീമോട്രോപ്പിസം ആണ്. കീമോട്രോപ്പിസം കെമിക്കൽ, ഓക്കെ, കീമോട്രോപ്പിക് ചലനമാണ് കേട്ടോ. രാസട്രോപിക ചലനം എന്ന് പറയും. ഓക്കെ, ഭൂഗുരുത്വ ട്രോപിക ചലനം, പ്രകാശ ട്രോപിക ചലനം. ഓക്കെ, തെറ്റിക്കരുത്. ഓരോന്നും ബുക്കിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. ദെൻ സാർ നെക്സ്റ്റ് മക്കളെ, ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പരീക്ഷയ്ക്ക് ഇത് വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് വിച്ച് പെർഫോം ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. അതായത് ഫംഗ്ഷൻസ് ആസ് എ ലൂബ്രിക്കന്റ് ബിറ്റ്വീൻ ദ ബോൺസ്. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് ആരാണ്? കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ജോയിന്റ്. ഓക്കെ, സന്ധികൾ, നമ്മുടെ അസ്ഥിസന്ധികളില്ലേ, അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആരാണ്? പ്രിവെന്റ്സ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് ആരാണ്? ഓക്കെ, ഇതിനകത്തുണ്ട് ആരൊക്കെയാന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഫിഗർ വരയ്ക്കുക, വരച്ചിട്ട് അതിലേക്ക് ലേബൽ ചെയ്യുക. ഓക്കെ, സെറ്റ് ദേവൂസ്, യെസ് ദേവൂസ്. ഓക്കെ, ദെൻ
ആൻസർ കാണിച്ചോളൂ സാർ. ആൻസർ ഡിസ്പ്ലേ ചെയ്തോ കേട്ടോ മക്കളെ. ആൻസർ നോക്കുക. 1 സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് ലേബൽ ചെയ്യേണ്ടത്, 2 ക്യാപ്സ്യൂള്, 3 വരുന്നത് കാർട്ടിലേജ് ആണ് കേട്ടോ. സൈനോവിയൽ ദ്രവം, ക്യാപ്സ്യൂള്, തരുണാസ്ഥി, കാർട്ടിലേജ് 3 ഭാഗങ്ങളാണ്. ഈ 3 ഭാഗം മാത്രം ചോദിക്കുള്ളൂ എന്നല്ല, ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എക്സാമിന് ലേബൽ ചെയ്യാൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. യൂഗ്ലീനയിൽ ഫ്ലജെല്ലം ആണെങ്കിൽ പാരമീസിയത്തിൽ ഡാഷ് ആണ്. ഓക്കെ, മൂവ്മെന്റിന് സഹായിക്കുന്നത്, ചലനത്തിന് സഹായിക്കുന്നത്. യൂഗ്ലീനയിൽ ഫ്ലജെല്ലമാണ്, പാരമീസിയത്തില് എന്താണ്? യെസ് സാർ, ആൻസർ വന്നിട്ടുണ്ട്. മിസ്നെ അല്ല, മിസ്ന അയച്ചിട്ടുണ്ട്. സീലിയാണ് കറക്റ്റ് ആൻസർ. സീലിയ is the right answer. സാർ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തോളൂ. ഓക്കെ മക്കളെ നോക്കുക. which among the following is the peculiarity of cardiac muscle? ഇതിനകത്ത് കാർഡിയാക് മസിലിന്റെ ഹൃദയപേശിയുടെ പ്രത്യേകത ഏതാണ്? സിലിണ്ടറിക്കൽ സെല്ലാണോ, സ്പിൻഡിൽ ഷേപ്ഡ് സെല്ലാണോ, ബ്രാഞ്ച്ഡ് സെല്ലാണോ, നോൺ സ്ട്രയേഷൻസ് ആണോ? ഓക്കെ, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണോ, സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണോ, ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണോ, കുറുകിയ വരകൾ കാണപ്പെടാത്ത കോശങ്ങളാണോ? ഇതിൽ ഏതാണ് കറക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആൻസർ? ഓപ്ഷൻ വേഗം അയച്ചു ചാറ്റിലേക്ക് കേട്ടോ. ചാറ്റിലേക്ക് ഓപ്ഷൻ ഡി ആണ് എല്ലാവരും അയച്ചേക്കണേ. സിയും ഡിയും അയച്ചിട്ടുണ്ട്. നോ സ്ട്രയേഷൻസോ? സി അല്ലേ? സി ആണോ ഡി ആണോ? സി. സാറേ ആൻസർ ഒന്ന് കാണിച്ചേ മക്കളെ. സി, ബ്രാഞ്ച്ഡ് സെൽസ് ആണ്, ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ജോയിന്റ്സ് ആർ ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് 2 ബോൺസ്. ശരിയാണോ? ഒന്ന് ശരിയാണല്ലേ, ഒന്ന് ശരിയാ, പ്രശ്നമൊന്നുമില്ല. 2 അസ്ഥികൾ തമ്മിൽ സന്ധിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ അസ്ഥി സന്ധി എന്ന് പറയുന്നത്. 2 ബോൺസ് ആർ ജോയിൻ ടുഗദർ ബൈ എ പ്രൊട്ടക്റ്റീവ് കവറിംഗ് കോൾഡ് ലിഗമെന്റ്. 2 അസ്ഥികൾ തമ്മിൽ സ്നായുക്കൾ എന്ന സംരക്ഷണ ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ശരിയാണോ? ആണോ? ആണോ? അല്ല. നോ. ഓക്കെ മക്കളെ, അതിന് ആൻസർ നോക്കിക്കേ. അത് ലിഗമെന്റ് അല്ല, ബേസിക്കലി ക്യാപ്സ്യൂൾ ആണ് വരുന്നത് കേട്ടോ. 2 ബോൺസ് ആർ ജോയിൻ ടുഗദർ ബൈ പ്രൊട്ടക്റ്റീവ് കവറിംഗ് കോൾഡ് ക്യാപ്സ്യൂൾ. 2 അസ്ഥികൾ തമ്മിൽ ക്യാപ്സ്യൂൾ എന്ന സംരക്ഷണ ആവരണം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത ബോക്സ് നോക്കിക്കേ, അടുത്ത ടേബിൾ നോക്കുക. യെസ് മക്കളെ, ഫോട്ടോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ജിയോട്രോപ്പിസം, മാച്ച് ദ ഫോളോയിങ്. അത് ഓരോന്നും എന്താണെന്ന് പഠിച്ചാൽ മതി നിങ്ങൾ. അതിന്റെ ആൻസർ സാറിനെ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ ട്രോപ്പിസം കേട്ടോ. ഹൈഡ്രോട്രോപ്പിസം എന്താണ്, ഫോട്ടോട്രോപ്പിസം എന്താണ്, അതുപോലെ കീമോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഓരോന്നിന്റെയും പോയിന്റ് പഠിക്കണം. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും, അതാണ് അടുത്ത ചാപ്റ്റർ. സാർ അതിലെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. മക്കളെ നോക്കുക. ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ ബോഡി മൈറ്റോസിസ്. ഓക്കെ, അതായത് മനുഷ്യ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ക്രമഭംഗമാണെങ്കിൽ ബൈനറി ഫിഷൻ, ദ്വിവിഭജനത്തിന് ഡാഷ് സഹായിക്കും. ദ്വിവിഭജനത്തിന് ഡാഷ് സഹായിക്കും. എന്താണ് ആ ഡാഷ്? എന്താണ് ഡാഷ്? ഡാഷ് എന്താണ് സാധനം? ഓക്കെ, ഡാഷ് എന്താണ്? ഓക്കെ, യെസ് യെസ് സാർ ആൻസർ കാണിച്ചു. ഗ്രോത്ത് ഓഫ് അമീബ. അമീബയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് എന്താണ്? ദ്വിവിഭജനം അല്ലേ, ബൈനറി ഫിഷൻ അല്ലേ ബുക്കിനകത്തുള്ളത്? അമീബയിലല്ലേ ബൈനറി ഫിഷൻ കാണുക? യെസ്. അടുത്തത് നോക്കുക. ഇതേപോലെ പിക്ചർ വെച്ചിട്ടൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ, ഐഡന്റിഫൈ നെയിം ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. മക്കൾ ഇത് പ്രോഫേസ് ആണ്. പ്രോഫേസിന്റെ ഘട്ടമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മൈറ്റോസിസിനകത്ത് പ്രോഫേസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണ്? വേഗം ചാറ്റിലേക്ക് അയച്ചേടാ. പ്രോഫേസ് ആണോ? ഓക്കെ, അത് സംഭവിച്ചു. അതല്ല ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സാധനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോമസോം അല്ലടാ, ക്രോമസോം അല്ല, ക്രോമസോം അല്ല. ക്രോമസോം ഉണ്ടാകുന്നത് ഇതിൽ കൂടി ചേർന്നിട്ടാണ്. ക്രോമസോം എന്നാണ് എല്ലാവരും അയക്കുന്നത്, ക്രോമസോം അല്ല. യെസ്, ഞാൻ ആൻസർ കാണിച്ചു തരാം. ക്രോമാറ്റിൻ റെട്ടിക്കുലം ആണ് കേട്ടോ. ക്രോമാറ്റിൻ റെട്ടിക്കുലം അല്ലെങ്കിൽ ക്രോമാറ്റിൻ ജാലികയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. തെറ്റിച്ച് കളയരുത്, എക്സാമിന് തെറ്റിച്ച് കളയരുത്. അത് വന്നു കഴിഞ്ഞാൽ ക്രോമാറ്റിൻ ഓരോന്നും ആ പിക്ചർ നോക്കുക. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. മൈറ്റോസിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ഘട്ടങ്ങളിൽ ഓരോന്നിന്റെ ഫിഗർ നോക്കുക. ഫിഗറിൽ ഓരോന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ക്രോമാറ്റിൻ റെട്ടിക്കുലം തന്നെ എഴുതിയാൽ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ക്രോമാറ്റിൻ ജാലിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡോട്ടർ ക്രോമസോംസ് മൂവ്സ് ടു ഈദർ പോൾസ് ഡാഷ്. ഡോട്ടർ ന്യൂക്ലിയസ് ആർ ഫോംഡ് ടീലോഫേസ്. പുത്രികാ ക്രോമസോമുകൾ ഇരു ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നതിന് എന്ത് പറയും? പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നതിന് ടീലോഫേസിലാണ് നമ്മൾ പറയുക. ഇതിനകത്ത് ഏത് ഫേസിൽ വെച്ചിട്ടാണ് നമുക്ക് പുത്രികാ ക്രോമസോമുകൾ ഇരു ധ്രുവങ്ങളിലേക്കും ഓപ്പോസിറ്റ് പോൾസിലേക്ക് നീങ്ങി പോകുന്നത്? ഓക്കെ, ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്ന എവിടെ വെച്ചിട്ടാ? ചാറ്റിലേക്ക് വേഗം അയച്ചേ. അനാഫേസ്.
ഉറപ്പിച്ച് സാർ ആൻസർ കാണിച്ചോ. അപ്പൊ നമുക്ക് ഒരു സംശയമില്ല, അനാഫേസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അനാഫേസ് തെറ്റൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അതുകൊണ്ട് സാർ മൂവ് ചെയ്യാണ്. ദ ഫേസ് അറ്റ് വിച്ച് ദ സെൽ പ്രിപ്പയർസ് ഫോർ ഡിവിഷൻ. കോശം വിഭജനത്തിനായി തയ്യാറെടുക്കുന്ന ഘട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കും? മെറ്റാഫേസ്, അനാഫേസ്, പ്രോഫേസ്, ഇന്റർഫേസ്. ഏത് വിളിക്കും? എന്ത് വിളിക്കും? വേഗം ചാറ്റിലേക്ക് അയച്ചേ, വേഗം ചാറ്റിലേക്ക് അയച്ചേ, പെട്ടെന്നായിക്കോട്ടെ. പോരട്ടെ, പോന്നോട്ടെ പോന്നോട്ടെ പോന്നോട്ടെ. അനാഫേസാ? അല്ല. പ്രോയാണ്, പ്രോഫേസ് അല്ല, ഇന്റർഫേസ്. യെസ് മക്കളെ, ഇന്റർഫേസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ഡിവിഷന്, നെക്സ്റ്റ് ഡിവിഷന് വേണ്ടിയിട്ട് സെല്ല് പ്രിപ്പയർ ആവുന്ന പ്രിപ്പറേറ്ററി ഫേസിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയാം കേട്ടോ. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. നോക്കിക്കേ, ലാറ്ററൽ മെരിസ്റ്റം helps to increase the length of the root and stem. ചുവടെ തന്നിരിക്കുന്ന സെന്റൻസിൽ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പാർശ്വമെരിസ്റ്റം വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാൻ സഹായിക്കുന്നു. പാർശ്വമെരിസ്റ്റം വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാൻ സഹായിക്കുന്നു. ശരിയാണോ? 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 തെറ്റല്ലേ? തെറ്റാണ്. ട്രൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളും ഇടി കേട്ടോ. അത് ലാറ്ററൽ മെരിസ്റ്റം അല്ല, എപ്പിക്കൽ മെരിസ്റ്റം അല്ലേ മക്കളെ നീളം കൂടാൻ സഹായിക്കുന്നത്? സാർ ആൻസർ നോക്കാം മക്കള്. എപ്പിക്കൽ മെരിസ്റ്റം ആണ് കേട്ടോ. എപ്പിക്കൽ മെരിസ്റ്റം ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദി റൂട്ട് ആൻഡ് സ്റ്റെം. അഗ്രമെരിസ്റ്റം ആണ് വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാനായിട്ട് സഹായിക്കുന്ന മെരിസ്റ്റം എന്ന് പറയുന്നത്. സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. വിച്ച് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ ഡസ് ദിസ് ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ചിത്രീകരണത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ കോശ വിഭജനത്തിന്റെ ഏത് ഘട്ടമാണ്? ഏത് ഘട്ടമാണ്? വേഗം പോരട്ടെ. ഓക്കെ, പോരട്ടെ 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 പോന്നോട്ടെ. എന്താണ് സാധനം കാണിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് എ ആൻഡ് ബി? എയും ബിയും കാണിച്ചിരിക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം? എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? സൈറ്റോകൈനസിസ് ശരിയാണ്. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ സൈറ്റോകൈനസിസ്, കോശ വിഭജനത്തില് കോശദ്രവ്യ വിഭജനം എന്ന് പറയാം, സൈറ്റോകൈനസിസ്. ഓക്കെ, കോശദ്രവ്യ വിഭജനമാണ് കാണിച്ചിരിക്കുന്നത്. എയും ബിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? എയും ബിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം നമുക്ക്. എയും ബിയും എന്താണ്? ഒന്നിൽ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു, അടുത്തതിൽ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു അല്ലെ? പുറത്തുനിന്ന് അകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും നോക്കാം. യെസ്, കണ്ടോ? A occur in animal cell. A നടക്കുന്ന animal cellലാണ്, B നടക്കുന്നത് plant cellലാണ്. In animal cell, cytoplasm divides by the formation of a furrow in plasma membrane, but in plant cells it is by the cell plate formation. Aയിൽ പ്ലാസ്മ സ്തരം ഉൾവലിഞ്ഞ് കോശദ്രവവും വിഭജിക്കപ്പെടുന്നു. Then Bയിലാണെങ്കിൽ കോശഫലകം രൂപപ്പെട്ടിട്ടാണ് കോശദ്രവ്യം വിഭജിക്കപ്പെടുന്നത്. ഒരു പ്ലേറ്റ് ഉണ്ടായിട്ടാണ് Bയിൽ വരുന്നത്, പ്ലാന്റ് സെല്ലിൽ വരുന്നത്. അനിമൽ സെല്ലാണെങ്കിൽ അങ്ങനെയല്ല, അകത്തേക്ക് ഉൾവലിഞ്ഞിട്ടാണ് നേരെ ഡയറക്റ്റ് അത് ഡിവൈഡ് ചെയ്ത് വരുവാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദിസ് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is mitosis and write its significance? എന്താണ് ക്രമഭംഗം? അതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യം എഴുതുക. എന്താണ് ക്രമഭംഗം? ഇതിന്റെ പ്രാധാന്യം എഴുതുക. ഓക്കെ, യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ക്രമഭംഗം. മൈറ്റോസിസ് എന്താണെന്നുള്ളത്. ഓക്കെ, അതിന്റെ ആൻസർ ഒന്ന് കാണിക്കാം സാർ. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. The method of cell division in which the two identical daughter cells are formed from a mother cell without changing the chromosome number. മക്കളെ, ഒരു കോശത്തിൽ, അതായത് മാതൃകോശത്തിൽ നിന്നും ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരാതെ സമാനമായ രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്ന തരം കോശ വിഭജന രീതിയാണ് ക്രമഭംഗം. ഇനി മൈറ്റോസിസ് ഹെൽപ്സ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി ആൻഡ് ഓൾസോ ഫോർ ദ റിപ്പയർ ഓഫ് ദി ടിഷ്യൂസ്. രണ്ട് സിഗ്നിഫിക്കൻസ്, ഫംഗ്ഷൻസ് ആണ് മൈറ്റോസിസിന്റെ കേട്ടോ. ക്രമഭംഗം ശരീര വളർച്ചയ്ക്കും കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമാണ്. ഇത് രണ്ടിനും ഇത് സഹായിക്കുന്നുണ്ട്, ഹെൽപ്ഫുൾ ആണ്. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സാർ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, രണ്ട് ഫിഗർ ബുക്കിനകത്തുള്ള അതേ ഫിഗർ തന്നെയാണ്, നോ ചേഞ്ച്, ഒരു മാറ്റമില്ലാത്ത. വിച്ച് ആർ ദ ഗാമേറ്റ്സ് ഇൻഡിക്കേറ്റഡ് സി ആൻഡ് ഡി? ഇവിടെ സി, ഡി എന്നിവ ഏത് അല്ലെങ്കിൽ ഏത് ബീജകോശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ദെൻ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫേസ് 1 ഇൻ ദ ഗാമേറ്റ് ഫോർമേഷൻ പ്രോസസ്? ബീജകോശ രൂപീകരണ പ്രക്രിയയിൽ ഘട്ടം 1ന്റെ സവിശേഷ പ്രാധാന്യം എന്ത്? ദെൻ ഇസ് ദെയർ എനി ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ഗാമേറ്റ്സ് ബട്ട് ദാറ്റ് ആർ ഫോംഡ് ഇൻ ദ പ്രോസസ് എ ആൻഡ് ബി? ബീജകോശ രൂപീകരണ ഫലമായിട്ട് എയിലും ബിയിലും രൂപപ്പെടുന്ന ബീജകോശങ്ങളുടെ എണ്ണം തുല്യമായിരിക്കുമോ? ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? മക്കളെ, എയും ബിയും എന്താ സാധനം? അല്ലെങ്കിൽ പോട്ടെ, സിയും ഡിയും എന്താ സാധനം? അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സിയും ഡിയും എന്താണ്? സി സ്പേം ആണ്, ഡി ഓവം ആണ് അല്ലെ? ആൻസർ നോക്കിക്ക്. സി മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ സ്പേം എന്ന് പറയാം. ഓക്കെ, പുംബീജം. ഡി ഫീമെയിൽ ഗാമേറ്റ് ഓർ ഓവം.
അണ്ഡം എന്ന് പറയാം. ഇനി ക്രോമസോം നമ്പർ റെഡ്യൂസസ് ടു ഹാഫ്. ക്രോമസോം നമ്പർ സെയിം ആയിരിക്കത്തില്ല, അത് റെഡ്യൂസ് ചെയ്യത്തില്ലേ? ക്രോമസോം സംഖ്യ നേർ പകുതിയാകുന്നു. ദെൻ നമുക്ക് നോക്കാം ലാസ്റ്റ് സി പാർട്ടിന്റെ ആൻസർ ആണ്. ഇൻ മെയിൽസ് 4 sperms are formed from a single germinal cell, but in female the ovum is produced from a single germinal cell. മക്കളെ, പുരുഷ ബീജ ഉൽപാദക കോശത്തിൽ ഊനഭംഗം നടക്കുമ്പോൾ 4 പുംബീജങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്ത്രീ ബീജോത്പാദക കോശങ്ങളിൽ ഒരു അണ്ഡവും പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത 3 പോളാർ ബോഡികളുമാണ് ഉണ്ടാകുന്നത്. 3 പോളാർ ബോഡി ഉണ്ടാവും, പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തത് കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത്. നോക്ക്, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ബ്ലാങ്ക്സ്. ചിത്രീകരണം നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ ബി സി ഡി ഇ 4-5 ഭാഗങ്ങളോടെ ഗ്യാപ്പ് ഇട്ട് എങ്ങനെ കണ്ടോ? വേഗം ചാറ്റിലേക്ക് അയച്ചേ. എ എന്താണെന്ന് വേഗം ചാറ്റിലേക്ക് അയച്ചേ മക്കൾ. വേഗം ചാറ്റിലേക്ക് മെസ്സേജ് അയക്കാം. എന്താണ് എ? A 46 കറക്റ്റാ. ബിയും സിയും എന്താന്ന് അയച്ച വേഗം. ബിയും സിയും സ്പേം 23. ഓക്കെ, അതും ശരി. സ്പേം 23, അല്ലെങ്കിൽ നമുക്ക് ബീജം 23 അത് എഴുതാം. ഡിയും ഇയും ആണ് ഇനി വേണ്ടത്. ഡിയും ഇയും എന്താണ്? ഡിയും ഇയും കേട്ടോ. ഡിയും ഇയും ഡിയും ഇയും യെസ് സർ, ആൻസർ കാണിച്ചോളൂ. സൈഗോട്ട് 46, സിക്താണ്ഡം 46 കറക്റ്റ് ആണ് കേട്ടോ. ആ ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകണം കേട്ടോ. അതൊന്ന് നോക്കുക, വളരെ പ്രധാനപ്പെട്ട ഫിഗർ ആണ്. നെക്സ്റ്റ് മൂവ് ചെയ്തോളൂ. എക്സ്പ്ലെയിൻ 3 types ഓഫ് മെരിസ്റ്റംസ്. 3 തരത്തിലുള്ള മെരിസ്റ്റങ്ങൾ ഏതെല്ലാമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. 3 തരത്തിലുള്ള മെരിസ്റ്റംസ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. 3 തരത്തിലുള്ള മെരിസ്റ്റംസ് ഏതൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം കേട്ടോ. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ലാസ്റ്റ് ഒരു പർവാന്തര മെരിസ്റ്റം കൂടി പറഞ്ഞില്ലേ? 3 മെരിസ്റ്റം ഉണ്ട്. ആ 3 മെരിസ്റ്റത്തിന്റെ പേര് അതെന്തിന് സഹായിക്കുന്നു? ഗിർത്ത് കൂടാൻ സഹായിക്കുന്നത്, തടി കൂടാൻ സഹായിക്കുന്നത്, നീളം കൂടാൻ സഹായിക്കുന്നത്, ഇന്റർനോഡൽ റീജിയൻസിന് നീളം കൂടാൻ സഹായിക്കുന്നത്, അങ്ങനെ 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 മെരിസ്റ്റംസ് അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സഹായിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ സോ ദെൻ ഇതാണ് ഫിഗർ. ഈ മെരിസ്റ്റത്തിന്റെ ഫോട്ടോ തന്നിട്ട് അത് പാർട്സ് ലേബിൾ ചെയ്യാൻ, എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, അതുപോലെ തന്നെ ലാറ്ററൽ മെരിസ്റ്റം ഒക്കെ ആ ഫിഗറിനകത്ത് അടയാളപ്പെടുത്താൻ, ലേബിൾ ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ലേബിൾ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, കൃത്യമായിട്ട് അതിന്റെ ആൻസർ എഴുതിക്കോളാം. ഓക്കെ ദെൻ സാർ നെക്സ്റ്റ് മക്കളെ കണ്ടല്ലോ, മൈറ്റോസിസും മിയോസിസിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൈറ്റോസിസിൽ എന്തൊക്കെ പോയിന്റ് വരണം, മിയോസിസിൽ എന്തൊക്കെ പോയിന്റ് വരണം. അപ്പോൾ മൈറ്റോസിസിന്റെ പോയിന്റുകളും മിയോസിസിന്റെ പോയിന്റുകളും കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട് കണ്ടോ. അപ്പോൾ എവിടെ നടക്കുന്നു, ബീജകോശങ്ങളിൽ നടക്കുന്നുണ്ടോ അതോ ശരീരകോശങ്ങളിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു ടേബിൾ എഴുതാനായിട്ട് പഠിച്ചു വെക്കണം. നാളത്തെ എക്സാമിന് ചിലപ്പോൾ അത് കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ്, ക്രമഭംഗവും ഊനഭംഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ സോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ചെയ്തോളൂ. ഇതേപോലെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചോ കേട്ടോ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഈ ഡയഗ്രാം തിരിച്ചറിഞ്ഞ് മൈറ്റോസിസിന്റെ ഏത് ഘട്ടമാണ് കാണിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. ലേബൽ ദ പാർട്സ് മെൻഷൻഡ് ആസ് എ. ഇതിൽ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം തിരിച്ചറിയുക. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഒക്കർ ഇൻ ദിസ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ ക്രോമസോമിന് ഉണ്ടാകുന്ന മാറ്റം വിശദമാക്കുക. ക്രോമസോമിന് ഈ പറയുന്ന എ എന്ന് പറയുന്ന ഘട്ടത്തിൽ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഘട്ടത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ക്രോമസോം അനാഫേസ്. അനാഫേസ്, എല്ലാവരും അനാഫേസ് ആണ് പറയുന്നത്. സാർ ആൻസർ കാണിച്ചപ്പോൾ മക്കളെ അനാഫേസ് കറക്റ്റ് ആണ്. ഡോട്ടർ ക്രോമസോമിനെയാണ്, ഓക്കെ, പുത്രിക ക്രോമസോമുകളാണ് അവിടെ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ക്രോമാറ്റിഡ്സ് ഓഫ് ദി ക്രോമസോം സെപ്പറേറ്റ് കേട്ടോ. ക്രോമസോമിന്റെ ക്രോമാറ്റിഡുകൾ വേർപിരിയുന്നു. ഡോട്ടർ ക്രോമസോംസ് വിത്ത് സിംഗിൾ ക്രോമാറ്റിഡ് മൂവ്സ് ടു ഈച്ച് പോൾ. ഓരോ ക്രോമാറ്റിഡുകളുടെയും പുത്രിക ക്രോമസോമുകളായി ഇരു ധ്രുവങ്ങളിലേക്കും അവര് മുറിഞ്ഞ് നീങ്ങുന്നു. ഓക്കെ, അപ്പോ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിൽ ഓരോ ഫേസിലെയും നടക്കുന്ന കാര്യങ്ങൾ, ഈവന്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈവന്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ദെൻ സാർ അടുത്തത് മക്കളെ വീണ്ടും ഞാൻ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ, എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം കേട്ടോ. അതായത് നമ്മുടെ അഗ്രമെരിസ്റ്റം ഉണ്ട്, പാർശ്വമെരിസ്റ്റം ഉണ്ട്, പർവാന്തര മെരിസ്റ്റം ഉണ്ട്. ഇവരും ഇവരുടെ പെക്യൂലാരിറ്റീസ്, അവരുടെ സവിശേഷതകളെ തമ്മിൽ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 3 മെരിസ്റ്റംസ് ആകെ പഠിക്കാനുള്ളൂ. 3 മെരിസ്റ്റത്തിന്റെ പേര്, അതിന്റെ പെക്യൂലാരിറ്റീസ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് വൃത്തിയായിട്ട് കൃത്യമായി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, മൈറ്റോസിസിന്റെ 4 ഘട്ടങ്ങൾ. അതിൽ പ്രൊഫേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെറ്റാഫേസിൽ എന്ത് സംഭവിക്കുന്നു, അനാഫേസിൽ എന്ത് സംഭവിക്കുന്നു, ടീലോഫേസിൽ എന്ത് സംഭവിക്കുന്നു, ABC നമുക്ക് നോക്കാം. അപ്പോ മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിൽ മെറ്റാഫേസിൽ ക്രോമസോംസ് ഗെറ്റ് അലൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സെൽ. ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടും. ഇനി അടുത്ത നോക്കുക, അനാഫേസ്. ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ആൻഡ് ഫോംസ് ഡോട്ടർ ക്രോമസോം മൂവ് ടു ഈച്ച് പോൾ. ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് പുത്രിക ക്രോമസോമുകളായിട്ട് കോശത്തിന്റെ ഇരുധ്രുവങ്ങളിലേക്ക് നീങ്ങുന്നു. ആൻഡ് ഫൈനലി ടീലോഫേസിൽ ക്രോമസോംസ് ബിക്കം ക്രൊമാറ്റിൻ റെട്ടിക്കുലം, ന്യൂക്ലിയോളസ് ആൻഡ് ന്യൂക്ലിയസ് അപ്പിയർ ആൻഡ് ഫോംസ് ഡോട്ടർ ന്യൂക്ലിയൈ. ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികകളായി മാറുന്നു. അതേപോലെ മർമ്മകവും മർമ്മസ്തരവും പ്രത്യക്ഷപ്പെട്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഇതാണ് ടീലോഫേസിൽ നടക്കുന്ന ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനുകളൊക്കെയാണ് സാർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ 7 ചാപ്റ്ററുകളും കംപ്ലീറ്റ് ആയി. അപ്പോ ഇപ്പോ പറഞ്ഞു തന്ന ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നാളെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഇതൊക്കെ ഒന്ന് ഓവറോൾ ഇരുന്ന് നോക്കുക. അടിപൊളിയായിട്ട് നാളെ പോയിട്ട് എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടി, സെറ്റ് ആണ്, ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേഗം ചാറ്റിലേക്ക് കുറച്ച് ഫയറും തീയും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളും ലവും കാര്യങ്ങളൊക്കെ ഇട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കാമായിരുന്നു. സാർ ദർശനയോ ആദർശയെ പോയി പഠിക്കാൻ പറയണ്ട, ആരോ ആദർശനോട് പഠിക്കാൻ പറയുന്നുണ്ട്. താങ്ക് യു സാറ്, താങ്ക് യു. ലവ് ഒരുപാട് ലവ് ഉണ്ട്. താങ്ക് യു സാർ. സിയോണ, നൈഫ, യെസ്, അനന്യ, നാദിയ, യെസ്, താങ്ക് യു. എല്ലാവരും താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനും നിങ്ങളോട് തിരിച്ച് താങ്ക്സ് തന്നെ പറയുന്നുണ്ട്. കാരണം ഇത്രയും ടൈം, ഒരു 9 മണി ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത്രയും സമയം നിങ്ങൾ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കേട്ട് ഇത്രയും നേരം ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ വലിയൊരു കാര്യമാണത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തത് തന്നെ. അപ്പൊ എല്ലാവരും നാളെ പോയിട്ട് എക്സാം കലക്കുക, തകർത്ത് ഓക്കെ അടിപൊളിയായിട്ട് എക്സാം എഴുതി മാർക്ക് വാങ്ങിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ എക്സാം തകർക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.